നമ്മൾ ഈ ഭാഗവതത്തിന്റെ ആ പരമ്പരയില് ഗുരുനാഥന്മാര് ഇങ്ങനെ പകർന്ന് പോകുന്ന വഴികളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വേദവ്യാസ ഭഗവാൻ തന്റെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ അത് നേരെയായി അദ്ദേഹം എന്തിനാ കേട്ടോ, വേദവ്യാസ ഭഗവാൻ എന്തിനാ കേട്ടു വെച്ചാൽ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ വേദവ്യാസര് തൻ്റെ ഈ ഓരോ എന്താ പറയുക, ആ ഒരു തൃപ്തിയില്ലായ എന്ന് പറയില്ലേ, ആ തൃപ്തിയില്ലായ എന്നുള്ള വിഷമം തീരാനായിട്ട് അങ്ങനെ പുറപ്പെട്ടപ്പോഴാണ് നാരദ മഹർഷി അദ്ദേഹത്തിന് ഈ ഭഗവത് ഭക്തിയുടെ മഹിമയും തൻ്റെ ജീവിതകഥയും കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. എന്തിനീ തൻ്റെ ജീവിതകഥ പറഞ്ഞത്? ഈ വല്ലവരുടെയും കഥ പറയാനും എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്, നമുക്ക് വലിയ ബാധയൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ടായി എന്തത്രേ നീളം നമുക്ക് ബാധകല്ല എന്ന് അതിൻ്റെ അർത്ഥം. നമുക്കത് സ്വന്തമായിട്ട് ഉണ്ടാവുക വെച്ചാൽ അതിനൊരു അനുഭവ ശക്തി വേറെ ഉണ്ടാകും. പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് കേൾക്കുമ്പോഴും ഒരു ശക്തി കൂടുതൽ, അവനവൻ്റെ അനുഭവം പറയുമ്പോൾ. അതിനാണ് നാരദ ഭഗവാൻ തൻ്റെ സ്വന്തം ജീവിതാനുഭവം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തിന് കുറേം കൂടി ഉപകാരമാവട്ടെ. ഈ ഋഷിമാരൊക്കെ ഇങ്ങനെയാണ്, കുറേം കൂടി ഉപകാരമാവട്ടെ ലോകർക്ക് എന്നാണ് അവരുടെ ഭാവം. നാട്ടുകാർക്ക് പൊതുവെ ലോകത്തിന്റെ വിചാരം ഒരു ഉപകാരം ഒരു മനുഷ്യന് അങ്ങനെയാണ്. ലോകര് അങ്ങനെയല്ല, ഋഷിമാരെ ലോകോപകാരികളാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അങ്ങനെയാണ്. അപ്പൊ വേദവ്യാസർ എന്താ ചെയ്തത് ചോദിച്ചു. ഇതൊക്കെ കേട്ട വേദവ്യാസ നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ എന്തുണ്ടായി എന്നിട്ട് അതാ ചോദിച്ചത്. ശ്രുതവാൻ തദഭിപ്രേതം തം തതഃ കിമകരോൻ വിഭോ. അപ്പൊ ഈ നാരദ ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് ധരിച്ചതായ വേദവ്യാസ ഭഗവാൻ പിന്നെ എന്താ ചെയ്തത് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് അദ്ദേഹം എന്താ ചെയ്തു വെച്ചാല്, ഈ നാരദര് പോയപ്പോഴൊക്കെ നമ്മുടെ വേദവ്യാസ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആശ്രമം ഉണ്ടല്ലോ ഈ ഹിമാലയത്തിൽ ഇരിക്കണോ, അതിന്റെ പേര് ബ്രഹ്മണഭ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധനം. അതാണ് മഹർഷിമാർക്കൊക്കെ അവിടെയാണ് ആധാരം. അങ്ങനെയുള്ളതായ ആ ദിക്കില് ബ്രഹ്മനദി പറഞ്ഞ വലിയ കേമായ നദി, സരസ്വതി നദി എന്ന് കേട്ടോ. ഹിമാലയത്തിലെ സരസ്വതി ഉണ്ട്. ഈ സരസ്വതി നദിയുടെ കരയിലിരിക്കണേ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അവിടെ ചെന്നു. അവിടെ ബദരി ആശ്രമം എന്നാ പറയുക. ആ ബദരി ആശ്രമത്തിൽ ബദരീഷണ്ട് മണ്ഡിതേ ബദരമരങ്ങള് ധാരാളം ഉണ്ട്. ആ ബദരമരങ്ങൾ ധാരാളം ഉള്ളതായ ആ സ്ഥാനം ആയതുകൊണ്ടാണ് അതിന് ബദരി എന്ന് പേരുണ്ട്. ബദരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേൾക്കല്ല, പോയിട്ടൊക്കെ ഉണ്ടാവും ആൾക്കാർ അവിടെ. ഇപ്പൊ അങ്ങനെയുണ്ടല്ലോ, ആളുകളൊക്കെ നിശ്ചലായൊന്നും ഉണ്ടാവില്ല. പലരും പല ദിക്കിലും പോകുകൊണ്ട് പറയാൻ എളുപ്പ. പടക പറയച്ച കുറേ പറയണം, അങ്ങനെയൊന്നും അധികം പോകുക പതിവില്ലല്ലോ. ഇപ്പൊ ധാരാളം ആളുകൾ ഉണ്ട്. ഈ ബദരി ഷഡ് പണ്ഡിതേ ബദരമരങ്ങൾ നിറഞ്ഞിരിക്കുന്നതായ ആ പുണ്യഭൂമിയില് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ തന്റെ ആശ്രമത്തില് ഭക്തിയോഗേന മനസി, അതാ പ്രത്യേകത. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യൽ പുരുഷം പൂർവം മായാം ച തതുപാശ്രയാം. അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ നല്ലോണം ഭക്തി യോഗത്തിന്റെ മഹിമയില് ഭഗവാനെ അങ്ങോട്ട് ധ്യാനിച്ചു, ഹൃദയത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. ഭഗവത് സ്വരൂപം ഹൃദയത്തിൽ അങ്ങോട്ട് നല്ലോണം പ്രകാശിച്ചു. അങ്ങനെ പ്രകാശിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇപ്പൊ എന്താ ഉണ്ടായേ ചോദിച്ചാൽ നോക്കൂ, അതപ്പോ അദ്ദേഹം നാരദ മഹർഷി ലേശയെ പറഞ്ഞു കൊടുത്തുള്ളൂ വെച്ചാലും ആ ലേശം കൊടുത്തത് കൊണ്ട് മുഴുവനും ആര് കണ്ടു? വേദവ്യാസര് കണ്ടു. എന്താ പറഞ്ഞത്? നാരദരപ്പം കുറച്ചല്ലേ പറഞ്ഞു കൊടുത്തുള്ളൂ, ആ ലേശയെ പറഞ്ഞു കൊടുത്തുള്ളൂ വെച്ചാലും ആ ലേശം ധരിച്ചതിന്റെ മഹിമയുണ്ട് മുഴുവനും കണ്ടു. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? വേദവ്യാസര് അദ്ദേഹത്തിന്റെ ആ അകത്ത് എല്ലാം കണ്ടു എന്നാ പറഞ്ഞത്. ഭഗവാന്റെ മഹിമ മുഴുവനും പ്രകാശിച്ചു കണ്ടു. അതായത് പറഞ്ഞതിന്റെ ഒരു സാരം എന്താണെന്നറിയൂ? സൂക്ഷ്മം ധരിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. എന്തേ പറഞ്ഞു വെച്ചാൽ നോക്കൂ, ഈ അറിവ് വിദ്യ ഇതൊക്കെ കിടക്കുന്നത് എവിടെയാ? അറിവ് എവിടെയാ കിടക്കുന്നത്? യൂണിവേഴ്സിറ്റിയിലാ അല്ലേ? കോളേജ്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂളിൽ അങ്ങനെയല്ലേ? ഹൈസ്കൂൾ, യു പി സ്കൂള് അങ്ങനെയൊക്കെയല്ലേ പതിവ്? അങ്ങനെയാണ് നമ്മൾ പറയുക, തെറ്റൊന്നും ഇല്ലത്. അങ്ങനെയാണ് നമ്മൾ അങ്ങനെയല്ലേ ധരിക്കുന്നത്? ഹയർ സെക്കൻഡറി, ഹൈസ്കൂള്, യു പി സ്കൂള് അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറഞ്ഞു. അറിവ് കിടക്കുന്നത് സ്കൂളിലും കോളേജിലും ഹൈസ്കൂളിലും ഒന്നും അല്ല കിടക്കുന്നത്. അറിവ് കിടക്കുന്നത് എവിടെയെന്ന് അറിയൂ? നമ്മുടെയൊക്കെ ഉള്ളിലാണ്, ഹൃദയത്തിലാണ്, അകത്താണ് ഈ അറിവിരിക്കണതേ. ബോധ്യമില്ലെന്നോ? ബോധ്യവും അവനവന്റെ അകത്തായി അറിവ് കിടക്കണത്. ഈ അകത്തിരിക്കണ അറിവിനെ പുറത്തേക്കെടുക്കാനാണ് നമ്മൾ ലേശം അറിവ് പുറത്തുനിന്ന് അകത്തേക്ക് കൊടുക്കണതേ. മനസ്സിലായില്ല? ഈ അകത്തിരിക്കണതിനെ നല്ലോണം പുറത്തേക്ക് എടുക്കാനാണ് പുറത്തുനിന്ന് നമ്മൾ ലേശം അങ്ങോട്ട് കൊടുക്കണത്. ഇപ്പൊ നമ്മൾ മുങ്ങി കുളിക്കുമ്പം ചവിട്ടിലേക്ക് വെള്ളം പോയി എന്താ ചെയ്യാ? കുറച്ച് മണൽ വാരിയില്ലേ? അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, പിന്നെ ചെവിടെ പൊട്ടിപ്പോവും. കുളിക്കുമ്പോ അങ്ങനെ മുങ്ങി കുളിക്കും. അതിന് ആരാ മുങ്ങി കുളിക്കണത്? മറ്റേ തെറപ്പിച്ച് ഇങ്ങോട്ട് പോരല്ലേ പതിവ്. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ, നമ്മൾ നല്ലോണം മുങ്ങും, മുങ്ങി കുളിച്ചിട്ടൊക്കെ ശുദ്ധമായിട്ട് വരിക, ശരിയല്ലേ? തളിച്ച് കുളിച്ച. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് നോക്കൂ, മുങ്ങി കുളിക്കുമ്പം ചവിട്ടിക്ക് വെള്ളം പോയാൽ ഒരേ നിവൃത്തിയേ ഉള്ളൂ. എന്താ നിവൃത്തി?
കൈക്കോടെ നേരെ ലേശം വെള്ളം കൂടി കോരിയിട്ട് ആ ചവിട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങടെ ആക്കിയിട്ട് ഇങ്ങടെ ആക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ രണ്ടാമത് പോയ വെള്ളം ആദ്യത്തെ വെള്ളത്തിനോട് പറയും ഇങ്ങോട്ട് പോരെ, നീ താൻ അവിടെ നിന്നിട്ട്. എന്നിട്ട് രണ്ടാമത് പോയവരെന്ത് ചെയ്യും? ആദ്യത്തോനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരും. ശരിയല്ലേ? ലേശം ഉണ്ടാവുള്ളൂ, വെള്ളം തുള്ളിയൊന്നും ഉണ്ടാവില്ല, ലേശം ഉണ്ടാവും. ഈ ഒരു ലേശം വെള്ളം ചവിട്ടിക്ക് പോയാൽ അതെടുക്കാൻ ഈ കമ്പിപ്പാര ഇല്ലേ, വെട്ടുകത്തി, കോടാലി, ഈ ജാതി ഉപകരണങ്ങൾ എന്ത് ജാതി ഉപയോഗിച്ചാലും ചെകിട്ട് പൊട്ടുക എന്നല്ലാതെ ഈ സാധനം പുറത്തേക്ക് പോരുമോ? പോരില്ല. അതിന് ഒരേ വിദ്യയുള്ളൂ. അപ്പൊ നമുക്കിപ്പോ ചവിട്ടിക്ക് വെള്ളം അങ്ങോട്ട് പോയി വാ എന്ന് പറഞ്ഞിട്ട് ഉടനെ എത്രയും കൂടി കോരി എനിക്ക് ഒഴിക്കുമ്പോ മറ്റേ കണ്ടോന്ന് തോന്നി പ്രാന്താന്നാ തോന്നുന്നത്. ചവിട്ടിക്ക് പോയതിനെ പുറത്തേക്ക് എടുക്കാനല്ലേ വേണ്ടത്, അല്ലാണ്ട് അതിക്ക് പിന്നെയും കോരി ഒഴിക്കുക എന്ന് തോന്നുന്നു. നമ്മൾ ഈ കോരി ഒഴിക്കുന്നത് എന്തിനാ? നിറയ്ക്കാനോ? അല്ല, നിറയ്ക്കാനല്ല, ആ പോയവനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് കൊടുത്തത് എന്തിനാണ്? പറഞ്ഞോളൂ പറയാനാന്ന് പറഞ്ഞത്. അകത്തുള്ളതിനെ പുറത്തേക്ക് എടുക്കാൻ. അറിവും ഇങ്ങനെയാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് അകത്തേക്ക് അറിവ് കൊടുക്കുന്നത് നമ്മുടെ വിചാരം വരെ അങ്ങോട്ട് പഠിപ്പിക്കാനാണെന്ന്. വലിയ കാര്യം എവിടെ പഠിക്കാനാ? അപ്പൊ നമ്മൾ ഈ പുറത്തുനിന്ന് അകത്തേക്ക് കൊടുക്കുന്നത് പഠിപ്പിക്കുക എന്നൊക്കെയാ പറയുക. പക്ഷെ അതല്ല, അകത്തിരിക്കുന്നതിനെ പുറത്തേക്ക് എടുക്കാനാണ് കൊടുക്കണതെന്ന് മനസ്സിലാവുണ്ടല്ലോ പറയുന്നത്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോ ഒരേ ടീച്ചർ ഒരേ ക്ലാസ്സിൽ 55 കുട്ടികളെ ഇരുത്തിയിട്ട് ഒരേ പുസ്തകം നോക്കിയിട്ട് ഒരേ വായുകൊണ്ട് ഒരേ കണ്ണുരുട്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ 55 ആളെ, എന്നിട്ട് ഈ 55 ആള് വാങ്ങണ മാർക്കോ 65 ജാതി മാർക്കും. അതെങ്ങനെയത്? ടീച്ചർ ഒരാളാണ്, പുസ്തകം ഒരേ പുസ്തകം, ഒരേ ക്ലാസ് മുറിയില്ല, ഒരേ സമയത്താണ് പഠിപ്പിച്ചത്. ഒരാൾക്ക് ലേശം അധികം പഠിപ്പിച്ചില്ല, ഒരാളെ ലേശം കുറച്ചും പഠിപ്പിച്ചില്ല. ഒരേ ജാതിയല്ലേ പഠിപ്പിക്കണമെന്ന് ഒരു ക്ലാസ് മുറിയിൽ ഒരു ടീച്ചറെ. എന്നിട്ട് എന്ത് 55 ആള് പല ജാതി മാർക്ക് വാങ്ങുന്നത് എന്താ കാരണം? അത് തീരുമാനാക്കിയിട്ട് പോയാൽ മതി. ശരിയല്ലേ? ഇത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെന്താന്ന് വെച്ചിട്ടുണ്ടോ? ഈ ടീച്ചർ അങ്ങോട്ട് കൊടുക്കണ വിദ്യയുടെ മഹിമയുണ്ട് അകത്തുള്ളത് നല്ലോണം പുറത്തേക്ക് എടുത്തവൻ 1ാം റാങ്ക് വന്നു. ഇത് തീരെ എടുക്കാത്തവൻ കുറേശ്ശെ എടുത്തവരൊക്കെ അട്ടക്കുമ്പളങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, നമ്മൾ കൂട്ടാന്റെ കഷ്ണമൊക്കെ വാങ്ങും. വട്ടത്തിലുള്ള കഷ്ണമൊക്കെ ഇല്ലേ? ശരിയല്ലേ? ഇത് നിജന്താർത്ഥം മനസ്സിലാവട്ടോ? അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ഈ അകത്തുള്ളത് വേദവ്യാസ ഭഗവാന്, നാരദ ഭഗവാൻ ലേശേ കൊടുത്തു വെച്ചാലും ലേശം കൊണ്ട് ധാരാളം ആരും പുറത്തേക്ക് എടുത്തു. വേദവ്യാസ അങ്ങനെ അദ്ദേഹം എന്താ ചെയ്തു വെച്ചാൽ യസ്യാം വൈ ശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പദ്യതേ പുംസഃ ശോകമോഹ ഭയാപഹ. അതുണ്ടായത്. അത് കേട്ട അതാണ് അദ്ദേഹം ഉണ്ടാക്കിയ ശാസ്ത്രം. അതിന്റെ പേരാണ് ഭാഗവതം. അത് കേട്ടാ എന്തുണ്ടാവും? ഭക്തിരുത്പദ്യതേ. അതാണ് ഭക്തി ഉണ്ടാവും. ശോകമോഹ ഭയാപഹ. ശോകം ഉണ്ടാവില്ല, അന്തല്യായി ഉണ്ടാവില്ല, പേടി അങ്ങോട്ട് പോകും. ലോകം അങ്ങനെ ഉണ്ടല്ലോ, ഒക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് തെളിയും. ഇതാണ് ഉണ്ടാവുക. അയ്യോ, അങ്ങനെ ശ്രീശുക ബ്രഹ്മർഷിക്ക് ആരത് ഉപദേശിച്ചു കൊടുത്തവും വേദവ്യാസർ. ഇതാണ് വേദവ്യാസര ഭാഗവതം കേൾക്കാണ്ടായ കഥ. ചോദിച്ചു ബോധ്യായി. ഇനിയിപ്പോ എന്താ അങ്ങേക്ക് സംശയം? ശൗനക മഹർഷിയോട് ചോദിച്ചു. ശൗനക മഹർഷിക്ക് സംശയം അങ്ങോട്ട് തീരില്ല. അദ്ദേഹം ചോദിച്ചു, അപ്പളേ സംശയേ ഈ പരീക്ഷിത്ത് അപ്പൊ അത് കേട്ടു എന്ന് ഇവിടുന്ന് പറയണ്ടായില്ലേ? അത് പരീക്ഷിത്ത് മഹാരാജാവ് ഇപ്പൊ എന്തിനാ കേട്ടത്? സംശയി ആർക്ക്? അത് കേട്ടോളൂ പറയാം. അങ്ങനെ പരീക്ഷിത്ത് ഭാഗവതം കേൾക്കാണ്ടായ കഥയാ പറയാൻ തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് ചരിത്രം പറയാനല്ലോ. പരീക്ഷിത്ത് മഹാരാജാവ് ജനിച്ച തന്നെ എപ്പോഴാണെന്നറിയൂ? ഒരു സന്ദിഗ്ധ ഘട്ടത്തിലെ. സന്ദിഗ്ധ ഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഒരു മുട്ടിയ കാലത്ത്. എന്ത് കാലം? മുട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ബുദ്ധിമുട്ടുണ്ടായ കാലത്ത്, കഷ്ടപ്പെട്ട കാലത്താണ് ജനിച്ചതേ. നല്ല കാലത്ത് ഇങ്ങനെ ഉല്ലാസമായിട്ട് ഇങ്ങനെ പതായപരയിലും പടിപ്പരയിലായിട്ട് കഴിയുന്ന കാലത്തൊന്നുമില്ല. യുദ്ധം, കലശലായ യുദ്ധം. എന്ത് യുദ്ധം? മഹാഭാരത യുദ്ധം, ഘോരമായ യുദ്ധം. 18 അക്ഷൗഹിണി പട്ടാളക്കാര് 18 ദിവസം ആ കുരുക്ഷേത്ര ഭൂമിയില് പരസ്പരം യുദ്ധം ചെയ്ത ഗംഭീരമായ യുദ്ധത്തിന്റെ കഥയാണ് അക്ഷൗഹിണികൾ 18 എന്തപ്പോ ഈ 18 അക്ഷൗഹിണി പറഞ്ഞാൽ നമുക്കൊന്നും തോന്നുന്നു ഒരു കൂസലല്ലേ? കാരണം എന്താ വെച്ചാൽ ഈ അക്ഷൗഹിണി എന്താന്നൊരു വിവരല്ലേ ആയിക്കൊണ്ടാണ്. അക്ഷൗഹിണി എന്നൊക്കെ പറഞ്ഞാൽ എന്താ വെച്ചാൽ വലിയ അമ്പമ്പമ്പ്, ഇത്ര ലക്ഷം ആന, ഇത്ര ലക്ഷം കുതിര, ഇത്ര ലക്ഷം തേര, ഇത്ര ലക്ഷം കാലാള്, ഇത്രയൊക്കെ കൂടിയാലാണ് എന്താവുള്ളൂ ഒരക്ഷൗഹിണി. നമ്മൾ അക്ഷൗഹിണി കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ട് പുറപ്പെട്ടാൽ, നോട്ട് പുസ്തകത്തിൽ എഴുതി പുറപ്പെട്ടാൽ 0 നോട്ട് പുസ്തകത്തിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി പറമ്പിക്ക് അങ്ങോട്ട് പോകും. എന്താ കാരണം? മനസ്സിലാവട്ടോ? സംഖ്യ വലിയ സംഖ്യയാണ്, പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിന്റെ കോടികളുടെ കണക്ക്. അത്രയ്ക്ക് വലിയ സൈന്യസംഘാതം ചേർന്നതാണ് ഭാരതയുദ്ധം. 18 അക്ഷൗഹിണി, 11 അക്ഷൗഹിണി കൗരവന്മാർക്കും 7 അക്ഷൗഹിണി പാണ്ഡവന്മാർക്കും. 18 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 9 എന്ന് കൂട്ടും. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 11ഉം 7 ആണ്. 11 ആർക്കുണ്ട്? കൗരവന്മാർക്കുണ്ട്. 7 ഉള്ളൂ ആർക്ക്? പാണ്ഡവന്മാർക്ക്. അങ്ങനെ ഈ യുദ്ധം 18 ദിവസം യുദ്ധം ചെയ്തു. 18ാമത്തെ ദിവസം യുദ്ധം കഴിഞ്ഞപ്പോ എത്ര പേര് ശേഷിച്ചു എന്നറിയൂ? എത്ര പേര്?
എത്ര പേര്? അത് പറയാൻ 10 പേരിൽ തികച്ചു വേണ്ട, അതേ വേണ്ടു. 10 പേരാ ശേഷിച്ചത്. ആരൊക്കെ? പാണ്ഡവന്മാരുടെ ഭാഗത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ, പാണ്ഡവന്മാർ 5 പേര്, ഇപ്പൊ എത്രയായി? 6. കൗരവന്മാരുടെ ഭാഗത്ത് കൃപര, കൃതവർമാവ്, അശ്വത്ഥാമാവ് 3. 6 3 എത്രയാ? 9. പക്ഷെ ഒരാളും കൂടി ഉണ്ടായി പാണ്ഡവന്മാരുടെ ഭാഗത്ത്. രണ്ടാമതൊന്ന് തെരഞ്ഞു നോക്കിയപ്പോ ഒരാളെയും കൂടി കിട്ടി, സാത്യകി. അപ്പൊ എത്രയായി പാണ്ഡവന്മാരുടെ ഭാഗത്ത്? പാണ്ഡവന്മാരുടെ ഭാഗത്ത് അപ്പൊ 6 ആയില്ലേ? പാണ്ഡവന്മാർ 5 6 അല്ല 7 ആയില്ലേ? പാണ്ഡവന്മാർ 5 പേരും ഭഗവാൻ ശ്രീകൃഷ്ണനും സാത്യകി എന്ന് പറഞ്ഞാൽ യാദവന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണി മഹായോഗ്യനാണ്. സാത്യകി ശ്രീകൃഷ്ണ ഭഗവാന്റെ ബന്ധുവാണ്, നമ്മുടെ അർജുനന്റെ ശിഷ്യനാണ്, സുഹൃത്താണ്. പാണ്ഡവന്മാരുടെ ഒരു അഭ്യുദയകാംക്ഷി എന്നോട് പറയുക നല്ലത്. പാണ്ഡവന്മാർക്ക് എവിടെ ഉയർച്ചയുണ്ടോ അവിടെയൊക്കെ ആരുണ്ടാവും? ഈ സാത്യകി ഉണ്ടാവും. പാണ്ഡവന്മാർക്ക് നേരെ ആരെങ്കിലും കൈ പൊക്കിയാൽ അവിടെ ആരുണ്ടാവും? സാത്യകി ഉണ്ടാവും. അങ്ങനത്തെ ഒരു മിടുക്കനാണ് ആര്? പാണ്ഡവന്മാരുടെ നേരെ ആരെങ്കിലും 2ാം തരം വർത്തമാനം പറഞ്ഞു. ഒരിക്കലും ബലഭദ്രസ്വാമി ഉണ്ടായി. എന്താ ഈ ചർച്ചയുടെ സമയത്ത് എന്തോ ഒന്ന് പറഞ്ഞു, കൗരവന്മാരെ ഒന്ന് ലേശം എന്തോ കൗരവന്മാരെ ഒന്ന് ഇത്തിരി അപകടം ഇല്ലാണ്ട രീതിയിൽ പറഞ്ഞു എന്നൊരു തോന്നിയപ്പോ സാത്യകിക്ക് ഇഷ്ടമായില്ല. സാത്യകി ബലഭദ്രരാന്ന് നോക്കിയില്ല. സാത്യകി പറഞ്ഞു ശരിയല്ല, അതൊന്നും അങ്ങനത്തെ ആളാണ് ആരെ? ഇപ്പൊ സാത്യകിയെ കുറിച്ചൊരു രൂപം കിട്ടിയോ? സാത്യകി ശ്രീകൃഷ്ണ ഭഗവാന് പാണ്ഡവന്മാരോട് എങ്ങനെയാ സ്നേഹം, അതുപോലെ സ്നേഹമുള്ള ആളാണ് ആരെ? സാത്യകി. ഈ സാത്യകി പറഞ്ഞു യുദ്ധത്തില് അദ്ദേഹം മരിച്ചിട്ടില്ല. അപ്പൊ സാത്യകിയും മരിക്കാണ്ട് രക്ഷപ്പെട്ടു പോന്നു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവന്മാർ 5 2 7 അപ്പുറത്ത് 3 7 3 10 ആളാണ് യുദ്ധത്തിലെ ശേഷം. ഈ ഒടുക്കത്തെ യുദ്ധം ഉണ്ടായത് എങ്ങനെയാ വെച്ചാൽ, യുദ്ധം വില്ലും വാളും അമ്പും ആനയും കുതിരയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ദുര്യോധനനും ഭീമസേനനും കൂടി ഗദായുദ്ധം ഉണ്ടായത്. ആ ഗദായുദ്ധത്തില് ഭീമസേനൻ ദുര്യോധനന്റെ കാലിന്റെ തുടകൾ 2 ഗദ കൊണ്ട് അടിച്ച് പൊട്ടിച്ചു. ഗദ കൊണ്ട് അടികൊണ്ട് തുടകൾ 2 പൊട്ടിയിട്ട് ഈ ദുര്യോധനൻ നിലത്ത് വീണ് കിടക്കുക, യുദ്ധഭൂമിയിൽ വീണ് കിടക്കുക. അപ്പൊ ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് കാലിന്റെ തുട പൊട്ടിയല്ലോ. തുട പൊട്ടിയ പിന്നെ വീണ് കിടക്കല്ലേ, മരിക്കാനായിട്ട് മരണശയ്യയില് മരണാസന്നനായിട്ട് എപ്പോഴാ മരിക്കുക എന്നിങ്ങനെ കാത്തു കിടക്കുന്ന സമയത്താണ് ഈ കൗരവന്മാരുടെ പക്ഷത്ത് മരിക്കേണ്ട പോയ 3 പേരില്ലേ? ആരൊക്കെയത്? കൃപര, മറക്കരുത് കേട്ടോ, കൃപര, കൃതവർമാവ്, അശ്വത്ഥാമാവ്. ആ 3 പേരും കൂടി എവിടേക്ക് വന്നു? മഹാരാജാവ് വീണ് കിടക്കുന്ന ദിക്കിലേക്ക് വന്നു, ദുര്യോധന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അതിൽ അശ്വത്ഥാമാവരൊക്കെ പരിചയമില്ലേ? അശ്വത്ഥാമാവ് ആരാന്നറിയില്ലേ? അതൊക്കെ നിശ്ചയിച്ചിട്ടാണോ പറയുന്നത്? അശ്വത്ഥാമാവ് ദ്രോണാചാര്യരുടെ മകനാണ്. കൃപര പറഞ്ഞ കൃപാചാര്യര്. ഈ കൃപാചാര്യര് പറഞ്ഞാൽ ദ്രോണാചാര്യര് പഠിപ്പിക്കാൻ വരുന്നതിന്റെ മുമ്പ് ഈ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും പഠിപ്പിച്ച ഗുരുനാഥനാണ് ആര്? കൃപാചാര്യര്. മനസ്സിലായില്ലേ? ഈ കൃപാചാര്യരുടെ അനിയത്തി സഹോദരിയാണ് ദ്രോണാചാര്യരുടെ ഭാര്യ. നല്ലത് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? കൃപാചാര്യരുടെ സഹോദരിയാണ് ദ്രോണാചാര്യരുടെ ഭാര്യ. അപ്പൊ അശ്വത്ഥാമാവിന്റെ അമ്മാവനും കൂടിയാണ് ആര്? കൃപാചാര്യര്. മനസ്സിലാക്കി? അശ്വത്ഥാമാവില്ലേ? അശ്വത്ഥാമാവ് അതായത് ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവിന്റെ അമ്മാവനും കൂടിയാണ് കൃപാചാര്യര്. അച്ഛൻ മഹാകേമനായ ഗുരുനാഥൻ, അമ്മാവൻ മഹാകേമനായ ഗുരുനാഥൻ. ഇവിടെ കിട്ടട്ടോ. അപ്പൊ അങ്ങനെ ഈ അച്ഛൻ ഗുരുനാഥനായിട്ട് ഇവിടെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും പഠിപ്പിക്കാൻ വരുന്നതിന്റെ മുമ്പേ തന്നെ അമ്മാവൻ ഇവിടുത്തെ ഗുരു ആണല്ലോ കൃപാചാര്യര്. അപ്പൊ അമ്മാവനെയൊക്കെ സഹായിക്കാനൊക്കെ പണ്ടേ ആര് കുറേശ്ശെ വരാൻ സ്കൂൾ കൂട്ടുമ്പോഴൊക്കെ 2 മാസമൊക്കെ കൂട്ടുമ്പോൾ അമ്മാത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? കുറേശ്ശെ അമ്മാവന്റെ കൂടെ ഇവിടെ കൊട്ടാരത്തിൽ വന്ന് പഠിപ്പിക്കണതിന്റെ കൂടെ 5 8 താമസിച്ചിട്ട് 1 2 മാസമൊക്കെ പാണ്ഡവന്മാരെ ആദ്യം ആർക്കറിയാം? കൗരവന്മാരെയും അശ്വത്ഥാമാവനറിയാം. പിന്നെയാണ് ഗുരുനാഥനായിട്ട് അച്ഛൻ ഇവിടെ വന്നപ്പോ പിന്നെ ഇവിടെ തന്നെ ആയില്ലോ. കോലത്തെ തെക്കേ പറമ്പിലാണ് ഇവർക്ക് മഠം ഉണ്ടാക്കിയത്. ആർക്ക്? ഹസ്തിനാപുരം കോലം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഒക്കെ കോവിലകല്ലേ, അതിന്റെ അടുത്ത് തന്നെയാണ് അവർക്ക് മഠം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവിടെ പണിയുന്നത്. അവിടെയാണ് ആര് താമസിച്ചത്? പിന്നെ ഈ ദ്രോണാചാര്യര് താമസിച്ചത്. അങ്ങനെ ഈ ദ്രോണാചാര്യര് വരുന്നതിന്റെ മുമ്പ് തന്നെ അശ്വത്ഥാമാവിന് പരിചയം ഉണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ എന്തുണ്ടായി ചോദിച്ചാൽ, ഈ അശ്വത്ഥാമാവ് ആളെ മനസ്സിലാവാൻ അത്രയൊക്കെ അഡ്രസ്സ് പറയുന്ന മേൽവിലാസേ അശ്വത്ഥാമാവ്, പിന്നെ കൃപാചാര്യര്, പിന്നെ ഈ കൃതവർമാവ് വളരെ യോഗ്യൻ. ഈ കൃതവർമാവിനെ കുറിച്ച് പരിചയം ഉണ്ടാവില്ല. കൃതവർമാവ് യാദവനാണ്. എന്താണ്? യാദവ വംശത്തിലുണ്ടായ ഒരു പ്രമാണിയാണ് ഈ കൃതവർമാവ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒക്കെ വംശക്കാരനാണ് ആര്? കൃതവർമാവ്. പാണ്ഡവന്മാരുടെ പക്ഷത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങോട്ട് ചേർന്നൂല്ലോ. ഞാനൊക്കെ പാണ്ഡവ പക്ഷം ചേരുക എന്ന് പറഞ്ഞ് ചേർന്നപ്പം പാണ്ഡവന്മാരുടെ കൂടെ താൻ പോകുമ്പോൾ കൗരവന്മാർക്ക് താൻ ഒന്നും കൊടുത്തില്ലല്ലോ എന്നൊരു ആക്ഷേപം ഉണ്ടാവാൻ പാടില്ല എന്ന് നിരീക്ഷിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ യാദവ പട്ടാള സേനയെ മുഴുവൻ ആർക്ക് കൊടുത്തു? ദുര്യോധന്റെ സേനയ്ക്ക് ആ കൂട്ടത്തിലേക്ക് കൊടുത്തു, കൗരവന്മാർക്ക് കൊടുത്തു. അപ്പൊ ആ കൂട്ടത്തിൽ അവിടെ എത്തിപ്പെട്ടയാളാണ് ആര്? കൃതവർമാവ്. അങ്ങനെയാണ് കൃതവർമാവ് ഏത് പക്ഷത്തെത്തിയത്? കൗരവ പക്ഷത്തെത്തിയതും അതേ വംശത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവ പക്ഷത്തെത്തിയതും. മനസ്സിലാവുണ്ടല്ലോ അല്ലേ?
അതായത് ഈ ഭാഗവതമൊക്കെ ഒരു വൃത്തിയിൽ മനസ്സിലാവണമെങ്കിലേ ഭാരതം നല്ലോണം മനസ്സിലാവണം ആദ്യം. ഭാരതം ഒരുവിധം രൂപം കിട്ടിയ പിന്നെ ഭാഗവതം ഒന്ന് വായിച്ചാൽ വേഗം അങ്ങടും ഇങ്ങോട്ടും ഒക്കെയുള്ള അമ്മായിയുടെ മകൻ, അച്ചോളുടെ മകൻ, അമ്മാവന്റെ അപ്പന്റെ ഏട്ടന്റെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. വെച്ചാൽ നമ്മളിങ്ങനെ ഒന്നും മനസ്സിലാവില്ല. അതെന്താ വെച്ചാൽ കുറ്റം പറയില്ലേ. പഴയ കാലത്തൊക്കെ രാമായണം പഠിക്കുക, ഭാരതം പഠിക്കുക, അതൊക്കെ കഴിഞ്ഞിട്ട് ഭാഗവതം പഠിക്കുക, അങ്ങനെയൊക്കെ ഒരു സിലബസ് ക്രമമൊക്കെ ഉണ്ട്. ഇന്നിപ്പോ നമുക്ക് അതിനൊക്കെ തരാവോ? കിട്ടണത് കിട്ടുമ്പോൾ അങ്ങോട്ട് പഠിക്കുക എന്നല്ല വെച്ചാൽ പിന്നെ അതും കിട്ടില്ല. എന്ത് ക്രമത്തിലൊക്കെ പഠിക്കാൻ എവിടെയെങ്കിലും ഇത് പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ അതൊക്കെ വലിയ പാടാൻ നമുക്ക് നോക്കിയേ. കിട്ടിയത് അങ്ങോട്ട് കിട്ടുമ്പോൾ തരാക്കി വെക്കുക. അതുകൊണ്ട് നമുക്കൊരു ക്രമം കിട്ടാത്തതിനൊന്നും. എന്താണ്, നമ്മൾ ആദ്യം ഭാഗവതം പഠിക്കും, പിന്നെയാണ് ഭാരതം കേൾക്കുക. അപ്പോൾ എന്തുണ്ടാവുന്നത്? ആ 10ാം ക്ലാസ് പാസ്സായിട്ട് പിന്നെ 1ാം ക്ലാസ്സിലെ പുസ്തകം പഠിക്കാൻ പോകും. പിന്നെ എങ്ങനെയുണ്ട്? ശരിയല്ലേ? അപ്പൊ അടിത്തറ കുറ്റം പറഞ്ഞതല്ല, നമ്മുടെ ഒരു സാഹചര്യത്തിന്റെ നിവൃത്തികേട് പറഞ്ഞു എന്നീല്ലോ. അപ്പൊ എന്റെ ക്രമം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നീല്ലോ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ അശ്വത്ഥാമാവ് പറഞ്ഞു ഗുരുപുത്രൻ. അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഗുരുപുത്രൻ അശ്വത്ഥാമാവ് ദുര്യോധനോട് പറഞ്ഞു, മഹാരാജാവേ, പാണ്ഡവന്മാര് അങ്ങേ ഇങ്ങനെ വീഴ്ത്തിയില്ലോ, ചതിയന്മാരാണ്. ആ ചതിയന്മാരെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞു. ഇത് ചതിയന്മാരാന്ന് പറയാൻ കാരണം കാലിന്റെ തുടക്കാണല്ലോ അടിച്ചത്. കാലിന്റെ തുടക്കി അടിക്കാൻ പാടില്ല നിയമം ഉണ്ടായിരുന്നു. ഈ പാണ്ഡവരും കൗരവരും കൂടി യുദ്ധം തുടങ്ങാൻ പുറപ്പെടുന്നത്. ഇതിന്റെ മുമ്പ് ചില തീരുമാനമൊക്കെ ഉണ്ടായി. എന്താ തീരുമാനം എന്നറിയൂ? അതായത് യുദ്ധത്തില് പിന്തിരിഞ്ഞ് ഓടണോനെ അടിക്കാൻ പാടില്ല, പിന്നെ യുദ്ധത്തില് കീഴടങ്ങിയവനെയും അടിക്കാൻ പാടില്ല, ഈ യുദ്ധത്തിൽ തളർന്നവനെയും അടിക്കാൻ പാടില്ല, പിന്നെ യുദ്ധത്തിൽ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോണവനെയും അടിക്കാൻ പാടില്ല, അമ്മയെ കാണാൻ പോണവനെയും അടിക്കാൻ പാടില്ല, മുണ്ടഴിഞ്ഞു കൊടുക്കണവനെയും അടിക്കാൻ പാടില്ല, കുപ്പായം നേരിയാക്കണവനെയും അടിക്കാൻ പാടില്ല, പിന്നെ അരയുടെ കീഴ്പ്പെട്ടും അടിക്കാൻ പാടില്ല. അരയുടെ കീഴ്പ്പെട്ടും അടിക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ അടിച്ചത് എവിടെയാ? കാലിന്റെ തുടക്കി. കാലിന്റെ തുട അരയുടെ കീഴ്പ്പെട്ടാണോ മുകളിലേക്കാണോ? പണ്ടൊക്കെ താഴെയായിരുന്നു അല്ലേ? കാലിന്റെ തോടെ എവിടെ ഇരിക്കണത്? അരയുടെ കീഴ്പ്പെട്ടല്ലേ? ഇപ്പൊ നിയമം തെറ്റിച്ചു. ഇതാണ് അധർമ്മം കൊണ്ടാണ് വീഴ്ത്തിയത് എന്ന് പറഞ്ഞു. പക്ഷെ ശരിയാണ്, അതൊക്കെ ശരി. പക്ഷേ എന്തുകൊണ്ടാണ് ഭീമസേനൻ ഗതയോണ്ട് കാലിന്റെ തുടക്കി അടിച്ചത് എന്ന് നമുക്ക് ബോധ്യമായാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഭീമസേനൻ അടിച്ചില്ല വെച്ചാൽ ഞാൻ പോയി അടിക്കായിരുന്നു. നമുക്കിനെ തോന്നിപ്പോവും ആ മുട്ടിയൊക്കെ കൊണ്ടുപോയിട്ട് അടിക്കാൻ. ആരുടെ കാലില്? കാരണം എന്താണെന്നറിയൂ? പണ്ട് പാഞ്ചാലി ആ സഭയിലേക്ക് പിടിച്ചു വലിച്ചു ദുശാസനൻ മുട്ടിക്കെട്ടിനെ പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുവന്നു. പാവം പാഞ്ചാലി ഒറ്റ വസ്ത്രമായി എടുത്ത് ഇങ്ങനെ രജസ്വലിയായിട്ടിരിക്കുന്ന സമയമാണ്. കഷ്ടമുള്ള ഒരു വിഷമമുള്ള കാലത്താണ്. ആ പെൺകുട്ടി പാവം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് ആ മുറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഒന്നും അറിയില്ല, അവിടെ വെറുതെ ഇങ്ങനെ നാമം ജപിച്ചിരിക്കുമ്പോഴാണ് മുട്ടിക്കെട്ടിനെ പിടിച്ച് വലിച്ചഴിച്ചിട്ടാ കൊണ്ടുവരുന്നത്. ദുശാസനെ വലിച്ചഴിച്ചു കൊണ്ടുവന്നു, സഭയിലേക്ക് കൊണ്ടുവന്നു. എന്താ അവിടെ നടക്കുന്നത്? ഒന്നൊരു രൂപമില്ല. എന്തോ ഒരു കേൾവിയുള്ളവർക്ക്. പാഞ്ചാലിക്ക് പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്നു. അപ്പൊ പാഞ്ചാലിയെ സഭയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. നിങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവന്നപ്പോഴേ നമ്മുടെ കർണനെ അറിയൂ? കർണനെ അതറിയാത്തവരുണ്ടാവില്ലേ? ശ്രീകൃഷ്ണ ഭഗവാനെ അറിയില്ലെങ്കിൽ കർണനെ എല്ലാവർക്കും അറിയില്ലേ? അത് എല്ലാവർക്കും അറിയാം. അങ്ങാടിയിലൊക്കെ ഓരോരുത്തരെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്തോ ഒരു ദിക്കിൽ പോയപ്പോ അവിടെ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, നല്ല വിവരമുള്ള ചെറുപ്പക്കാരനാണ്, വിവരം വെച്ചാൽ പുതിയ പഠിപ്പൊക്കെ പഠിച്ച ചെറുപ്പക്കാരന്, ഇതൊന്നും അത്ര വിവരം എന്താണെന്ന് അറിയില്ല. ആ ചെറുപ്പക്കാരൻ തിരുമേനി എന്നാലും കർണൻ ഹാവൂ. അപ്പൊ നമ്മൾ ചോദിച്ചു, ഇതിപ്പോ എവിടെ നിന്ന് ഇപ്പൊ കർണനെ കണ്ടത്? അങ്ങോഴിന്ന് കണ്ടുവോ? കർണനെ ഇങ്ങനെ വാഴ്ത്തുന്നത് കേട്ടപ്പോഴേ ഇപ്പൊ ഏതോ സിനിമ കണ്ടിട്ട് പറയാത്രേ. നമുക്ക് ശരി, നമ്മളതൊന്നും കാണാൻ പോകാറില്ല. അപ്പൊ അതില് കേമനായിട്ട് കർണനെ വാഴ്ത്തി ഇത്രേ ശ്രീകൃഷ്ണ ഭഗവാനെ മോശമായിട്ടാകും ചെയ്തത്രേ. എന്തായാലും നമ്മുടെ നാടിന്റെ ഒരു കഥയെ ഇപ്പൊ കേട്ടോളൂ. കർണനെ കുറിച്ച് ലേശം അങ്ങോട്ട് പറയട്ടോ. കർണൻ ആളൊക്കെ കേമൻ തന്നെ, പക്ഷെ ഇങ്ങനത്തെ ചില കഥയില്ലേയും കൂടി നോക്കൂ. ദുശാസനൻ പാഞ്ചാലിയുടെ മുടിക്കെട്ടിനെ പിടിച്ച് വലിച്ചഴിച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇത് കൊണ്ടുവന്നപ്പോ നമ്മുടെ കർണൻ അവിടുന്ന് എഴുന്നേറ്റ് പറഞ്ഞു, രാജാവേ, ഇവള് വേശ്യാസ്ത്രീയാണ്. പാഞ്ചാലിയെ സഭയിൽ വെച്ച് വേശ്യാസ്ത്രീ എന്ന് പല തവണ വിളിച്ചവനാണ് ആര്? കർണൻ. എന്താ വിളിച്ചത്? വേശ്യാസ്ത്രീ എന്ന്. എങ്ങനെയുണ്ട് ഒരു സ്ത്രീയെ വിളിക്കുക? നമ്മുടെ ഇന്നത്തെ കാലത്ത് വിളിച്ചാൽ പിന്നെ അഴി എണ്ണി തെക്കോട്ടും പറഞ്ഞാട്ടും വടക്കോട്ടും തോന്നിയ സ്ത്രീകളുടെ നേരെ പറഞ്ഞാൽ പോലീസ് പിടിച്ചോണ്ടാവില്ലേ? കേസെടുത്തിട്ട്? ശരിയല്ലേ? അതല്ലേ പറയുന്നത്. ഇവിടെ ബന്ധപ്പെട്ടായത് അജാതി തോന്നിവാസ വിളിച്ച് പാഞ്ചാലി. പാഞ്ചാലി എന്തറിഞ്ഞു? ഇവള് വേശ്യാസ്ത്രീയ രാജാവ്. എന്തിനും ഇവൾക്ക് നല്ല പട്ടുസാരിയും ഉടയാടയും ആഭരണങ്ങൾ കഴിച്ചു വാങ്ങൂ രാജാവേ, കഴിച്ചു വാങ്ങൂ എന്നും പറഞ്ഞു. ഈ ദുര്യോധനൻ എന്താ വെച്ചാല് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന വെച്ചാൽ ഈ മുണ്ടഴിക്കണ കാര്യത്തിൽ അത്രയ്ക്ക് വിവരം ഒന്നും ആർക്കുണ്ടായിരുന്നില്ലേ? കൊണ്ടുവന്നു, എന്നാലും മുണ്ടിന്റെ കാര്യത്തിനൊന്നും വലിയ വിവരം ഉണ്ടായിരുന്നില്ല. ആ നിശ്ചയില്ലാത്ത വിവരം പറഞ്ഞു കൊടുത്തോനാണ് ആര്? കർണൻ. പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചു വാങ്ങൂന്ന് ഉപദേശം കൊടുത്ത് ബോധ്യപ്പെടുത്തി ആ മുണ്ടഴിക്കണ പരിപാടി ഉണ്ടാക്കിച്ചു തരാന്നറിയൂ? കർണനാണ്, ദുര്യോധനല്ല. ദുര്യോധനൻ ചെയ്തു, രാജാവായതുകൊണ്ട് ചെയ്തു. പക്ഷെ പ്രേരണ കൊടുത്തു. നമ്മുടെ നാട്ടിൽ കുറ്റം ചെയ്തോനും
പ്രേരിപ്പിച്ചോനും ഒരേ അഴിയുടെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 1, 2, 5, 8, 9, 10, 16, 17, 17 എന്ന് എണ്ണി ഗോതമ്പിന്റെ പലഹാരം ഇപ്പൊ അവിടെ മാത്രമേ പണ്ടത്തെ പലഹാരത്തിന്റെ കാര്യം ഓർമ്മിച്ച് പറഞ്ഞതാ. ശരിയല്ലേ ഇത്? ഇങ്ങനെയാണ് കഥ. ആ ദുര്യോധനന്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് പറഞ്ഞപ്പോ ദുര്യോധനൻ എന്ത് നിരീക്ഷിച്ചു? വേശ്യാസ്ത്രീ എന്നല്ലേ പറഞ്ഞത്? ഇവള് വേശ്യാസ്ത്രീ അല്ലേ? വേശ്യാസ്ത്രീ എന്ന് പറഞ്ഞപ്പോ ദുര്യോധനൻ തന്റെ ശ്രദ്ധിച്ച് കേൾക്കണോടൊക്കെ മഹാഭാരതം വായിച്ചാലേ മനസ്സിലുള്ളൂ, കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ ചീത്തത്തങ്ങളൊന്നും. ദുര്യോധനൻ എന്തേ ചെയ്തു വെച്ചാൽ തന്റെ ഇടത്തെ കാലിന്റെ തുടയെന്ന്, ഇടത്തെ കാലിന്റെ തുടയില്ലേ, ആ ഇടത്തെ കാലിന്റെ തുടയമ്പെന്ന് തന്റെ ഉടുത്ത മുണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് കാലിന്റെ തുട ഇങ്ങനെ പുറത്തേക്ക് കാണിച്ചിട്ട് അതിന്റെ മുകളിൽ കൈകൊണ്ട് തട്ടിയിട്ട് പാഞ്ചാലിയോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കേന്ന്. ഇതാരും കേട്ടിട്ടില്ലല്ലോ. പോയി ഭാരതം വായിച്ചോളപ്പോ കേൾക്കാം. നമ്മുടെ നാട്ടിൽ ഭാരതം വായിക്കില്ല, മറ്റേ നോവലാ വായിക്കുക. എന്നിട്ട് ഇതിന്റെ കഥയും പറയും. ഇതിന്റെ കഥ കണ്ടോരും വല്ലവരും എഴുതിയ നോവല് വായിച്ചിട്ട് മഹാഭാരതം ചർച്ച ചെയ്യും. നമ്മൾ പോവാൻ പറഞ്ഞു, എണീട്ട് പോകാൻ പറഞ്ഞു. എടുത്ത് മണ്ണ് നോവല് വായിച്ചിട്ട് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകാൻ പറഞ്ഞു. ഭാരതം വായിച്ച് 3 കൊല്ലം കഴിഞ്ഞിട്ട് വരാനും പറഞ്ഞു. പിന്നെ വന്നിട്ടില്ല. എവിടേക്കാ പോയാവോ? എവിടെ പോയാലും നമുക്ക് സ്വൈരായി. വെറുതെ നേരങ്ങളിൽ നമുക്ക് വേറെ ഇതൊക്കെ പണിയുണ്ട് ഇല്ലേ? പഠിപ്പും വിവരമുള്ള ആളുകളോട് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്താൽ വല്ല കഥയുണ്ടോ? അതിൽ ഒന്നും നിശ്ചല്ലാണ്ട് കണ്ട വല്ല പുസ്തകം വായിച്ചു വന്നിട്ട് ഈ പുസ്തകം ആ വായിച്ച പുസ്തകത്തെ ചർച്ച ചെയ്താൽ നമുക്ക് വിരോധമില്ല. അത് വായിച്ചിട്ട് ഇത് ചർച്ച ചെയ്യാൻ വരികയാണ്. ശ്രദ്ധിക്കാനുണ്ടോ? പറഞ്ഞൊക്കെ ബോധ്യം ഉണ്ടാവുകയായിരിക്കും. നമ്മൾ പറയുന്നത് വെറുതെ കേട്ടാ പോരട്ടോ, കുറച്ചൊക്കെ ചിന്തിക്കണം. എന്നാലേ മുഴുവനും കാര്യങ്ങൾ പിടികിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാ. അപ്പൊ ഇപ്പത്തെ എന്താ വെച്ചാ ഈ കാലിന്റെ തുടയുമ്പോ നീ വസ്ത്രം നീക്കിയിട്ട് ഇവിടെ വന്നിരിക്കേ, വേശ്യാസ്ത്രീയാണല്ലോ, അങ്ങനെയൊക്കെ ഭാഷയിലും പറയാലോ. ഇവിടെ വന്നിരിക്കേ എന്നും പറഞ്ഞു. പാഞ്ചാലി പാവം എന്ത് ചെയ്യും? ഒരു സ്ത്രീ പാവം. ഈ മല്ലന്മാരെ പോലെയുള്ളവർ പിടിച്ചു വലിച്ച് ഒതുക്കി വലിച്ചു കൊണ്ടുവന്ന് എന്തും ചെയ്യും. ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കണം. അപ്പൊ പാഞ്ചാലി എന്ത് ചെയ്യണോ? വിഷമിച്ചിങ്ങനെ നിന്നു. അന്ന് ഇതിങ്ങനെ ഭർത്താക്കന്മാരെ എന്നെ രക്ഷിക്കാൻ 5 പേരെ യോഗ്യന്മാരെ ലോകം തിരിച്ചു വെക്കാൻ പ്രാപ്തിയുള്ള യോഗ്യന്മാർ 5 പേർ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? അടിമകളായി പോയില്ലേ. അവരിങ്ങനെ അടിമകളായിട്ട് കിഴപ്പിട്ട് നോക്കി നിൽക്കുമ്പം എന്തായാലും നിവൃത്തി. നമുക്ക് ചിലപ്പം ധാരാളം പണം ഉണ്ടാവും, പ്രതാപം ഉണ്ടാവും, ശക്തി ഉണ്ടാവും, ബലം ഉണ്ടാവും, ആളുണ്ടാവും, അർത്ഥം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ചിലപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നിൽക്കേണ്ടതായിട്ടും വരും. എങ്ങനെ? അത് എന്താ ഇപ്പൊ? അത് ഭാഷ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നുവെച്ചാ എന്താ? അത് കഷ്ടായി, വയ്യേ, ഒന്ന് വൃത്തിയില്ലേ, ആരും ഇല്ലേ, ഇതിന് മട്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ചോദിച്ചാൽ അമ്മയില്ലേ, ഓവേ അച്ഛനോ 9, ഏട്ടന്മാരോ 5, ആവൂ അനിയന്മാരോ 6. ഓ അല്ലാത്ത ജാതി. അങ്ങനെയൊക്കെ ഉണ്ടാവും. പണമുണ്ട്, പ്രതാപമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് പാഞ്ചാലിയിലെപ്പെട്ടത് ഭർത്താക്കന്മാർ മഹായോഗ്യന്മാർ. അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ പാഞ്ചാല രാജാവിന്റെ പേര് പറയാൻ പേടിയാണ്. അത്ര വീരൻ. സഹോദരനൊരുത്തൻ പറയണ്ട, ധൃട്ടദ്യുമ്നൻ. 9 ഒന്നല്ല, കുറെ ഉണ്ട്. ആലോചിച്ചു. ഇത്രയൊക്കെ യോഗ്യത വലിയ രാജ്യത്തെ പണ്ട് മഹാരാജാവിന്റെ മരുവളൂട്ടി. സാധാരണ വല്ല കുടുംബത്തേക്കല്ല, വലിയ രാജാവിന്റെ മരുമകളാണേ. അങ്ങനെ ഇത്രയൊക്കെ തറവാട്ടിത്തം പേരും. എന്നിട്ട് ഒന്നും ഇല്ലാണ്ട് നിൽക്കേണ്ടി വന്നു. ഭഗവാനെ എന്താ ചെയ്യല്? അങ്ങനെ നിൽക്കുമ്പോഴാണ് പാഞ്ചാലി ഇങ്ങനെ വിഷമിക്കും. ഭീമസേനനൊക്കെ അടിമയായി പോയിച്ചാലും ഭീമസേനൻ അങ്ങോട്ട് പോകും. ഭീമസേനൻ ഇങ്ങനെ അരിശങ്ങോട്ട് കയറിയിട്ട് പല്ലിങ്ങനെ കട്ടിക്കണ ഒച്ച കേട്ടാൽ നമ്മുടെ ആ ബേക്കഞ്ചിന് ഓട്ടോറിക്ഷ കയറ്റം കയറുന്ന മാതിരി ഉണ്ട്. കട്ട 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 പല്ലിങ്ങനെ കട്ടിക്കണേ, കട്ടിച്ച് തീർക്കണേ. അരിശ അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ ഭീമസേനൻ ആ സഭയെന്ന് അങ്ങോട്ട് സത്യം ചെയ്തു, ഹേ ദുര്യോധന, പാഞ്ചാലിയുടെ നേരെ നീ ഏതൊരു കാലിന്റെ തൊട കാണിച്ചിട്ടാണോ ഇങ്ങനെ അശ്ലീലം പറഞ്ഞ് തട്ടിയത്, ആ കാലിന്റെ തൊട ഞാൻ എന്റെ ഗതയുടെ തല്ലി ഞാൻ തകർക്കും. ആര് സത്യം ചെയ്തു? ഭീമസേനൻ. നമ്മളച്ച സത്യം ചെയ്യില്ല, നമ്മൾ അവിടെ തന്നെ ചിലപ്പോ തകർത്തു പോയി എന്നൊക്കെ വരും. ഇത് ശരിയല്ലേ? അത് ആരാ സഹിക്കുക? അതൊക്കെ സഹിക്കുക. നമ്മളപ്പോ അതൊക്കെ നോക്കുവോ? നമ്മള് അമ്മയും എനിക്ക് എടുത്തിയോ അനിയത്തിയോ ഭാര്യയോ നമ്മുടെ ആരെങ്കിലും സ്ത്രീകൾ നമ്മുടെ വേണ്ടപ്പെട്ട അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? നമുക്കും ഉണ്ടാവില്ലേ? അമ്മ ഉണ്ടാവും, അനിയത്തിമാരോ ചേച്ചിമാരോ അല്ലെങ്കിൽ ഓപ്പളമാരോ അല്ലെങ്കിൽ ഭാര്യയോ ആരെങ്കിലും ഇട്ട് പോണ സമയത്ത് നമ്മുടെ കൂടെയുള്ള സ്ത്രീ വേറെ ഏതെങ്കിലും ഒരുത്തിനും ഉപദ്രവിക്കുന്ന എന്ത് ചെയ്യും? മാറി നിൽക്കുവോ? ഒന്നുമില്ലെങ്കിൽ ആ റോഡമത്തെ കരിങ്കെല്ലാം ഉണ്ടെങ്കിലും മറ്റേ തലമണ്ട കുത്തി പൊട്ടിക്കില്ലേ? ഇല്ലേ? ചെയ്യില്ലേ? അന്തസ്സുള്ളവർ ചെയ്യില്ലേ? നിയമം നോക്കുവോ? നമ്മളപ്പം നോക്കുവോ? നമ്മുടെ നേരെ എടുത്ത് അങ്ങനെ വടിയായിട്ട് വരാം എന്ന് വെച്ചാൽ മെല്ലെ തല്ലണേ എന്നാ പറയുക. അവന്റെ കയ്യിൽ നമ്മൾ തല്ലി ഒടിക്കില്ലേ ഇതിന് മുമ്പ്? ഇല്ല, പിന്നെ എന്തിനാ നമ്മൾ ഈ ആണുങ്ങളത് പറഞ്ഞ് നടക്കണത്? ഇല്ലേ? ശരിയല്ലേ? ഇത് ഭീമസേനൻ സത്യം ചെയ്തു, അടിച്ച് ഞാൻ ആ കാലിന്റെ തുറ പൊട്ടിക്കുന്നു. അതാണ് 1. 2 അത് കഴിഞ്ഞു. പാണ്ഡവന്മാര് കാട്ടിക്ക് പോലൊക്കെ കഴിഞ്ഞു വനവാസം ചെയ്ത് പാണ്ഡവന്മാർ ഇരിക്കുന്ന കാലത്ത് ഹസ്തിനാപുരം രാജധാനിയിലേക്ക് മൈത്രേയ മഹർഷി എന്നൊരു മഹർഷി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇതൊക്കെ ഇതൊന്നും ഇവിടെ പറഞ്ഞതല്ല, ഇവിടുത്തെ മനസ്സിലാവണമെങ്കിൽ ഇത് കൂടി ധരിച്ചാലേ മനസ്സിലാവുള്ളൂ. മൈത്രേയ മഹർഷി എന്ന് പറയും. ഈ മൈത്രേയ മഹർഷി കൊട്ടാരത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹം ദുര്യോധനെ അടുത്തേക്ക് വിളിച്ചു. ദുര്യോധന,
നന്നായില്ല, ചെയ്യാൻ പാടില്ലായിരുന്നു, പാണ്ഡവന്മാരെ ഉപദ്രവിച്ചത് നന്നായില്ല കേട്ടോ, കുറച്ച് ഗുണദോഷിക്കലുണ്ടായി. ഈ ഗുണദോഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നല്ലത് പറഞ്ഞു കൊടുക്കുക, ദോഷം പറഞ്ഞു കൊടുക്കുക, ചെയ്യരുതെന്നും പറയുക. നന്മയും തിന്മയും വകതിരിച്ച് കാണിച്ചു കൊടുത്തിട്ട് വെളിച്ചുണ്ടാക്കണതിന്റെ പേരാണ് എന്താ? ഗുണദോഷിക്കല്. അങ്ങനെ ഗുണദോഷിച്ചു. എന്നാലും ഇപ്പൊ ആരെങ്കിലും വന്ന് നമുക്ക് ഗുണദോഷിച്ച് നല്ലത് പറഞ്ഞു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കില്ല. എന്നാലും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മര്യാദയിൽ കേൾക്കുക. അതല്ലേ ഒരു അന്തസ്സ്. ശരിയല്ലേ? ഇവിടെ എന്തുണ്ടായെന്നറിയോ? ദുര്യോധനന്റെ നേരെ നോക്കിയിട്ട് മൈത്രേയ മഹർഷി ഈ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ സമയത്ത് ദുര്യോധനൻ എന്ത് ചെയ്തു വെച്ചാൽ കയ്യെ ഇങ്ങനെ കാലിന്റെ തുടയുമ്പോൾ തട്ടിയിട്ട്, എന്താർത്ഥം? കാർന്നവരെ ഇതൊക്കെ എത്ര കേട്ടതാ, കാർന്നവരെ എന്താ ഒരു പുച്ഛം. ആർക്ക്? കാലിന്റെ തുടയുമ്പോൾ തട്ടി പുച്ഛിച്ചു, നിന്ദിച്ചു. ആര്? ദുര്യോധനൻ. ഇതിങ്ങടെ കണ്ടപ്പോ മൈത്രേയ മഹർഷിക്ക് സഹിച്ചില്ല. മൈത്രേയ മഹർഷി പറഞ്ഞു, ഹേ ദുര്യോധന, നിനക്ക് നന്മയുണ്ടാവാനായിട്ട് നല്ല വർത്തമാനങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പം ആ നല്ല വർത്തമാനങ്ങൾ നീ കാലിന്റെ തുടയമ്പിൽ തട്ടിയിട്ട് അപമാനിച്ച് പുച്ഛിച്ച് നിന്ദിച്ച് പുറംകാലുകൊണ്ട് തട്ടിക്കളയല്ലേ ചെയ്യണത്, ദുഷ്ടത കാണിച്ചിട്ട്. അതുകൊണ്ട് എന്റെ വാക്കുകളെ നിന്ദിക്കാൻ നീ കാലിന്റെ തുടയമ്പ് തട്ടിയിലോ ദുഷ്ട. ആ കാലിന്റെ തൊട്ട ഭീമസേനന്റെ ഗതയുണ്ട് തകർന്ന് തരിപ്പണായിട്ട് പോട്ടെ. ആര് ശപിച്ചു? മൈത്രേയര്. അങ്ങനെ 2 സമ്പാദ്യം ആ തുടയമ്പലുണ്ട്. ഏതാ 2 സമ്പാദ്യം? ഒന്ന് ഭീമസേനന്റെ പ്രതിജ്ഞ, 2 മൈത്രേയരുടെ ശാപം. ഇത് രണ്ടും കൂടി അതുകൊണ്ടാ തല്ലി. ഇപ്പൊ മനസ്സിലായില്ലേ? ഭീമസേനൻ കാലിന്റെ തുടക്കി തല്ലിയറന്നില്ല വെച്ചാൽ നമ്മളൊരു മുട്ടിയായിട്ട് പോയിട്ട് നമ്മള് തല്ലിപ്പോവും ഇല്ലേ? അത്രയ്ക്ക് സ്ത്രീകളുടെ നേരെ അത്യാചാരം കാണിച്ചവനാണ് ആര്? ഈ ദുര്യോധനെ. ആ കാരണത്താലാണ് കാലിന്റെ അത്ര തല്ലി പൊട്ടിച്ചത്. അപ്പോഴേക്ക് ഈ ദുര്യോധനന്റെ മുമ്പിൽ വന്നിട്ട് താണ് വീണ് കേണിട്ട് കുറെ നിലവിളിച്ചു. ആര്? അശ്വത്ഥാമാവ്. ഒന്നാലും അങ്ങനെ ഇങ്ങനെ വീഴ്ത്തിയില്ലേ, അതുകൊണ്ട് പാണ്ഡവന്മാരെ കൊന്നിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നൊക്കെ ആരിങ്ങനെ പറഞ്ഞു കുറെ നേരമായിട്ട് ഈ അശ്വത്ഥാമാവ്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ഗുരുപുത്രൻ ചാര? അശ്വത്ഥാമാവിനെ വിളിച്ച പേരാണ് ഗുരുപുത്ര. അതെന്താ വെച്ചാലേ നോക്കൂ, ഞാൻ പറയാം. നോക്കൂ, ഇതിനൊന്നും പുറപ്പെടണ്ട. എന്തായാലും പാണ്ഡവന്മാര് ജയിച്ചു, ഞാനാണെങ്കിൽ മരിച്ചു. മരിച്ചു വെച്ചാൽ മരിച്ചിട്ടില്ല. സമയം നോക്കല്ലേ വേണ്ടു. ഇനി എന്തിന്? സംഗതി മരിച്ചു, സമയം നോക്കുക വേണ്ട. എപ്പോഴത് പോയത്? ഒടുക്കത്തേത് ശരിയല്ലേ? ഇത് ആ മരണം ഉറപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാനോ ഈ നിലയിലായി. പാണ്ഡവന്മാര് ജയിച്ചു, ജയിച്ചവര് ഭരിക്കട്ടെ. എന്തായാലും സമ്മതിച്ചില്ല അശ്വത്ഥാമ. പാണ്ഡവന്മാരെ കൊല്ലും. ആര് വാശി പിടിച്ചു? അശ്വത്ഥാമാവ്. വീണ്ടും പറഞ്ഞു, ഒടുക്കം പറഞ്ഞു, ഗുരുപുത്ര, ഈ യുദ്ധം കൊണ്ടൊന്നും ആർക്കും ഒന്നും നേടാൻ സാധ്യമല്ല എന്നാര് പറഞ്ഞു? ദുര്യോധനൻ അശ്വത്ഥാമാവിനോട്. നോക്കണേ, എന്താ പറഞ്ഞത്? യുദ്ധം കൊണ്ടൊന്നും ആർക്കും ഒന്നും നേടാൻ സാധ്യമല്ല. നോക്കൂ, ഈ കാലിന്റെ തൊട പൊട്ടിത്തകർന്നതിന്റെ ഒരു നിമിഷം മുൻപ് വരെ നാട്ടിൽ മൂക്ക് കീഴ്പെട്ടായിട്ടിരുന്ന കൂട്ടരൊക്കെ ദുര്യോധനെ ഉപദേശിച്ചതാണ്. എന്ത്? ദുര്യോധന, യുദ്ധം കൊണ്ടൊന്നും ആർക്കും ഒന്നും ഈ ലോകത്ത് നേടാൻ സാധിക്കില്ല എന്ന്. പക്ഷെ അന്ന് ദുര്യോധനന് അത് മനസ്സിലായില്ല. ഇപ്പൊ കാലിന്റെ തുടയമ്പിൽ കിട്ടേണ്ടത് കിട്ടിയപ്പം ദുര്യോധനന് തോന്നി. ശരിയല്ലേ ഇത്? അശ്വത്ഥാമാവ് പറയണു എന്താ? പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്യണമെന്ന്. അപ്പൊ ഉപദേശിക്കണോ യുദ്ധം കൊണ്ടൊന്നും ആർക്കും ഒന്നും നേടാൻ സാധ്യമല്ല എന്ന്. പക്ഷേ അശ്വത്ഥാമാവിന് അത് തോന്നണില്ല. എന്താ കാരണം? അശ്വത്ഥാമാവിന് കാലിന്റെ തുടയമ്പ് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല. ഇവന് കിട്ടുമ്പം അവനും ഈ കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നുള്ളൂ എന്നുള്ളത് വല്ലാത്ത ജാതി ബുദ്ധിയാ. അതാദ്യം മനസ്സിലാക്കിയിട്ട് കിട്ടേണ്ടത് ഒഴിവാക്കണമെന്നല്ലേ ബുദ്ധിമാൻ. ഇങ്ങനെ അശ്വത്ഥാമാവ് അവിടെ നിന്നിട്ട് വാശി പിടിച്ചു. ഒടുക്കം നമ്മുടെ ഈ ദുര്യോധനൻ അശ്വത്ഥാമാവിനോട് പറഞ്ഞു, എന്നാ ശരി, അങ്ങനെ ആവട്ടെ എന്ന്. അങ്ങനെ അവിടുന്ന് എന്ത് ചെയ്തു? അശ്വത്ഥാമാവ് ഊരി പിടിച്ച വാള് ഇട്ട് പാണ്ഡവന്മാരെ കൊല്ലാൻ പുറപ്പെട്ടു. അശ്വത്ഥാമാവിന് തോന്നി, ഈ 11 അക്ഷൗഹിണി പട്ടാളക്കാരുടെ കൂടെ കൂടിയിട്ട് പാണ്ഡവന്മാരെ കൊല്ലാൻ നോക്കിയിട്ട് പാണ്ഡവന്മാരുടെ ഒരു രോമത്തിന് പരിക്ക് പറ്റിയിട്ടില്ല. പിന്നെ അപ്പൊ ഒറ്റയ്ക്ക് പോയിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ ചിന്തിച്ചു, സന്ധ്യാസമയായി. അപ്പൊ ആ വഴിവക്കത്ത് ഒരു ദിക്കിൽ ഒരു ആൽമരത്തറയുണ്ട്. അൽത്തറ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ആൽത്തറയുമ്പോൾ അവിടെ എങ്ങനെ കയറി അങ്ങനെ കിടന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാൻ കിടന്നതല്ല. ഉറങ്ങാൻ നമ്മൾ പോലെ ഇല്ലേ കിടക്കുക. ഇതങ്ങനെയല്ല ഉണ്ടായത്. ഇത് അങ്ങനെ മലർന്ന് ഇങ്ങനെ കിടന്നിട്ട് ഈ തലയുടെ ഇവിടെ ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ മടക്കി വെച്ചിട്ട് മറ്റേ കാലിന്റെ മുട്ടുമ്പിൽ ഈ കാലിന്റെ പത്തി കയറ്റി വെച്ചിട്ട് നമ്മൾ അങ്ങനെ കിടക്കില്ലേ?
എന്തിനാ അങ്ങനെ കിടക്കണേ? ഉറങ്ങാനല്ല. ഉറങ്ങാൻ നമ്മൾ ഇതെന്തിനാ എങ്ങനെ കിടക്കണത്? അതെ ചിന്തി. നമ്മൾ ഈ ഊണൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ പൂമുഖത്തെ പടിയുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും, ഭൂമി എങ്ങനെ ഉരുണ്ട് പോയി. ഈ ഊണഴിക്കണവരെ നമുക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടാവില്ല. ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പടിയുമ്പോൾ കിടക്കുമ്പോൾ ജാതി ചിന്തയൊക്കെ വരികയും ചെയ്യും. എന്ത്? ഭൂമി അങ്ങനെ ഉരുണ്ട് പോയി. വല്ലാത്ത ചിന്തയാണ്, ശരിയല്ലേ ഇത്? അതാണ്. അപ്പൊ അതുപോലെ വല്ലാതെ ചിന്ത ഉണ്ടാവുമ്പോൾ ചിന്തിച്ചു എന്ന അർത്ഥം. അപ്പൊ ഇങ്ങനെ അഥവാ അലിന്റെ മോളിൽ സന്ധ്യ കഴിഞ്ഞ് രാത്രി ആവുമല്ലേ, രാത്രിയിൽ ഇങ്ങനെ കാക്കോള് ഇങ്ങനെ ചത്ത് കാക്കോള് കൂട് കൂട്ടിയമാരാണ്. അതിന്റെ മുന്ന് കാക്കോള് ചത്ത് വീഴുകയാണേ. അപ്പൊ ഈ അശ്വത്ഥാമാവ് എന്താ ഈ കാക്കോള് ബഹളം കൂട്ടി ചത്ത് വീഴാൻ നിരീക്ഷിച്ച് വേഗം എടുത്ത് എന്നിട്ട് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ എന്ത് കണ്ടു? മൂങ്ങ പറഞ്ഞാൽ മനസ്സിലാവുമോ? അവിടേക്ക് എന്താ പറയുന്നത്? മൂങ്ങ തന്നെയല്ലേ? ഭാഗ്യം. ഈ മൂങ്ങ എന്ന് പറഞ്ഞ ജന്തു രാത്രി കണ്ണ് കാണാത്ത കാക്കോളെ കൊന്നു വീഴ്ത്തുകയാണേ. ഈ മൂങ്ങയ്ക്ക് രാത്രി കണ്ണ് കാണുള്ളൂ, കാക്കയ്ക്കോ രാത്രി കാണും. ഈ മൂങ്ങയുടെ കുടുംബത്തിൽ രാവിലെ 7 മണിക്ക് പത്രം വരും, എന്നാലും മൂങ്ങ രാത്രി 9 മണിക്ക് വായിക്കുള്ളൂ. എന്താ കാരണം? ഇതൊന്നും ഇരുട്ടായാലേ ഇതൊന്നും തെളിയുള്ളൂ. ഏത് അക്ഷരം അതുവരെ മങ്ങലാണ്. നട്ടുച്ചയ്ക്ക് ആർക്ക് എന്തായാലും ഓരോന്നിന്റെ കഥ. കാക്കയ്ക്കാച്ച പകലേ കഥയുള്ളൂ, മൂങ്ങയ്ക്കാച്ച രാത്രിയുള്ളൂ. മറ്റുള്ള പരസ്പര ശത്രുക്കളുമാണ്. അപ്പൊ ഈ പകലുണ്ടായി എന്തോ ഒരു സന്ധ്യയ്ക്ക് മൂങ്ങ രാത്രിയിൽ ഉറങ്ങണ കാക്കോളെ കൊത്തി വെട്ടിയും കൊന്നു വീഴ്ത്തുകയാണേ. ഇതാണ് ആര് കണ്ടത്? അശ്വത്ഥാമനൊരു വിവരം കിട്ടി. എന്താ? ചതിയന്മാര് ഈ ജാതി സമ്പ്രദായത്തിൽ ചതിച്ചു കൊല്ലണം. അവിടെ നിന്ന് ഊരി പിടിച്ച വാളുമായിട്ട് പാണ്ഡവന്മാരുടെ പടകുടീരത്തിലേക്ക് ചെന്നു. പടകുടീരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക ഇല്ലല്ലേ? ശവകുടീരം എന്ന് കേട്ടിട്ടുണ്ടോ? അത് പടകുടീരം കഴിഞ്ഞാലാ മനസ്സിലാവണ്ടല്ലേ? ആ പടകുടീരം അതങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പടകുടീരം എന്നൊക്കെ പറഞ്ഞാലേ യുദ്ധം ചെയ്യാനായിട്ട് വന്ന് താമസിക്കുമ്പോൾ തൽക്കാലത്തേക്ക് താമസിക്കാനൊക്കെ കെട്ടിയിട്ടുണ്ടാക്കില്ല. അതിന്റെ പേരാണ് നമ്മൾ പറയും ശിബിരം എന്നാ പറയാം. പറഞ്ഞാൽ മനസ്സിലാവും. ശുദ്ധ മലയാളം പറഞ്ഞ ടെന്റ്. എന്ത് മലയാളം? ഇപ്പോഴത്തെ ശുദ്ധ മലയാളം എന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? അതാ ഇപ്പൊ നമ്മൾ തുണി കൊണ്ടും ശീല കൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടാക്കില്ലേ, കുറച്ച് ദിവസത്തേക്ക് കഴിഞ്ഞാൽ അഴിച്ചു കൊണ്ടുപോകും ചെയ്യും. യുദ്ധം കഴിയുന്നത് വരെ വേണം, അത് കഴിഞ്ഞ് അഴിച്ചു കൊണ്ടുപോകുക എന്നുള്ള മട്ടില് അങ്ങനെ കെട്ടി. അപ്പൊ ഈ ശിബിരത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ശിവളെ പൊരി പിടിച്ച വാളുമായിട്ട് അശ്വത്ഥാമാവ് അങ്ങോട്ട് കയറി വന്ന സമയത്ത് പാണ്ഡവന്മാരെയൊക്കെ കൊല്ലാനാ വന്നത്. നോക്കുമ്പോ പാണ്ഡവന്മാരെ 5 പേരും കാണാൻ പറ്റിയില്ല. അതിന്റെ ഉള്ളില് പാണ്ഡവന്മാരെയും കണ്ടില്ല. അശ്വത്ഥാമാവ് നോക്കി, കലശലായിട്ട് നോക്കി, ശ്രീകൃഷ്ണ ഭഗവാനെയും കണ്ടില്ല. പിന്നെ നോക്കിയപ്പോൾ 5 മുറിയിൽ പാഞ്ചാലി പുത്രന്മാർ 5 പേര് കിടക്കണുണ്ടോ. പാഞ്ചാലിക്ക് പാണ്ഡവന്മാരെ ഓരോരുത്തരായിട്ട് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്ന് പറഞ്ഞ 5 പേരുണ്ടല്ലോ. ഈ 5 പേരിലായിട്ട് ഓരോരോ പുത്രന്മാരുണ്ടായിരുന്നു. അവരവര് പ്രതിവിന്ധ്യൻ, ശുതസോമൻ, ശുതകീർത്തി, ശുതകർമാവ്, ശതാനീകൻ എന്ന് പറയും 5 പേര്. ഈ 5 പുത്രന്മാരും മഹാകേമന്മാരാണ്. ഭാരതത്തിൽ പറയും സർവയേവ മഹാരഥാഹ, എല്ലാവരും മഹാരഥന്മാരാണ്. എന്തേ മഹാരഥൻ എന്ന് പറഞ്ഞാല്? മഹാരഥൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തിൽ ഡിഗ്രിയാ. ആ ഡിഗ്രി പറഞ്ഞാൽ ഇന്നത്തെ മാതിരി ഇന്നിപ്പോ ഡിഗ്രിയൊക്കെ പേരുമ്പോഴുണ്ടാവും. ഇവരെ വേറെ വല്ലവരും ചോദിക്കേണ്ടി വരും. ആചാര്യ ഡിഗ്രി അല്ല. മഹാരഥൻ എന്ന് പറഞ്ഞ അർത്ഥം നോക്കൂ, ഒറ്റയ്ക്ക് 10,000 പേരോട് യുദ്ധം ചെയ്യാൻ മിടുക്കുള്ള ആളുടെ പേരാണെന്ത്? വല്ല കഥയുണ്ടോ? വെറുതെ പറയുന്ന പേരുണ്ട്. മഹാരഥൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് 10,000 പേരോട് ആയുധമേന്തി നിൽക്കണ 10,000 പട്ടാളക്കാരോട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളെയാണ് എന്ത് പറയുക? മഹാരഥൻ. ഇവരൊക്കെ അങ്ങനെയുള്ളവരാണേ. ഇവര് പാവം കിടന്നുറങ്ങില്ലേ. ഈ പുത്രന്മാർ 5 പേരും കിടന്നുറങ്ങുന്ന സമയത്ത് അശ്വത്ഥാമാവ് വന്ന് 5 പേരെയും വെട്ടി അങ്ങോട്ട് കൊന്നു. അതപ്പോ ഉണ്ടായത് 5. എന്തായാലും എത്ര വീരനായിട്ടും ശൂരനായിട്ടും പരാക്രമിയായിട്ട് എന്താ കാര്യം? ഉറങ്ങുമ്പോ വെട്ടിയാൽ മരിക്കില്ലേയുള്ളൂ. മരിച്ചുപോയി. 5 പേരെയും കൊന്നു. 6ാമത്തെ മുറിയിലേക്ക് ചെന്നു. 6ാമത്തെ മുറിയിൽ ഒരുത്തൻ കിടന്നുറങ്ങുന്നുണ്ട്. അവനെ ഇങ്ങോട്ട് കണ്ടപ്പോഴേക്ക് അശ്വത്ഥാമാവിനെ ഇങ്ങോട്ട് കോപം അങ്ങോട്ട് നൊരഞ്ഞ് ബുദ്ധി അങ്ങോട്ട് വന്നു. ആരാ നിശണ്ടോ? അത് നമ്മുടെ പാഞ്ചാലിയുടെ സഹോദരൻ ധൃഷ്ടദ്യുമ്നനാ കിടക്കുന്നത്. ധൃഷ്ടദ്യുമ്നെ അറിയോ? യുവ ദ്രോണാചാര്യരെ കൊന്നത് ആരാണ്? ധൃഷ്ടദ്യുമ്ന. ധൃഷ്ടദ്യുമ്നൻ ആരാ നിശണ്ടോ? പാണ്ഡവന്മാരുടെ ഭാര്യ പാഞ്ചാലിയുടെ സഹോദരനാണ് ആര്? ധൃഷ്ടദ്യുമ്നൻ. മാത്രല്ല പാണ്ഡവന്മാരുടെ ഈ 7 അക്ഷൗഹിണി പട്ടാളത്തിന്റെ പടത്തലവന്മാരിൽ ഒരാളും കൂടിയാണ് ആര്? പാണ്ഡവ പടത്തലവനാണ് വാസ്തവത്തിൽ ധൃഷ്ടദ്യുമ്നൻ. ആള് കേമനാണ്. ഭാര്യയുടെ സഹോദരൻ മാത്രല്ല, എന്തും കൂടിയുണ്ട്. ഇവിടെ സ്ഥാനം കൊണ്ടും സർവ്വസൈന്യാധിപനാണേ. അദ്ദേഹം അശ്വത്ഥാമാവ് ഇങ്ങോട്ട് നോക്കി ധൃഷ്ടദ്യുമ്നെ കണ്ടപ്പോഴേക്ക് ഇങ്ങനെ നൊരഞ്ഞ് പൊന്തി വന്ന്. എന്താ വെച്ചാൽ തന്റെ അച്ഛനെ കൊന്ന ദുഷ്ടനാ കിടക്കണതേ. അശ്വത്ഥാമാവ് ധൃഷ്ടദ്യുമ്നന്റെ കുട്ടുമയ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു. ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പൊ സൗകര്യം പോലെ പിടിക്കാം. കുട്ടുമയ്ക്ക് പിടിച്ചു വലിച്ച കട്ടിലിന്റെ താഴേക്ക് അങ്ങോട്ട് ഇട്ടു. ഇട്ട കഴുത്തിനെ അങ്ങോട്ട് ചവിട്ടി. കഴുത്തിന് ചവിട്ടിയാൽ നമ്മൾ എങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ കണ്ണ് തുറക്കണം, നിർബന്ധ. അത് കഴുത്തിന് ചവിട്ടിയാൽ നമ്മൾ കണ്ണ് തുറക്കേണ്ടി വരും. ഞാൻ ഉറങ്ങുന്നൊന്നും പറയാൻ പറ്റില്ല.
എന്തായാലും തുറക്കണ്ടി. തുറന്നു. കണ്ണ് തുറക്കുക എന്ന് മാത്രമല്ല, കണ്ണ് ത്രശ ഉണ്ടാവും. നല്ലോണം അങ്ങോട്ട് തുറന്നു. കണ്ണ് തുറന്ന് നോക്കിയപ്പം ആരെ കണ്ടു? ധൃഷ്ടദ്യുമ്നൻ മുമ്പില് അശ്വത്ഥാമാവ് നിൽക്കണു. ഊരിപ്പിടിച്ച വാളമ്പെന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ ഇട്ടിട്ടിട്ട് വീണോ. മനസ്സിലായി എന്തിനാ അപ്പൊ വന്നത്? ചവിട്ടി തന്നെ കൊല്ലാൻ പോവുകയാണ്. അപ്പൊ അശ്വത്ഥാമാവനോട് പറഞ്ഞു, ഗുരുപുത്ര, എന്നെ വെട്ടിക്കൊല്ലണേ, ചവിട്ടിക്കൊല്ലരുതേ എന്നും പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ വെട്ടിക്കൊന്നാൽ എന്താ ഗുണം എന്നറിയും? ശത്രുവിന്റെ ആയുധം കൊണ്ട് മരിച്ചാൽ വീരസ്വർഗം കിട്ടുന്ന. എന്താണ് വീരസ്വർഗം? ചവിട്ടിക്കൊന്നാൽ കിട്ടില്ല. എന്തായാലും ഇവിടുത്തേത് പോയി, എന്നാ ഇവിടുത്തേത് പോയി എന്നാ അവിടത്തേതെങ്കിലും നേരിയാക്കുക. നിരീച്ചിട്ടാണ് വെട്ടിക്കൊല്ലാൻ പറഞ്ഞത്. ആ ശത്രുവിന്റെ ആയുധം കൊണ്ട് മരിച്ചാലേ കിട്ടുള്ളൂ, ചവിട്ടിക്കൊന്നാൻ കിട്ടില്ലേ? അശ്വത്ഥാമാവ് പറഞ്ഞു, ഏയ് എന്നെ വെട്ടിക്കൊല്ലില്ല. എന്താ കാരണം? വെട്ടിക്കൊന്നാൽ താൻ എവിടെ എത്തും? കുറച്ച് ദിവസം കഴിഞ്ഞാല് താൻ വെട്ടിക്കൊന്നിട്ടാ താൻ മരിക്കണേച്ചാ താൻ വീരസ്വർഗത്തിൽ വരും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാനും വരും വീരസ്വർഗത്തിലേക്ക്. നമ്മൾ രണ്ടാളും അടുത്തടുത്ത് കസാരയിട്ടിരിക്കും. എന്തായാലും മുട്ടയുണ്ട് ഇങ്ങനെ കുത്താണ്ടിരിക്കാൻ പറ്റുമോ? ഇവിടത്തെ സ്വഭാവമൊക്കെ അവിടെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് താൻ വീരസ്വർഗത്തേക്ക് വരരുത് അത് പറഞ്ഞു അശ്വത്ഥാമാവ്. അങ്ങനെ ഈ ധൃഷ്ടദ്യുമ്നനെ ചവിട്ടി അങ്ങോട്ട് കൊന്നു. ആ ധൃഷ്ടദ്യുമ്നനും മരിച്ചു. പാണ്ഡവന്മാരുടെ പട്ടകുട്ടീരത്തില് സകലരെയും കൊന്നു, തീ കൊടുത്തു, ഒക്കെ കഴിഞ്ഞ് നശിപ്പിച്ചു. എന്താ അപ്പൊ പറയേണ്ടത്? പക്ഷെ പാണ്ഡവന്മാര് 5 പേരെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയൂ? യുദ്ധം കഴിഞ്ഞ ദിവസം, അന്നത്തെ ദിവസം രാത്രിയായപ്പം, സന്ധ്യയായപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവന്മാരോട് പറഞ്ഞു, പാണ്ഡവന്മാരെ, യുദ്ധമൊക്കെ കഴിഞ്ഞത് കാരണം ഒരു മുഷ്ടിലുണ്ടാവും. എന്താ വെച്ചാൽ കൊല്ലലും ചാവലും രസമല്ല, രണ്ടാമത്തേത് ഒട്ടും രസമല്ല. കൊല്ലണത് പിന്നെയും രസമാണ്, ചാവണത് രസമാവൂ. യുദ്ധത്തിൽ കൊല്ലലും ഉണ്ട് ചാവലും ഉണ്ടല്ലോ, രണ്ടും കൊല്ലണത് പിന്നെ ഒരു രസമില്ലേ? മുഷിഞ്ഞിരിക്കുകയാണ്, മനസ്സ് മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പാണ്ഡവരെ, നമുക്ക് ആ മനസ്സിന്റെ മുഷ്ടിലങ്ങോട്ട് തീർക്കാൻ വന്നോളൂ, നമുക്ക് ഇന്നൊരു പിക്നിക്ക് പോവുക എന്ന് പറയും. എന്തുവാ? നമ്മള് ഉള്ളു ഉഷ്ണിക്കുമ്പോഴാണല്ലോ പോവുക. നിങ്ങളുടെയൊക്കെ പോകും. നിങ്ങളുടെയൊക്കെ ഒന്നും പോണ്ടാട്ടോ, പിന്നെ തിരിച്ചു വരേണ്ട സ്ഥാനം കൂടി നോക്കേണ്ടി വരും ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഒത്തിരി ഉല്ലാസമൊക്കെ ആയിട്ട് പോവില്ലേ? പലയിലേക്ക് തൊഴാൻ പോവുകയില്ല, പലയിലേക്ക് പോകൂലോ. അങ്ങനെ പോവുക. അങ്ങനെ പാണ്ഡവന്മാരെയും കൂട്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുദ്ധം കഴിഞ്ഞ് അന്ന് രാത്രി ഓഖവതി എന്ന് പറഞ്ഞ പുഴയുടെ കരയിലേക്ക് പോയി. ഓഖവതി എന്ന പുഴയുടെ, അതൊക്കെ മഹാഭാരതം, ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. മഹാഭാരതം അതും കൂടി യോജിപ്പിച്ചത് മനസ്സിലാക്കിയാലേ നമുക്ക് ഇവിടുത്തേത് മനസ്സിലേക്ക് ഒന്നും മനസ്സിലാവില്ല. ഇവിടെ കരവരി, മുക്കാവരി, കാൽവരി ഒക്കെ ഉള്ളൂ. അത് മറ്റേത് ഇഷ്ടമുള്ളവരാണല്ലോ വെച്ചിട്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞതേ. അതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ ഓഖവതി പുഴയുടെ കരയിൽ പോയി ഇരിക്കുക കാരണം അന്ന് രാത്രി ആരെ കൊല്ലാൻ കിട്ടിയില്ല? പാണ്ഡവരെയും ശ്രീകൃഷ്ണ ഭഗവാനെയും കിട്ടിയില്ല. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ പാഞ്ചാലി വർത്തമാനം അറിഞ്ഞു, തന്റെ മക്കളെയൊക്കെ കൊന്നു. പാഞ്ചാലി നെഞ്ചത്തടിച്ച് നിലവിളിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് അയ്യോ അർജുനന്റെ അടുത്ത ആളയച്ചു. അർജുനൻ ഓടി വന്നു. പാഞ്ചാലി പറഞ്ഞു, എന്റെ പുത്രന്മാര് 5 പേരെയും വെട്ടിക്കൊന്ന് ദുഷ്ടന്റെ തല വെട്ടിക്കൊണ്ടോന്ന് തെക്കേ മിറ്റത്ത് തെക്കോട്ട് തിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് അവൻ എന്റെ കുട്ടികളുടെ പിണ്ടം കഴിക്കാൻ അവനെ പറയാൻ പോരാന്ന്. സാധാരണ നമ്മൾ അങ്ങനെയല്ലേ ഇരിക്കുന്നത് ഓരോ ക്രിയയ്ക്ക്. ഈ തന്റെ മക്കളെ വെട്ടിക്കൊന്ന ദുഷ്ടൻ അശ്വത്ഥാമാവില്ലേ, അശ്വത്ഥാമാവിന്റെ തല വെട്ടിക്കൊണ്ടുവന്ന് തെക്കേ മിറ്റത്ത് തെക്കോട്ട് തിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് വേണം എന്ത് കഴിക്കാൻ? മരിച്ചുപോയ തന്റെ മക്കളുടെ പിണ്ടം കഴിക്കാൻ. എങ്ങനെയുണ്ട്? അപ്പൊ എത്ര കോപമുണ്ട് പാഞ്ചാലിക്ക്! അസഹ്യമായ കോപം. ഉടനെ അർജുനൻ പുറപ്പെട്ടു അശ്വത്ഥാമാവിനെ പിടിക്കാൻ. അശ്വത്ഥാമാവിനെ പിടിക്കാൻ അർജുനൻ പുറപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് മനസ്സിലായി ഈ പോക്ക് ഗുണമല്ല. ഭഗവാനും പോയി. ആരുടെ പിന്നാക്കം? അർജുനന്റെ പിന്നാക്കം പോയി. അങ്ങനെ പോയി അശ്വത്ഥാമാവാണെങ്കിൽ കൊല്ലും കൊലയും കഴിഞ്ഞു പോയത് വേദവ്യാസാദി മഹർഷീശ്വരന്മാർ ചെന്നിരിക്കുന്ന ആശ്രമല്ലേ, അവിടെ പോയി ഒളിച്ചു. ഇങ്ങനെ കള്ളന്മാർ അങ്ങനെയുള്ള വല്ല സ്വാമിയാരുടെ മഠത്തിൽ പോയിരുന്ന പെട്ടെന്ന് കിട്ടില്ല. താടിയും വെച്ച് പിടിപ്പിച്ച് മറ്റേ കാവിയും ചീറ്റി കുറച്ച് വെണ്ണീരും വാരിയും നെറ്റിയും തേച്ച ഒരു പഴയ മാലയും കഴുത്തിലുള്ള സ്വാമിയാരെ നിരീക്കില്ലേ? കള്ളത്തരം അങ്ങനെയൊക്കെ പതിവില്ലേ? നമ്മുടെ നാട്ടിൽ പതിവില്ലേ? സജ്ജനങ്ങളുടെ ഇടയിൽ പോയിരുന്ന എന്തിരിക്കും? സ്വാമിയാരെ നിരീക്കും. അപ്പോഴേക്ക് അർജുനൻ തന്റെ നേരിയതാ വരുന്നു എന്ന് കണ്ടപ്പോൾ അശ്വത്ഥാമാവ് പേടിച്ചു. കളി കാര്യമായി എന്ന് വിചാരിച്ചു. അശ്വത്ഥാമാവിന് വെപ്രാളം സഹിക്കവയ്യ, പേടിച്ചു വിറച്ചിട്ട് അശ്വത്ഥാമാവ് അർജുനന്റെ നേരെ ബ്രഹ്മാസ്ത്രം അയച്ചു. ബ്രഹ്മാസ്ത്രമായിട്ടും അയച്ചത്. ഈ ബ്രഹ്മാസ്ത്രം അയച്ചപ്പോ അർജുനൻ ഇങ്ങനെ നോക്കി. എന്താ കാരണം? അയ്യോ, ബ്രഹ്മാസ്ത്രം ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് അയക്കാൻ പാടില്ല. ബ്രഹ്മാസ്ത്രം ഒടുക്കം അയക്കില്ല. ബ്രഹ്മാസ്ത്രം അയക്കും എന്ന് പേടിപ്പിക്കുകയുള്ളൂ. നമ്മൾ ഈ ആറ്റം ബോംബൊക്കെ കൊണ്ടുപോയി ഇടുവോ? ഇല്ല. ഡുംട്ടോ കേട്ടാര് പേടിക്കണം? പേടിപ്പിക്കേ പാടുള്ളൂ. കൊണ്ടുപോയിട്ട കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അപ്പൊ അതുപോലെ പേടിപ്പിക്കാനുള്ളൊരു ഭീകര വസ്തുവാണ് എന്താ ഈ പറയുന്നതായ ബ്രഹ്മാസ്ത്രം. അശ്വത്ഥാമാവ് എന്താ ചെയ്തു വെച്ചാൽ അർജുനെ കണ്ടപ്പോഴേക്കും ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് പ്രയോഗിച്ചു. അർജുനൻ പ്രയോഗിച്ചില്ല. എന്താ കാരണം? അർജുനൻ സിലബസ് അനുസരിച്ച് പഠിച്ചവനാണ്. ഇത് ആദ്യം അയക്കാൻ പാടില്ല എന്ന് പഠിച്ചിട്ടുണ്ട. അപ്പൊ അയച്ചില്ല.
അർജുനൻ ഭഗവാനെ നോക്കി എന്താ വേണ്ടതെന്ന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അർജുന, നിന്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ ബ്രഹ്മാസ്ത്രം വരുമ്പോൾ താൻ ഇവിടെ ഇങ്ങനെ തെങ്ങും ചാരി നിന്നാ എന്തുണ്ടാവും? എന്താണ്ടാവുക? കരിഞ്ഞു പോവില്ലേ കുട്ടിയെ? ബ്രഹ്മാസ്ത്രത്തിന് പകരം ബ്രഹ്മാസ്ത്രേ ഉള്ളൂ, അയച്ചോളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ഉപദേശം അനുസരിച്ചിട്ട് ആരയച്ചു? അശ്വത്ഥാമാവിന്റെ നേരെ അർജുനനും ബ്രഹ്മാസ്ത്രം അയച്ചു. 2 ബ്രഹ്മാസ്ത്രങ്ങൾ എങ്ങനെ തൊട്ടു എന്നുള്ള മട്ടായിയെ. അപ്പോഴേക്ക് വേദവ്യാസ ഭഗവാനൊക്കെ ഓടിച്ചാടി നടക്കുകയോ വന്നുണ്ടായി. പിൻവലിക്കൂ 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 എന്ന് പറഞ്ഞു. രണ്ടാളോട് പറഞ്ഞു, അർജുനോടും പറഞ്ഞു, അശ്വത്ഥാമാവിനോടും. ഈ അല്ല അസ്ത്രങ്ങൾ രണ്ടും കൂട്ടി തൊട്ടാൽ എന്താ ഉണ്ടാവുക നിശ്ചണ്ടോ? സാധാരണ കൂട്ടി തൊട്ടാൽ ശുദ്ധന്മാരെ ഒന്ന് കുളിച്ചാൽ മതി, ശുദ്ധാവും. ഒന്ന് കൂട്ടി തൊട്ടാൽ ശുദ്ധാവും, മുഴുവനും ഭസ്മാവും. പിൻവലിക്കൂ പിൻവലിക്കൂ പറഞ്ഞു. അർജുനൻ ഭഗവാനെ നോക്കി എന്താ വേണ്ടതെന്ന്. ഭഗവാൻ പറഞ്ഞു, പിൻവലിച്ചോളൂ എന്നും പറഞ്ഞു. അർജുനൻ പിൻവലിച്ചു. അശ്വത്ഥാമാവിന് ഇത് പിൻവലിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അശ്വത്ഥാമാവിന് ഇത് പിൻവലിക്കാൻ അറിയില്ല. എന്താ കാരണം? അശ്വത്ഥാമാവ് ഇത് വിടുന്നത് പഠിപ്പിക്കുന്ന ക്ലാസ്സിലേ പോയിട്ടുള്ളൂ, വലിക്കണത് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ പോയിട്ടില്ല. നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ എല്ലാ ക്ലാസ്സിലും പോകണുണ്ടല്ലോ, പിന്നെ സ്കൂളിലേക്ക് പോകരുത്. കുറേശ്ശെ പോയ ബുദ്ധിമുട്ടാണ്. ഈ മുറി വൈദ്യൻ, എന്ത് വൈദ്യൻ? മുറി വൈദ്യൻ, മുക്കാൽ വൈദ്യൻ, കാൽ വൈദ്യൻ ഒക്കെ വലിയ കഷ്ടമാണ്. ഒരു വൈദ്യനെ വെച്ചാൽ തിരക്കടില്ല. അവിടെയും ഇവിടെയും ലേശം നിശ്ചലൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. അർജുനൻ മുഴുവൻ പഠിച്ചാളാ, അശ്വത്ഥാമാവ് മുഴുവനും പഠിച്ചിട്ടില്ലേ. അപ്പൊ അശ്വത്ഥാമാവിന് അസ്ത്രം പിൻവലിക്കാൻ ശല്യ. ഒടുക്കം ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ തന്നെ പിൻവലിച്ചു കൊടുത്തു. അങ്ങനെ അശ്വത്ഥാമാവിനെ വരിഞ്ഞു കെട്ടി മുറുക്കി മരത്തിന്റെ മുട്ടി കൊണ്ടുപോകണം മാതിരി തോളത്തേറ്റി കൊണ്ടുപോകുന്നു. പാഞ്ചാലിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുക. പാഞ്ചാലിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ വെറുതെ ഒന്ന് പരീക്ഷിച്ചു. അശ്വത്ഥാമാവിനെ കൊണ്ടുപോകുമ്പോളേ അർജുനോട് പറഞ്ഞു, അർജുന, ഇവനെ കൊല്ലു, ഇവൻ ആതതായിയാണ് പറഞ്ഞു. ഈ ആതതായി എന്നൊക്കെ പറഞ്ഞാൽ നിശ്ചണ്ടോ? ആതതായി എന്നൊക്കെ കേൾക്കുമ്പോൾ വല്യമ്മായി എന്നൊക്കെ പറയും പോലെ തോന്നും. രണ്ട് സാധനമാണേ. ആതതായി എന്ന് പറഞ്ഞാൽ മഹാദുഷ്ടൻ എന്നാണ്. അഗ്നിദോഗരതശ്ചൈവ ശസ്ത്രപാദീ ധനാപഹ ക്ഷേത്രധാരഹരശ്ചൈവ ഷഡേദേഹി ആതതായിന. ഇതാണ് ആതതായിയുടെ ലക്ഷണം. അഗ്നിതൻ വീടിന് തീ കൊടുക്കണം, ഗരതൻ വിഷം കൊടുത്ത് കൊല്ലണോൻ, ശസ്ത്രപാതി വെട്ടിക്കൊല്ലണോൻ. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. ശസ്ത്രപാതി ധനാപഹ, നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കണം. ക്ഷേത്രധാരഹരൻ, ക്ഷേത്രം ഭൂമി മോഷ്ടിച്ച് കൈക്കലാക്കണം, നമ്മുടെ ഭൂമിയെ. ദാരം ഭാര്യയെ ഉപദ്രവിക്കണം. ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ ആ ചെയ്ത പാപിക്ക് പറയുന്ന പേരാണ് എന്ത്? ആതതായി. അതുകൊണ്ട് പഴയ കാലത്തൊരു നിയമമുണ്ട്. ആ നിയമം എന്നറിയോ? ആതതായി നമഹയാന്തം ഹന്യാദേവാ വിചാരയന്. ആതതായിയാണ് മുമ്പിക്ക് വരണത് എന്ന് കണ്ടാൽ ആ വന്ന ആതതായി ഹന്യാദേവ കണ്ടതിക്കുന്നു കൊന്നോളണം എന്നാണ്. രണ്ടാമത് ചിന്തിക്കുക. ഇന്നത്തെ മാതിരി ജയിലിലിട്ടിട്ട് മൂരിക്കുട്ടന്റെ മാതിരി വളർത്തുന്നില്ല. അന്ന് ദുഷ്ടനെ കണ്ടതിക്കുന്ന ഇങ്ങോട്ട് കൊല്ലും. ഇപ്പൊ ഓരോന്ന് കണ്ടിട്ടില്ല. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങനെ പോയാൽ ഇങ്ങോട്ട് വരുമ്പോ സിനിമാ നടന്മാരൊക്കെ അങ്ങോട്ട് പിന്നാക്കാൻ നിൽക്കണം. സുന്ദരനായിട്ട് നല്ല കാളക്കൂറ്റിന്റെ മാതിരി വരുന്നത്. ഹരീഷ് അങ്ങനെ കയറുന്നത് കാണുമ്പോ ഇതിനെയൊക്കെ പോറ്റണത് ഇല്ലേ? ശരിയോ തെറ്റോ? കണ്ടിട്ടില്ലേ? ഓരോന്ന് പത്രത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെ കാരണം ആരാ പോണേ? അങ്ങനെയൊന്നും പണ്ട് പതിവില്ലേ. പണ്ട് ദുഷ്ടനാണോ? കഴിഞ്ഞു തെങ്ങിന്റെ ചോട്ടിക്ക് അങ്ങോട്ട് ഇടും, ഇങ്ങനെ വളവട്ടിച്ചിട്ട്. ശരിയോ തെറ്റോ? അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് കുറച്ച് ആശ്വാസം ഉണ്ടാവും. ഇന്നിപ്പോ എന്ത് ചെയ്താലും ആർക്കും ഏതോ ഒരു പാവപ്പെട്ട പിച്ചക്കാരനെ കുത്തി കൊന്നു. പോലീസ് എന്തിനാണ് നീ ആ പാവത്തിനെ കുത്തി ഒന്നുമില്ല, ഇവിടത്തേക്കാൾ സുഖം ജയിലില്ലെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഉണ്ടായത്? അത് പത്രം വായിച്ചിട്ടില്ലേ? ഇപ്പോഴൊന്നല്ല, കുറച്ച് മുമ്പ്. ഇപ്പണ്ടോന്ന് ശരിയ എന്നുവെച്ചർത്ഥം അങ്ങനെയൊക്കെയാണ് ലോകത്തിൻ്റെ ഒരു കഥ. ഇവിടെ പറഞ്ഞത് എന്താ ചോദിച്ചാൽ, ആതതായിയാണ് കൊന്നോളം. അർജുനൻ കൊന്നില്ല. എന്താ കാരണം? ഈ അർജുനന്റെ കയ്യിൽ താൻ പണ്ട് കൊടുത്ത ഭഗവത്ഗീതയൊക്കെ ഉണ്ടോ ഒന്ന് സംശയം തീർക്കാനാ ഭഗവാൻ പരീക്ഷിച്ചതാ. ഒന്നില്ല. പിടിച്ചു വലിച്ച് കെട്ടിക്കൊണ്ടുവന്നു പാഞ്ചാലിയുടെ മുമ്പിലേക്ക് കൊണ്ടു. പാഞ്ചാലി എന്താ പറഞ്ഞത്? ഇവനെ വെട്ടി തലയെടുത്ത് കൊണ്ടുവന്നു അങ്ങനെ പറഞ്ഞ. പാഞ്ചാലി ഇത് കേട്ടപ്പം ഇവരെ കണ്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നു. ധർമ്മജ്ഞ മഹാഭാഗ്യ. എന്തായി കാണിക്കണേ നിങ്ങള്? അതന്നെ, എന്തപ്പോ കാര്യപ്പോ കൊണ്ടുവന്നു മുമ്പിലേക്ക്? ഹരിതേ എന്ത് മാരോദീ. എന്താ പറയുന്നത്? മാരോദീ അസ്യ ജനനി ഗൗതമീ പതിദേവത യഥാഹം മൃതവത്സാർത്ത ജ്യോതിമ്യശ്രുമുഖീ മോഹോ. എന്താ പറഞ്ഞത്? മാരോദീ അസ്യ ജനനി ഗൗതമീ പതിദേവത. അസ്യ ജനനി പതിദേവത ഗൗതമി മാരോദി. ഇദ്ദേഹത്തിന്റെ അമ്മയുണ്ടല്ലോ, പതിവ്രതാമണിയായിരിക്കണേ ആ ഗൗതമി, ദ്രോണാചാര്യരുടെ ഭാര്യ, അശ്വത്ഥാമാവിന്റെ അമ്മ. ആ അമ്മ മാരോദിയിൽ കരയാനിട വരാതിരിക്കട്ടെ. എന്താ കാരണം? യഥാഹം, എന്നെ നോക്കൂ, ഞാൻ എങ്ങനെയാ? മൃതവത്സ ആർത്ത രോദിമി അശ്രുമുഖീ മോഹോ. മക്കളൊക്കെ മരിച്ച കഷ്ടത്തിലായി.
ദുഃഖക്കടലിന്റെ നടക്ക് മുങ്ങിത്താണ് നരകിച്ച് നിലവിളിച്ച് കണ്ണീരോടുകൂടി അലമുറയിട്ട് കരയണ എന്നെ കാണുന്നില്ലേ ഇവിടത്തേക്ക്? കാണുന്നില്ലേ? എന്തിനാ ഞാൻ കരയണത്? എന്റെ മക്കള് മരിച്ചതിന്റെ ദുരിതം കൊണ്ടാണ്. എന്റെ മക്കളെ കൊന്നവനാണ് ഈ ദുഷ്ടൻ. പക്ഷെ ഇവനെ കൊന്നതുകൊണ്ട് എന്റെ മക്കള് തിരിച്ചു വരുമോ? വരില്ല എന്ന് മാത്രല്ല, ഇപ്പൊ ഞാൻ എന്റെ മക്കള് പോയി വേവലാതി കൊണ്ടാ കരയണത്. ഇദ്ദേഹത്തെ കൊന്ന എന്തുണ്ടാവും? ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും കൂടി കരയാറ്. ഒരമ്മയെ കരയണുള്ളൂ, ഇത് കഴിഞ്ഞാൽ രണ്ടെണ്ണം കരയാറാവുന്നു. അതുകൊണ്ട് അരുത്. ഇനി ഒരമ്മ കരയാൻ ഇടയുണ്ടാവരുത്. എന്താല്ലേ പാഞ്ചാലി എന്നൊക്കെ പറഞ്ഞ ആരാ? ഒരമ്മയ്ക്ക് വേറൊരമ്മയുടെ വേദന മനസ്സിലാവുള്ളൂ. ഈ പാഞ്ചാലി മനസ്സിലാക്കി പറഞ്ഞു. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ പാഞ്ചാലി എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ നമ്മൾ അറിയാണ്ട് കയ്യ് സമ്പ്രദായമുള്ള കുറിച്ച് പാഞ്ചാലി, ഗാന്ധാരി, കുന്തിദേവി, അതുപോലെ തന്നെ സീത, സാവിത്രി എന്നൊക്കെ പറയുമ്പോൾ ഒരു മുങ്ങി കുളിച്ചു വന്നൊരു പ്രതീതിയാ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആര് പറയണെന്നൊക്കെ പണ്ടൊക്കെ മുത്തശ്ശിമാര് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ സീതയുടെയും സാവിത്രിയുടെയും ഗാന്ധാരിയുടെയും പാഞ്ചാലിയുടെയും കുന്തിദേവിയുടെയും അങ്ങനെയൊക്കെ പറയുന്നു. പാഞ്ചാലി എന്നൊക്കെ എന്തിപ്പം നമ്മുടെ നാട്ടിലെ കഥയൊന്നും പറയേണ്ടിയിരിക്കും നല്ലത്. പണ്ടൊരു മാഷ, കോളേജിലെ മാഷ, നമ്മുടെ സംസ്കൃത മാഷ ഒന്നുമല്ല, വേറെ ഏതോ വിഷയം പഠിപ്പിക്കുന്ന മാഷ. അദ്ദേഹം വന്നു, അതെ സാറേ, ഈ പാഞ്ചാലി എന്ന് പേരുണ്ടായത് 5 ആളുടെ ഭാര്യ ആവുകൊണ്ടേ. 5 ആളുടെ ഭാര്യ ആയതുകൊണ്ടാണോ പാഞ്ചാലി എന്ന് പേര്? അപ്പൊ 6 ആളുടെ ഭാര്യ ആണെങ്കിൽ ആറാലി എന്നും 7 ആലി 8 ആലി 12 ആലി എന്നൊക്കെ. അതൊന്നുമില്ല, അങ്ങനെയല്ല. അത് വിഡ്ഢിത്തങ്ങൾ ചോദിക്കണേ. പാഞ്ചാലി ആ വാക്കിന്റെ അർത്ഥം പാഞ്ചാലസ്യ അപത്യം സ്ത്രീ പാഞ്ചാലി, പാഞ്ചാല രാജാവിന്റെ പെൺകിടാവ് ആണ് അതിന്റെ അർത്ഥം. ദ്രുപദസ്യ അപത്യം സ്ത്രീ ദ്രൗപദി, പൃഷദസ്യ അപത്യം സ്ത്രീ പാരിഷതി, യജ്ഞസേനസ്യ അപത്യം സ്ത്രീ യാജ്ഞസേനി. ഇതൊക്കെയാണ് പാഞ്ചാലിയെ നമ്മൾ വിളിക്കാറ്. അതൊന്നും അച്ഛന്റെ പേരുമെന്നുണ്ടായതാണ്. പാഞ്ചാലിയുടെ ശരിയായിട്ടുള്ള പേരെന്താണെന്നറിയോ? ആ പാഞ്ചാലിയുടെ SSLC ബുക്ക് നോക്കി അറിയാം. എന്താ ഉണ്ടോ? എന്താ അത്? കൃഷ്ണ. എന്താ പേര്? പാഞ്ചാലിയുടെ ശരിയായ പേര് കൃഷ്ണ എന്നാണ്. അച്ഛനമ്മയും കൂടി ഇട്ട പേരാ. അതെന്താ വെച്ചിട്ട് അങ്ങനെ ഇട്ടത്? ഈ പാഞ്ചാലി ജനിച്ചത് അഗ്നികുണ്ഡത്തിൽ നിന്നാണ്. അഗ്നികുണ്ഡത്തിൽ ഹോമിച്ച സമയത്ത് അഗ്നികുണ്ഡത്തിൽ നിന്ന് കറുത്ത് മിനുത്ത് സുന്ദരിയായിട്ട്. തെറ്റിയോന്നോ? ഇല്ല, തെറ്റിയിട്ടില്ല. ശ്ലോകം അങ്ങനെ തന്നെയാണ്. കറുത്ത് മിനുത്ത് സുന്ദരിയായിട്ട് ആര് വന്നു? പാഞ്ചാലി വന്നു. കറുത്ത് മിനുത്ത് സുന്ദരിയായിരുന്നവര് പാഞ്ചാലി. വെളുത്തിട്ട് വേണ്ടേന്നല്ലേ? അങ്ങനെ തോന്നരുത്. എന്താ വെച്ചോ, ഈ പഴയ കാലത്ത് സൗന്ദര്യം കറുപ്പായിരുന്നു. കറുപ്പാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ നിറം എന്താ? നിരമേഘ ശ്യാമള കോമള എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്തുകൊണ്ടാ? കറുപ്പ്. ശ്രീരാമന്റെ നിറം എന്താ? കറുപ്പ്. സീതയുടെ നിറം എന്താ? കറുപ്പ്. രാമായണം ഒന്നുകൂടി വായിക്കണം എന്നല്ലേ? ഒന്നുകൂടി വായിച്ചോളൂ. അതിലുണ്ട് ശ്യാമ. വാൽമീകി രാമായണത്തിൽ പറയാം ശ്യാമാച്ചാന്റെ അർത്ഥം കറുത്ത സുന്ദരി എന്നാണ്. പണ്ട് കറുപ്പനായിരുന്നു സൗന്ദര്യ. അതിന് കറുപ്പിനൊരു വലിയ ഭംഗിയാണ്. കണ്ടിട്ടില്ലേ? അത് കറുത്ത സുന്ദരിയായിരുന്നു. അത് പണ്ടൊക്കെ കറുപ്പനായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ കറുപ്പൊക്കെ ഇങ്ങനെ വെയിൽ കൊണ്ട് നരച്ച് വെളുത്തു. പിന്നെ അതായി സൗന്ദര്യം. ഓരോ കാലത്ത് സൗന്ദര്യബോധം അങ്ങോട്ട് മാറി മാറി വരും. ബോധമില്ലെങ്കിൽ ഇത് മാറി മാറി വരും. ഇത് സൗന്ദര്യബോധം ശരിയല്ലേ? ഇത് അങ്ങനെ പണ്ടൊക്കെ നമ്മുടെ കുപ്പായം ഇത്ര നീളമുള്ള കുപ്പായ കൈയാണ് അന്നത്തെ പരിഷ്കാരം. പിന്നെ അത് ഇങ്ങനെ കയറി പിന്നെ കയ്യേ ഇല്ലാണ്ട് പിന്നെ ഇങ്ങനെ കീഴ്പ്പെട്ട് ഇറങ്ങി അതായത് ഒരു 50 കൊല്ലം മുമ്പ് ചത്തുപോയ ടൈലർ വന്നാൽ അദ്ദേഹം നേരെ അങ്ങോട്ട് കയറി ഇരുന്നാൽ മതി. എനിക്ക് ടൈലർ തയ്യക്കാരനെ ആ മിഷീന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ഇരുന്ന് കുപ്പായശീലേക്ക് വാങ്ങി തുന്നിയാൽ മതി. അന്ന് പണ്ട് താൻ ചാവണ കാലത്ത് എന്താ വെച്ചാൽ അതാണ് ഇപ്പോഴത്തെ പരിഷ്കാരം. ശരിയോ തെറ്റോ? കുറ്റം പറഞ്ഞതല്ലേ? ആണായാലും പെണ്ണായാലും അങ്ങനെ പരിഷ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ഓരോ കാലത്ത് ഒടുക്കം കുപ്പായ ഇല്ലാണ്ടേ വരുന്നത്, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ ഓരോ പരിഷ്കാരങ്ങൾ വരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം സൗന്ദര്യബോധമൊക്കെ അങ്ങനെ ഇങ്ങനെ മാറി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ കോളേജിലേക്ക് പോണ ത്രശ വലിപ്പുള്ള പയ്യന്മാരെ, നല്ല സുന്ദരന്മാരെ, മുടിയൊക്കെ ഇങ്ങനെ വെളുപ്പിച്ച് പറത്തി നടക്കും. അതെന്റെ മുടി അതങ്ങനെയാണ്. ആ മോട്ടോർ സൈക്കിളിൽ കയറി പറക്കലുണ്ട്. എന്നാ കാരണവരോ അദ്ദേഹം അത് സ്വാഭാവികമായിട്ട് വെളുത്തു പോയത്. അത് അദ്ദേഹം മഷി തേച്ച് കറുപ്പിക്കുക. ശരിയോ തെറ്റോ? എന്താ അല്ലേ? എന്നാ ഈ വെളുപ്പിച്ചോനെ ഈ കാലാവുമ്പം വെളുപ്പിക്കാൻ തോന്നുന്നില്ല, കറുപ്പിക്കണം. കറുപ്പുള്ളപ്പം കര നിൽക്കുമ്പം അക്കരെ വെളുപ്പ്, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ വെളുപ്പ്. വെളുപ്പെന്ന് പച്ച അങ്ങനെ പറയില്ലേ? ലോകത്തിന്റെ ഒരു കഥയില് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഊണൊക്കെ കഴിച്ച് മാവിന്റെ ചുവട്ടിൽ ഇങ്ങനെ ചിന്തിക്കാനായിട്ടും വിവരണ്ടാവും. ഇതൊക്കെ ചിന്തിച്ചു നോക്കും. ശരിയല്ലേ? ഇതൊരു കഥയില്ലായ ലോകത്തിന്റെ. നമുക്കിങ്ങനെ ചിരിക്കാൻ തോന്നും. വെറുതെ ചിരിക്കേണ്ട ആൾക്കാർ ഇവിടെ പ്രാന്താണ്. ചിരിച്ചു പോകില്ലേ ലോകത്തിന്റെ ഗതി കാണുമ്പോൾ? അങ്ങനെയാണ്. അതാണ് ഈ നാറാണത്തും ഭ്രാന്തനെയൊക്കെ നമ്മൾ ഭ്രാന്തൻ എന്ന് പറയുന്നില്ലേ? ഭ്രാന്ത അവർക്കല്ല വാസ്തവത്തില്. ഉണ്ടെങ്കിൽ ആവട്ടെ.
ശരിയല്ലേ? നമ്മളത് ഇതൊക്കെ പറഞ്ഞിട്ടേ ഇപ്പൊ പാഞ്ചാലിയുടെ മഹിമയുണ്ട്, പാഞ്ചാലിയുടെ അനുഗ്രഹം കൊണ്ട് ആര് ജീവനോടെ പോയി? അശ്വത്ഥാമാവ്. ഈ അശ്വത്ഥാമാവ് പോവണേ, നോക്കൂ, അശ്വത്ഥാമാവ് പോകുമ്പം ഇന്ന് ചിന്തിക്കണ്ടേ, പാണ്ഡവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് എന്ത് കിട്ടി? വെട്ടി അങ്ങോട്ട് കൊന്ന ആരുണ്ട് ചോദിക്കാൻ? ഇല്ലേ? ആയുസ് കിട്ടി എന്ന് വിചാരിച്ചു പോയില്ലേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ദുഷ്ടന്മാർക്ക് നമ്മൾ എന്ത് കൊടുത്തിരുത്തിയാലും ദുഷ്ടന്മാരെ ദുഷ്ടതേ ചെയ്യുള്ളൂ. നായ നടുക്കടലിലും നക്കിയിട്ടേ കുടിക്കുള്ളൂ. ശരിയല്ലേ ഇത്? അതങ്ങനെ നായോട് പറഞ്ഞു, നായേ കോരി കുടിച്ചോളൂ നല്ലോണം, കടലല്ലേ, യുദ്ധം അടിക്കണ്ട, കുടിച്ചോളൂ. നായ പറഞ്ഞു, ഞങ്ങൾ അച്ഛമുത്തശ്ശന്മാരായിട്ട് എന്താ പതിവ് എന്ന് പറഞ്ഞു. എന്ത്? നായ കോരി മനസ്സിലാവണില്ലേ? ആ ദുഷ്ടൻ എന്ത് നമ്മൾ കൊടുത്താലും ദുഷ്ടൻ ദുഷ്ടതയെ കാണിക്കുള്ളൂ. അതായത് നമുക്ക് മൂർഖം പാമ്പിന് നമ്മൾ നല്ലോണം പാലൊക്കെ കൊടുത്തു, രാവിലെയും കൊടുക്കും, പാല് കൊടുത്തു, പിന്നെ മറ്റേ സാധനം ഇല്ലേ കോഴിയുടെ അതും കൊടുത്തു. നല്ലോണം മൂർഖം പാമ്പ് കൊണ്ട് തട്ടിച്ചിട്ട് പാൻറ് ഷർട്ടും പറ്റണില്ലേ? അങ്ങനെ സുന്ദരനായിട്ട് വാഴുക മൂർഖം പാമ്പ്. നമ്മൾ ഒരു ദിവസം മൂർഖം പാമ്പിൽ ചോദിച്ചു, എന്തൊക്കെയാ പാമ്പേ രസാവള്ളി? ഒരു കട്ടി. രസാവള്ളി ചോദിച്ചതിനെ കടിച്ചത്. പറഞ്ഞതിന്റെ അർത്ഥം അതല്ലേ പറഞ്ഞത്? പയഃപാനം ഭുജംഗാനാം കേവലം വിഷവർദ്ധനം. പാമ്പിന് പാല് കൊടുത്ത് പുഷ്ടിപ്പെടുത്തിയാൽ എന്താ പുഷ്ടിപ്പെടുക? വിഷം. പശുവിന് നല്ല പുഷ്ടിയുള്ള പുല്ലും വെള്ളമൊക്കെ കൊടുത്താൽ എന്താ പുഷ്ടിപ്പെടുക? പാല്. പാമ്പിനാണെങ്കിലോ വിഷം. ദുഷ്ടന്മാരെ നമ്മൾ എങ്ങനെ കൊണ്ടാടിയാലും പറ്റുള്ള വളവും തജ്ജും തരും തൂക്കി എന്ത് ചെയ്യും? ദുഷ്ടത കാണിക്കും. അശ്വത്ഥാമാവിന് പാവ ആയുസും കൊടുത്ത് ആരോഗ്യം കൊടുത്ത് വിട്ടയച്ച അശ്വത്ഥാമാവ് പോകുമ്പോൾ എന്ത് ചെയ്തു? ആ ബ്രഹ്മാസ്ത്രം കയ്യിലുണ്ടല്ലോ, ആ ബ്രഹ്മാസ്ത്രം എടുത്ത് ജപിച്ചിട്ട് അപാണ്ഡവായ ഇതും പാണ്ഡവ വംശം നശിച്ചു പോട്ടെ എന്നും പറഞ്ഞിട്ട് തിരിച്ചയച്ചു പാണ്ഡവരുടെ നേരെ. പാവ പാണ്ഡവർ പരിപാടി കഴിഞ്ഞല്ലോ തിരിച്ചു കൊണ്ടൊക്കെ നേരെ എടുത്ത് മടങ്ങി പോവുക അങ്ങോട്ട് അവനവൻ്റെ കിലേക്ക്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇത് ജപിച്ചങ്ങോട്ട് വിട്ടു. അപ്പോഴേക്ക് ഈ 5 തരത്തില് ബ്രഹ്മാസ്ത്രം 5ആയിട്ട് പിളർന്നിട്ട് പാണ്ഡവന്മാരുടെ 5 പേരുടെ നേരെ ഇങ്ങനെ വരിക. ഇതാര് കണ്ടു? ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ കൂടെ ഉണ്ടല്ലോ. ഭഗവാൻ നോക്കിയപ്പോ ഇത് നമ്മൾ പറിച്ച് പറമ്പിന്ന് കളഞ്ഞതാണല്ലോ, ഇത് പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഭഗവാൻ വലിയ നേരത്തെ അവിടെ നിന്ന് പോരുമ്പം തിരിച്ചു കൊടുത്ത് പോകുന്നതല്ലേ, ഇത് പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി? നോക്കിയപ്പോ ഈ ദുഷ്ടം ചെയ്ത പണിയാണേ. ഭഗവാൻ എന്താ വെച്ചാൽ ദേഷ്യം വന്നു. ഭഗവാൻ സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം യഥാൽ വിഭോ. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. സുദർശനേന സ്വാസ്ത്രേണ എന്നുവെച്ചതർത്ഥം തൻ്റെ സുദർശനം എന്നു പേരായ വിശിഷ്ടമായ മഹിമില്ലേ സുദർശനാസ്ത്രം, അതുകൊണ്ട് സ്വാനാം രക്ഷാം യഥാൽ വിഭോ. സ്വന്തക്കാരായ പാണ്ഡവന്മാരുടെ രക്ഷ അവരെ നേരിയേക്ക് അവരെ രക്ഷിച്ചു. ഭഗവാൻ പറഞ്ഞു, ശരി, സന്തോഷായില്ലേ? സന്തോഷായി. എന്നാലേ ഞാൻ അങ്ങോട്ട് മടങ്ങണോ? ഇങ്ങട് അവനവൻ്റെ ഇല്ലത്തേക്ക് പോകണ്ട. എത്ര കാലമായി ഇവിടേക്ക് വന്നിട്ട്? ഭഗവാൻ ശ്രീകൃഷ്ണൻ കുറെ കാലമായില്ലേ പാണ്ഡവന്മാരുടെ കൂടെ ദൂത് പറയുകയാണ്, അതാണ് ഇതാണ് യുദ്ധാണ് എന്നൊക്കെ. എത്ര കാലമായി ഇവിടെ വന്ന് കൂടിയിട്ട് ഇടയ്ക്കൊന്ന് അവനവൻ്റെ കുടുംബത്തൊക്കെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. പറ്റുകാരന് കടയും പാൽക്കാരന് അത്യാവശ്യം വ്യവഹാരമൊക്കെ ഉണ്ടാവില്ലേ? എങ്ങനെയല്ലെങ്കിൽ നമുക്കൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ലൗകിക കാര്യങ്ങൾ ഉണ്ടാവും. ഭഗവാൻ അവിടെ ചെന്ന് അമ്മയെ നമസ്കരിക്കുക, അച്ഛനെ ഒന്ന് കാണുക, തൊഴുക, അങ്ങനെ ഉണ്ടാവില്ല. ഉണ്ണികളൊക്കെ വരുമ്പോൾ ഒന്ന് തൊട്ട് അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക. ഭഗവാനെ കാണാൻ എത്ര പേര് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഒന്ന് പോവുക, അങ്ങനെയൊക്കെ ഇല്ലേ? എന്നാ ഞാനൊന്ന് അങ്ങടെ മടങ്ങിയാലോ ചോദിച്ചു. പാണ്ഡവന്മാരെങ്ങനെ മടങ്ങിയാലും ഇഷ്ടമില്ല, വിഷമമുണ്ട്. വിഷമിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ യാത്ര പറഞ്ഞ് തിരിയാനായിട്ട് ഇവിടെ പുറപ്പെട്ടപ്പം അതാ വരുന്നു ഒരു പെങ്കടാവ് പെൺകുട്ടി ഓടി ഇങ്ങോട്ട് വരുന്നു. കഷ്ടം ഒന്നും പറയണ്ട. അന്ത്യാവിൽ നിലോളിയൊക്കെ കേട്ടാല് പറയണ്ട. ഭഗവാനെ എന്താ കൃഷ്ണ കൃഷ്ണ മഹായോഗിന് നിലോളിയാണ്. നിലോളി നല്ല നിലോളിയ. ഭഗവാനെ രക്ഷിക്കണേ, അങ്ങ് മഹായോഗീശ്വരനല്ലേ, രക്ഷിക്കണേ. എങ്ങനെ? അയ്യേതാ എന്നെതാര് ദഹിപ്പിക്കണോ? ആര്? നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. വേറൊരു ദിക്കില് ഞാൻ ശരണം കാണാത്തോണ്ട് അങ്ങോട്ട് ഓടിയതേ. അതുകൊണ്ട് എന്താ ഇപ്പൊ പറയുന്നു വെച്ചാൽ അഭിദ്രവതി മാമീശ ശര തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഈ അസ്ത്രം വേണച്ച എന്നെ ഇങ്ങടെ ദഹിപ്പിച്ചോടയ്ക്ക് വിഷമില്ല. എന്റെ ഗർഭത്തിലെ ശിശുവിനെ ഈ അസ്ത്രം ദഹിപ്പിക്കരുതേ ഭഗവാനെ. നോക്കിയപ്പം ആ പെങ്ക്രാവ് കാലുകൾക്ക് വീണിരിക്കണോ കണ്ട. കുങ്കുമപ്പൊട്ട് നെറ്റിയിലില്ല, കഴുത്തിൽ മറ്റേ സാധനം ഇല്ല.
വെളുത്ത മുണ്ടും ചുറ്റി ഭസ്മക്കുരിയൊക്കെ ആയിട്ടാ വന്നത്. കഷ്ടം. 16 വയസ്സായ ഒരു കുട്ടി ഭഗവാനെ ഇങ്ങോട്ട് പൊക്കി നോക്കിയപ്പോഴാണ് ഇത് അന്യ കുട്ടിയല്ല, അവനവന്റെ കുടുംബത്തിൽ തന്നെയാണേ. ആരെ? അശ്വത്ഥാമാവ് ദഹിപ്പിക്കാൻ അയച്ചതാണ് അങ്ങടെ. നോക്കിയപ്പം ആരാന്ന് വെച്ചോ, അഭിമന്യുകുമാരന്റെ ഭാര്യ ഉത്തരാദേവി. എങ്ങനെ ചെറിയ പെൺകുട്ടിയാണ്. ആലോചിച്ചു അതിന്റെ ഒരു സങ്കടം. പുറത്ത് എന്താ കുട്ടി ചോദിച്ചു. അശ്വത്ഥാമാവ് പാണ്ഡവ വംശം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മാസ്ത്രം അയച്ച സമയത്ത് ആ ബ്രഹ്മാസ്ത്രം പാണ്ഡവന്മാരുടെ നേരെ വന്നൊന്നും വന്നതിനെയൊക്കെ ഭഗവാൻ ഇല്ലാണ്ടിയാക്കിയെന്നും പറഞ്ഞില്ലേ. അതിൽ ഒരസ്ത്രം പോയത് എവിടേക്ക് ആശുണ്ടോ, ഈ ഉത്തരാദേവിയുടെ ഗർഭത്തിലേക്ക്. അതായത് അഭിമന്യു മരിക്കണ കാലത്ത് യുദ്ധം തുടങ്ങണതിന്റെ മുമ്പ് തന്നെ ആര് വേലിയിച്ചിട്ടുണ്ട്? അഭിമന്യു. എന്നുവെച്ചാ വിരാടന്റെ കൊട്ടാരത്തില് അജ്ഞാതവാസം കഴിഞ്ഞ് അവസാനിച്ചോട്ടന്നെ തന്നെ ആരെ വേലിയിച്ചു കൊടുത്തു? ഈ കുട്ടിയെ അഭിമന്യുവിന് വേലിയിച്ചു കൊടുത്തു. ഉത്തര പറഞ്ഞ പെൺകുട്ടിയില്ലേ, അതിനെ വിരാടന്റെ മകനെ ഇവിടുത്തെ മകന് വെള്ളിയഴിച്ചു കൊടുത്തു. അപ്പൊ അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങാൻ പിന്നെയും കാലം കുറച്ചുണ്ടായില്ലേ. അപ്പോഴേക്ക് പെൺകുട്ടി എന്താ ഗർഭിണിയായിരിക്കണോ? പാവം. അങ്ങനെയുണ്ട്. അപ്പൊ ആ ഗർഭിണിയായ ആ ഗർഭത്തിലിരിക്കുന്ന ശിശുവാണ് ഇനി പാണ്ഡവ വംശത്തിന്റെ അവസാനത്തിന് പ്രതീക്ഷ. എന്താ കാരണം? മറ്റേ പുത്രന്മാരെ 5 പേരെയും വെട്ടിക്കൊന്നത് രാത്രി ഓർമ്മയില്ലേ? അതിലുള്ള കിടാങ്ങളെയും കൊന്നു. ആ വംശത്തിലൊന്നും ഇനി ആരും ഇല്ല. ഇനി പാണ്ഡവന്മാരുടെ വംശത്തിലെ ഒരു കണ്ണി അല്ലെങ്കിൽ ഒരു തരി അല്ലെങ്കിൽ ഒരു അവസാനത്തെ ഒരു പൊടി എന്നൊക്കെ പറയാനുള്ളത് ആരാന്ന് വെച്ചിട്ടുണ്ടോ? ഈ ഉണ്ണി. ഇനിയിപ്പോ ഈ ഗർഭം പറ്റുണ്ടാവുന്നത് ആണോ പെണ്ണോ ശല്യ എന്തായാലും അതേ ഉള്ളൂ. അതിനെയും കൂടി നശിപ്പിക്കാനാണ് ഇപ്പൊ ആരാസ്ത്രം അയച്ചത്? അശ്വത്ഥാമ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പം പരസ്പരം അങ്ങടും ഭൂമിയിലുള്ളവർക്ക് വിരോധം ഉണ്ടാവാൻ സന്തോഷം ഉണ്ടാവും. ഗർഭത്തിലെ ശിശുവിനോടൊക്കെ ജാതി കാണിക്കാച്ചാൽ എന്ത് തരം ദുഷ്ടതയതല്ലേ. ഭഗവാന്റെ അടുത്ത് ഓടി വന്ന് വീണ ഈ പെൺകുട്ടിയുടെ ആ ദുരിതം ദയനീയത കണ്ടപ്പം ഭഗവാൻ ചിന്തിച്ചു, ഇത്ര പാടില്ല, ഇത് കുറച്ച് കൂടിപ്പോയി. ഭഗവാൻ സഹിച്ചില്ല. ഭഗവാൻ അങ്ങനെയൊന്നും അങ്ങോട്ട് ദേഷ്യം പിടിക്കുന്ന ആളൊന്നുമല്ല ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെ ചിരിച്ചു നിൽക്കുകയുള്ളൂ. ഒരു വട്ടൊക്കെ കണ്ട കൊടുക്കാൻ നല്ലോണം കൊടുക്കുവച്ചാലും വെറുതെ അങ്ങോട്ട് ദേഷ്യം പിടിക്കൊന്നുമില്ല. രാമേട്ടന്റെ മാതിരിയൊന്നുമല്ല. അത് വേഗം ദേഷ്യം വരും, പകുതിയൊക്കെ എടുക്കും. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെയൊന്നും അവൻ നോക്കും, പരമാവധി നോക്കും. പഴുത് മുഴുവനും കഴിഞ്ഞാൽ ഭഗവാൻ അങ്ങോട്ട് ഇറങ്ങിയ പിന്നെ ഒരു ഇറക്കാവും. ഭഗവാൻ സഹിച്ചു. പക്ഷേ ഇത് സഹിക്കുക വയ്യ, ദുഷ്ടതയാകാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാൽ, ഇത് പറ്റില്ലല്ലോ തന്റെ മുമ്പില്. ഭഗവാൻ പറഞ്ഞു, ഇതിനെ ഞാൻ പരിപാലിക്കും. മഹാഭാരതത്തിൽ പ്രതിജ്ഞയുണ്ട് ഭഗവാൻ. ഇവിടെ ഇല്ല അതൊന്നും. ഭാരതത്തിൽ പറയും, ഈ ഉണ്ണിയെ ഞാൻ ജീവിപ്പിക്കും. നീ ആര് ചോദിച്ചു? ആരോട്? അശ്വത്ഥാമാവിനോട്. എന്നിട്ട് ഭഗവാൻ തന്റെ ആ ശരീരത്തെ അങ്ങോട്ട് ചെറുതാക്കുക പറഞ്ഞാൽ മനസ്സിലാവുമോ? അങ്ങനെയുണ്ട്. അങ്കുഷ്ഠത്തോളം. അങ്കുഷ്ഠം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? തള്ളവരലിന് സംസ്കൃതത്തിൽ പറഞ്ഞ പേര് അങ്കുഷ്ഠം. തള്ളവരല്. ഈ വരലിന് തർജനി എന്നാ പറയുക. പേടിപ്പിക്കുക നമ്മളേത് വരലുണ്ടാകും? നമ്മൾ പറയും അവനെന്റെ നേരെ വിരല് ചൂണ്ടിയിട്ടാ സംസാരിച്ചത്. പിന്നെ മൂക്ക് ചൂണ്ടാൻ പറ്റും? വലിയ വിരല് ചൂണ്ടാ പറഞ്ഞ ഈ വിരൽ ഇങ്ങനെ പൊക്കി പിടിച്ച് സംസാരിക്കണേ നമ്മൾ എന്ത് പറയുക? വിരൽ ഇങ്ങനെയൊക്കെയല്ലോ വിരൽ ചൂണ്ടി എന്ന് പറയുക. അങ്ങനെയൊക്കെ കേമായി എന്നാണല്ലേ. ഇത് തർജനി. ഇതിന്റെ പേര് മധ്യമ. വലിയ വിരലില്ലേ, മധ്യമ എന്ന് പറയും. ഇതിന് അനാമിക. അനാമിക ഈ സാധനത്തിന്. ഇതിന് കനിഷ്ഠിക എന്നും പറയും. ചെറിയ പഠിച്ചു വെച്ചോളൂ, അടുക്കളയിലൊക്കെ പെരുമാറാണെങ്കിൽ. ആർക്ക് മനസ്സിലാവില്ല നമുക്ക് അല്ലേ. വാക്ക് പഠിച്ചു വെക്കണം നന്നല്ലേ. എവിടേക്കും വായിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കാനൊക്കെ. അങ്ങനെയാണ് 5 വിരൽ. അങ്കുഷ്ഠം, തള്ളവിരല്. ഭഗവാൻ തന്റെ ശരീരത്തെ ഇങ്ങോട്ട് ചെറുതാക്കിയിട്ട് എന്താന്ന് വെച്ചിട്ട് ഭഗവാൻ യോഗീശ്വരനാണ്. യോഗീശ്വരന്മാർക്ക് യോഗസിദ്ധിയുണ്ട്. ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. ശരീരം ചെറുതാക്കാനും വലുതാക്കാനും ഭാരം കൂട്ടാനും ഭാരം കുറയ്ക്കാനൊക്കെ പറ്റും. യോഗസിദ്ധിയാണ്. നമുക്കൊന്നും പറ്റില്ല കേട്ടോ. നമ്മളൊക്കെ എത്ര കാലം ഇതൊന്ന് ചെറുതാക്കാൻ റോഡമർത്തണം. രാവിലെ 5 മണിക്ക് തുടങ്ങുക അമർത്താൻ. മറന്നു പോവുക എന്നല്ലാതെ ഇത് പിന്നെയും പച്ചവെള്ളം കുടിച്ചാലും വീർത്ത് കണ്ടിട്ടില്ലേ? പരിഹസിച്ചതല്ലേ. നമ്മളൊക്കെ അത്ര പോലും നമ്മുടെ ഈ ശരീരത്തിൽ പോലും വലിയ പ്രാപ്തിയൊന്നുമില്ലേ. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ലോകം മുഴുവൻ തന്റെ കൈവെള്ളയിൽ കൊണ്ട് നടക്കണേക്കാം. പിന്നെ ഇതും ഇത്ര വലിയ ശരീരം കണ്ട് ചെറുതാക്കിയിട്ട് ആ ഗർഭത്തിക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു. ഗർഭത്തിക്ക് ചെന്നപ്പോ ആ ഗർഭത്തിലെ ശിശു ഉണ്ടല്ലോ, ഏതാ ആ ഉണ്ണി, ആയിരിക്കുന്ന ഉണ്ണി, അതിനിങ്ങനെ ചുറ്റി ഇങ്ങോട്ട് പിടിച്ചു ഭഗവാൻ. അപ്പോഴാണ് ബ്രഹ്മാസ്ത്രം കയറി വരുന്നത്. ബ്രഹ്മാസ്ത്രം ഇങ്ങോട്ട് കയറി വരുമ്പോ എന്താണ്ടായെന്ന് വെച്ചോ, ഭഗവാൻ ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ മടിയിലേക്ക് ഇങ്ങനെ ചേർത്ത കുട്ടികളെയൊക്കെ നമ്മൾ ചെറിയ മക്കളെയൊക്കെ ചേർത്ത് പിടിക്കില്ലേ, അതേ മട്ടിൽ ഇങ്ങോട്ട് പിടിച്ചത്. കാരണം ബ്രഹ്മാസ്ത്രം ഇങ്ങോട്ട് കയറി വന്നത് എന്താ ഇപ്പൊ പറയുക, ഭഗവാന്റെ മഹിമേല്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ കടലില് മറ്റേത് കലക്കിന്ന്, ഏത് ആ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ബാക്കി അതെന്ത് കായം, കടലില് കായം കലക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം? വലിയൊരു സമുദ്രത്തിൽ നിസാര സംഗതി
അങ്ങനെയല്ലേ വലിയൊരു കാര്യത്തിൽ നിസ്സാരായി പോയി എന്ന് പറയാനല്ലേ ആ പ്രയോഗം. ഭഗവാന്റെ ഈ മഹാമഹിമ പ്രഭാവത്തിലേക്ക് ഈ നിസാര ബ്രഹ്മാസ്ത്രം അങ്ങോട്ട് ചെന്നത്, അതില് ബ്രഹ്മാവിന്റെ ആ ബ്രഹ്മാസ്ത്രം ഭഗവാൻ തന്റെ ദേഹത്തെ അങ്ങ് ദയിപ്പിച്ചു, അതങ്ങോട്ട് ചേർന്നു. ഭഗവാൻ അങ്ങനെ ചെയ്യാനൊരു കാരണം ഇതാവൂ. എന്താ വെച്ചോ, ഇവന് ഇനിയിപ്പോ തിരിച്ചു കൊടുത്ത ഇനിയും ഇവനെന്ത് ചെയ്യും? ഇത് യോഗ്യതയില്ലാത്തവർക്ക് നമ്മള് അങ്ങനെയുള്ളത് കൊടുക്കരുത്. പാകതയുള്ളവനെ അർജുനന്റെ കയ്യിൽ അതിരുന്ന കുഴപ്പമില്ല, വേണ്ട ദിക്കിൽ എടുക്കുള്ളൂ. ഇവന്റെ ദിക്കിൽ ഇവൻ കഷ്ടം നോക്കാനൊക്കെ എടുക്കും. ആര്? ശരിയല്ലേ? ആറ്റം പോകുമ്പോണ്ടാണോ വെണ്ടയ്ക്കും കുമ്പളങ്ങയും മുറിക്കുക? മനസ്സിലാവുണ്ടോ? വേണ്ടാത്തതിനും വേണ്ടതിനും ഒക്കെ മകതിരിവില്ലായിട്ട് അത് കൊടുത്തില്ല, ലയിപ്പിച്ചു. അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ക്രൂരതയെന്നും രൂക്ഷതയെന്നും ആ ശിശുവിനെ രക്ഷിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? ആ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. പാണ്ഡവന്മാർക്കൊക്കെ സന്തോഷമായി, എല്ലാവർക്കും വലിയ കാര്യമായി. എന്തേപ്പണ്ടായത്? ഭഗവാൻ രക്ഷിച്ച് അനുഗ്രഹിച്ചു. അങ്ങനെ രക്ഷയും അനുഗ്രഹമൊക്കെ കഴിച്ചു. പാണ്ഡവന്മാരുടെ വംശത്തിന്റെ പരമ്പരയുടെ ആ കണ്ണീണ്ടല്ലോ, അതിനെ പരിപാലിച്ചിട്ട് ഭഗവാൻ പാണ്ഡവരോട് പറഞ്ഞു, ഇനിയിപ്പോ ഒന്നുമില്ല, കഴിഞ്ഞൂല, എന്നാ ഞാൻ മടങ്ങണമെന്നും പറഞ്ഞു പാണ്ഡവരോട് യാത്ര പറഞ്ഞു. പാണ്ഡവർക്കൊക്കെ വല്ലാത്ത വിഷമം. എന്നാലും ഇപ്പൊ ഒന്നും പറയാൻ വയ്യല്ലോ, പോകുമ്പോ അങ്ങോട്ട് പോണ്ടാന്ന് എങ്ങനെയാ പറയാം? അവനവന്റെ കാര്യം മാത്രം മതി, അവിടെ പാടില്ല, അവനവന്റെ കുടുംബത്തെ കാര്യം നോക്കരുത് എന്നൊക്കെ പറയാൻ പറ്റുണ്ടോ? പറ്റില്ല. ഭഗവാൻ പോയിക്കോട്ടെ, എന്താ ചെയ്യാ, വിഷമണ്ട, ഉള്ളിൽ ഒതുക്കി. അപ്പൊ ആരോടെ പറയാം? അച്ഛമ്പങ്ങൾ ഇന്ന് കാണണം. കുന്തി ദേവി അമ്മേ ഒന്ന് കണ്ട് നമസ്കരിക്കാൻ നിരീച്ച അങ്ങോട്ട് അകത്തേക്ക് ചെന്നു. ഒന്ന് അങ്ങോട്ട് ചെന്ന് നമസ്കരിച്ച് യാത്രയും പറഞ്ഞു പോവാ. അച്ഛമ്പങ്ങളുണ്ട്, അച്ഛന്റെ മൂത്ത സഹോദരിയാണ് ആര്? കുന്തി ദേവി. അപ്പൊ അമ്മയും കൂടി ഒന്ന് കണ്ട് നമസ്കരിച്ച് യാത്ര പറഞ്ഞ് മുതിർന്ന കാരണവരാണല്ലോ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെയുള്ള വലിയ അമ്മയല്ലേ, അതുകൊണ്ട് നമസ്കരിക്കാം. അപ്പൊ അങ്ങോട്ട് കയറി ചെന്ന അകത്തേക്ക് ചെന്നപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ തെക്കിനിയുടെ അതി അങ്ങനെ ചെന്ന കഴുക്കിനിയുടെ അപ്പുറത്തെ കൂടി ഇപ്പുറത്തെ നാലറയത്ത് തോണ്ട് ചോട്ടിൽ രാമായണം വായിച്ചിരിക്കുകയാണ് ആര്? കുന്തി ദേവി അമ്മേ. അപ്പോഴേക്കതാ ഭഗവാൻ അതി എങ്ങനെ പറഞ്ഞ തെക്കിനിയുടെ അവിടെ നിന്ന് കടക്കപ്പിളെ ആര് കണ്ടു? കുന്തി ദേവി കണ്ടു. പണ്ടൊരു വിഡ്ഢിത്തം പറ്റിയിട്ടുണ്ട്. പണ്ട്, ഇപ്പോഴൊന്നുമല്ല, കുറമ്പ് വിഡ്ഢിത്താണെന്നാ കുന്തിയമ്മ പറയുക. വിഡ്ഢിത്തമൊന്നും അല്ലത്, നമ്മുടെ ഭാഷയില വിഡ്ഢിത്തം. പണ്ട് ദൂത് പറയാനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നു. എവിടേക്ക്? കൗരവന്മാരുടെ കൊട്ടാരത്തേക്ക് വന്നൂലോ. കൗരവന്മാരുടെ കൊട്ടാരത്തേക്ക് വന്ന ഭഗവാനെ കൗരവന്മാര് നല്ലോണം അപമാനിച്ചു. കണ്ടിട്ടില്ലേ അതൊക്കെ? അപമാനിച്ചു. പിടിച്ചു കെട്ടുക എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ആരെ പിടിച്ചു കെട്ടാൻ? ദുര്യോധനാ പറഞ്ഞത്, പാശമം പൊടുകൊണ്ടുവായതു പാശനേഹ കെട്ടുവാൻ നാശമങ്ങിതറിഞ്ഞു പാണ്ഡവരാശു വന്നിതഴിക്കണം. നമ്മൾ ചെല്ലിയ ഭംഗിയില്ല, കഥകളിക്കാർ ചെല്ലണം, എന്നാലേ ഭംഗിയുള്ളൂ. എന്താ? പാശമം പൊടുകൊണ്ടുവായതു പാശനേഹ കെട്ടുവാൻ നാശമങ്ങിതറിഞ്ഞു പാണ്ഡവരാശു വന്നിതഴിക്കണം. കെട്ടിയിട്ടോ അവിടെ തൂണിന്റെ മുകളിൽ വരട്ടേ പറ്റുള്ളൂ. ആര്? പാണ്ഡവന്മാർ വന്ന് കെട്ടഴിച്ചു കൊണ്ടോട്ടെ. വടക്കേര നാരായണനാരുടെ പശു വേലി ചാടി നമ്മുടെ പറമ്പിൽ ഒന്ന് വാഴയൊക്കെ അങ്ങോട്ട് തിന്നു. നമ്മൾ എന്ത് ചെയ്തു? പശുവിനെ കൊണ്ടുവന്ന് മിറ്റത്തെ തെങ്ങിന്റെ മുകളിൽ കെട്ടിയിട്ട് വരട്ടെ നാരായണനാർ നാട് വിട്ടുപോയി. തെക്കോട്ടെ, പശു വേണ്ട, ആരും. നമ്മുടെ സ്വഭാവം അറിയേ. എന്താർത്ഥം? വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് കെട്ടിയിട്ട് എന്താ അതിന്റെ അർത്ഥം? വന്നിട്ട് അതിനെ കണക്ക് പറഞ്ഞതിന് ശേഷം പശുവിനെ കൊടുത്തേക്കുള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. അതുപോലെ പാണ്ഡവര് വന്ന് കെട്ടഴിച്ചു കൊണ്ടോട്ടെ, അപ്പൊ നമുക്ക് ബാക്കി പറയാലോ എന്ന്. എങ്ങനെയുണ്ട് ആ വർത്തമാനം? അങ്ങനെയൊക്കെ പുറപ്പെട്ട സമയത്ത് ഭഗവാൻ അവിടുന്ന് വിശ്വരൂപമൊക്കെ കാണിച്ചു കൊടുത്തു. വിശ്വരൂപം കണ്ടു. ഭക്തന്മാരായ വിതുരര്, ഭീഷ്മര്, ദ്രോണര്, അങ്ങനെയൊക്കെയുള്ളവരൊക്കെ കണ്ടു തൊഴുതു. ദുര്യോധനാദികൾക്കൊക്കെ ഒന്നും രണ്ടും അവിടെ കഴിഞ്ഞു. എന്താന്നോ ആകെ പിന്നെ പറയാം, നേരം പോവും. പിന്നെ മുണ്ടൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റ പാട്. എന്താ കാരണം? പേടിച്ചിട്ടേ അറിഞ്ഞില്ല രണ്ടും ഒപ്പം കഴിഞ്ഞത്. അങ്ങനെയൊക്കെ ഉണ്ടായത്. ഞെട്ടിപ്പോയി. വലിയ വീരവാദം പറഞ്ഞവരൊക്കെ മുണ്ടഴിച്ച് ഓടി. ഇങ്ങടെ നീ കുളിച്ച് ശുദ്ധം വരുത്താനും പുണ്യാഹൊക്കെ ആയാലും സഭ നേരിയുള്ളൂ. ആചാര്യ ഭഗവാന്റെ മഹിമേനി അവിടുന്ന് വിശ്വരൂപം കാണിച്ചിറങ്ങി പുറപ്പെട്ട ഭഗവാൻ കൗരവന്മാര് പറഞ്ഞു, കൃഷ്ണ ഇവിടെ വരെ വന്നില്ലേ? ബസ്സിന്റെ കൂലിയൊക്കെ കൊടുത്ത് വന്നതല്ലേ? എന്നാ ഞാൻ വടക്കേ മിറ്റത്ത് പോയിട്ട് ആ കിണ്ണം കഴുകി ലക്ഷം ചോറും വാങ്ങി ഉണ്ട് എണ്ണം കഴുകി കമഴ്ത്തി അവിടെ എന്നെ വെച്ച് അതെന്നെ പോയിക്കോളൂ എന്നും പറഞ്ഞു. പിന്നെ ദ്വാരകയിൽ അരി വെച്ചുണ്ണാനിലായിട്ടാണല്ലോ അങ്ങോട്ട് പോകുന്നത്. ആര്? എന്റെ ചോറുണ്ണാൻ വന്നതല്ലേ താൻ? ശ്രീകൃഷ്ണ ഭഗവാൻ പോടാ, എന്റെ ചോറ് ആർക്കുപോയി പറഞ്ഞില്ല. ഭഗവാൻ അത് ഉണ്ണാനൊന്നും അവിടെ നിന്നില്ല. ആ ജാതി അന്തസ്സില്ല എന്നും ഭഗവാൻ കാണിക്കില്ല. ഭഗവാൻ അവിടുന്ന് പടിപ്പര കടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പടിപ്പരയുടെ മുമ്പിൽ തൊഴുതു ഇങ്ങനെ നിൽക്കണു. ആര്? വിതുരര്. ആ വിതുരര് വന്ന കാലുമ്പേക്ക് അങ്ങോട്ട് വീണു. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ കണ്ടില്ല. അടേന്ന് ഓടിയതാണേ. സഭയെന്ന് ഓടിയതാണ്. അവന്റെ കുടുംബത്ത് പോയി മേശയൊക്കെ വീരിയൊക്കെ നേരെയൊക്കെ തുടയ്ക്കണം, കിണ്ണൊക്കെ കഴുകി നല്ലോണം വെക്കണം. ഭഗവാൻ വന്നാലോ? ആര്? അപ്പൊ അതിന് അദ്ദേഹം ഓടിയത് അവിടെ വിശ്വരൂപം കണ്ട് തൊഴുത് നമസ്കരിച്ച് വേഗം ഓടിച്ചത് അവിടെ ചെന്ന് തൊഴുതു. എന്നാടി എന്റെ കുടുംബത്തിൽ നിന്നൊരു ലേശം ഒന്നുമില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞു, അതിപ്പോ അങ്ങ് വിളിച്ചില്ല വെച്ചാലും ഞാൻ അവിടെ നിന്ന് ഉണ്ണാൻ നിരീക്ഷിച്ചിട്ട് ഞാൻ വന്നേക്ക് കുറെ അല്ല ഈ മോഹം ഇവിടുന്ന് ലേശം ഉണഴിക്കണം. എവിടുന്ന്? അങ്ങയുടെ കുടുംബത്തിൽ നിന്നേ. ഇവരുടെ കണ്ണിങ്ങനെ കുട്ടാന്നിങ്ങനെ ഒഴുകുകയാണേ സന്തോഷം കൊണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ കുടുംബത്തിൽ നിന്ന് ഉണ്ണണമെന്ന് മോഹിച്ചു വരികയാണ്. എങ്ങനെയുണ്ട്?
കൊണ്ടുവന്ന് ഇരുത്തി നല്ലോണം പല കെട്ടിയിരുത്തി വിസ്തരിച്ച് വിളമ്പി ധാരാളം ഒന്നും ഇല്ലെങ്കിലും ഉള്ളതൊക്കെ നല്ല ഭഗവാൻ അങ്ങോട്ട് ഉണ്ടിട്ട് കുറച്ചും കൂടി ആവാ വിളമ്പിക്കോളോ. എന്താ ഇത് ചോദിച്ചു വാങ്ങിയിട്ടാ ഉണ്ണണത് ആര്? ഭഗവാനെ. ഉണ്ടത് ഭഗവാനാണെങ്കിലും നിറഞ്ഞത് ആരുടെ വയറാണ്? ഉണ്ടത് ഭഗവാനാണെങ്കിലും നിറഞ്ഞത് വിളമ്പി കൊടുത്ത് വിതുരരുടെയും കുടുംബത്തിന്റെയും വയറങ്ങോട്ട് നിറഞ്ഞ് അവർക്ക് കണ്ണീരും സഹിച്ചില്ല. നിറഞ്ഞ പിന്നെ കവിയും പുറത്തേക്ക്. അത് ഏത് വഴിയാ കവിയുക? ഉള്ളു നിറഞ്ഞാൽ പുറത്തേക്ക് കവിയൂലോ. അത് ഏത് വഴിയാ കവിയണത്? കണ്ണീ കൂടി അതങ്ങോട്ട് കവിഞ്ഞു. ഭഗവാനെ തൊഴുതു സന്തോഷം കൊണ്ട് വയ്യേ, എന്റെ ജന്മം സഫലായി, കുടുംബം തന്നെ എല്ലാം നേരെയായി. അങ്ങനെ ഊണൊക്കെ കഴിച്ച പൂമുഖത്ത പടിയുമ്പോൾ അങ്ങനെ ഇരുന്ന് നമസ്കരിക്കുക. അവിടെ നമസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ ഭഗവാൻ അങ്ങനെ പടിയിൽ നിന്ന് പടിഞ്ഞാട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക, വിശ്രമിച്ചിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പോഴല്ലേ ഭഗവാൻ ചോദിച്ചു, വിതുരനോട് ചോദിച്ചു, അതെ നമ്മുടെ അച്ഛൻ-പെങ്ങൾ ഇവിടെ ഇല്ലേ? പാണ്ഡവര് ഈ അച്ഛൻ-പെങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവർക്ക് എന്താ അമ്മായി എന്നാ പറയുക? നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെയാ പറയാ, അച്ഛൻ-പെങ്ങളെ. അമ്മായി പറഞ്ഞ അമ്മാവ വില കഴിച്ചാലേ അമ്മായി എന്ന് പറയുക. അങ്ങനെയുണ്ട അച്ചോള. അപ്പൊ ഇവിടെ ഈ അച്ഛൻ-പെങ്ങൾ ഇവിടെ പാണ്ഡവന്മാര് കാട്ടിക്ക് പോകുമ്പം, പാണ്ഡവന്മാര് 12 കൊല്ലത്തെ കാട്ടിക്കല്ലേ യാത്ര പോയില്ലേ? 12 കൊല്ലത്തേക്ക് കാട്ടിക്ക് പോകുമ്പം ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് അമ്മയപ്പ എവിടെയാ നിർത്തുക? ആരെ? കുന്തിദേവി അമ്മയെ നിർത്തിയപ്പോ എവിടെയാണ്? അപ്പൊ നോക്കിയപ്പോ ദുര്യോധനാദികളുടെ കൂടെ നിർത്താൻ വയ്യ. എന്താ കാരണം? മഹാപകട്ടാണേ. എന്നാ കൂടെ കൊണ്ടുപോവാച്ച അതും വയ്യ. എന്താ കാരണം? ഈ പ്രായമായ കാലത്ത് ഈ കാട്ടിലെ അത് ഇതും കുറ്റിയും മുള്ളും കഥയും ജന്തുവും ഒക്കെ ഉള്ള കാലത്ത് അമ്മയ്ക്ക് ഇങ്ങനെ കാട്ടിക്കൂടി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. ഈ വയസ്സായ കാലത്ത് ഒത്തിരി വിശ്രമം, നമ്മളതാ പറയാ വിശ്രമ ജീവിതം എന്നാ പറയാം. അന്ന് ഉയരുണ്ടാവില്ലേ നീല്? നമ്മളങ്ങനെയല്ലേ പറയുക? ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഞാൻ സ്വസ്ഥ വിശ്രമ ജീവിതമാണ്. വിശ്രമം ഉണ്ടോ? അതില്ല. അങ്ങനെയല്ലേ പറയാ നമ്മൾ? വിശ്രമം ഉണ്ടോ? വിശ്രമ ജീവിതം എന്നൊക്കെ പറയാന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് അമ്മയെ ഇപ്പൊ കാട്ടിക്കൊക്കെ കൊണ്ടുപോയി നരകിപ്പിക്കുക വയ്യ. അപ്പൊ എന്താ ചെയ്യുക? എവിടെയാ നിർത്തുക? അപ്പൊ എവിടെയാ നിർത്തുക എന്നിങ്ങനെ ആലോചിച്ച് വേവലാതിപ്പെട്ടിരിക്കുമ്പോഴാണ് വിതുരര് വന്നിട്ട് തൊഴുതിട്ട് പറഞ്ഞു, അതെ ഉണ്ണിയെ യുധിഷ്ഠിര, എന്താ അപ്പാ? അതെ ഒരു മോഹം ഉണ്ടായിരുന്നു. അമ്മ എന്നാ ഇപ്പം ഇവിടെ എടുത്തിയമ്മ ഇപ്പം ഇവിടെ വെച്ചാ നിങ്ങൾക്കൊക്കെ സന്തോഷമായി. വിതുരരും ഭാര്യയും മക്കളും കൂടി വന്നിട്ടാ തൊഴണത്. എന്തിനാ? ആരായി എടുത്തിയമ്മ? കുന്തിദേവിയമ്മേ ഇവിടെ അച്ചാൽ സന്തോഷമായി, ഞങ്ങൾക്കും ഒരു സന്തോഷമാവുമായിരുന്നു. കുന്തിദേവിക്ക് അച്ചാൽ ഈ വിതുരരെ വലിയ വാത്സല്യ, തന്റെ അനിയന്റെ മാനിയ, തന്റെ സ്വന്തം അനിയനെ പോലെ എടുത്തിയമ്മേന്നും പറഞ്ഞ അത്രയ്ക്ക് വാത്സല്യ. ചില എടുത്തിയമ്മമാരൊക്കെ അങ്ങനെയുണ്ട്, അമ്മയെക്കാളും ക്ഷേമാണ്. അങ്ങനെ തന്നെയാ മക്കളെ പോലെ അല്ലേ? അങ്ങനെ കൊണ്ടടക്കും. അങ്ങനെ എടുത്തിയമ്മ എന്നാൽ ഒന്നായിക്കോട്ടെ, അപ്പന്റെ കൂടെ ആയിക്കോട്ടെ, സന്തോഷം. വല്ലാത്തൊരു സന്തോഷം. എന്താ കാരണം? വിതുരരെ അവർക്ക് അച്ഛൻ മരിച്ച ഉണ്ണിയോളാണെങ്കിലും അച്ഛനില്ല എന്നൊരു തോന്നലില്ലാതെ കൊണ്ട് നടന്ന അപ്പനാണ് ആരെ? വിതുരരെ. പാണ്ഡവന്മാർ ഓരോ കുണ്ടിലും കുഴിയിലൊക്കെ ചെന്ന് ചാടിക്കൂല മറ്റവരെ. അതില്ലാണ്ട കഴിക്കാൻ എപ്പോഴും മുമ്പിൽ നിന്ന് വിദ്യ പറഞ്ഞു കൊടുക്കണേ ആളാണ് ആരെ? വിതുരരെ. അദ്ദേഹത്തിന്റെ കൂടെയാണ് അമ്മ വെച്ചാൽ സന്തോഷമായിട്ട് നമുക്ക് അല്ലെ, അമ്മയെ നല്ലോണം വിഷമിക്കേണ്ട നാട്ടിലിരിക്കണു എന്ന് കണ്ടാൽ നമുക്ക് എവിടെയും പോകാൻ ഒരു വിഷമവും ഇല്ല. അമ്മ ഇവിടെ കഷ്ടത്തിലാണെന്ന് കണ്ടാൽ നമുക്ക് എവിടെ ഇരുന്നാലും ഒരു പട്ടപ്പട്ടപ്പാ നേരെയാവില്ല, ശ്രദ്ധ കിട്ടില്ല. കിട്ടുമോ? ഒന്നിനും നേരെയാവില്ല. വല്ല പണിക്കും പോയി ഒരാച്ചാൽ ആ ഒരു വേവലാതി വന്നാൽ ഒന്നും ഇങ്ങോട്ട് സൂക്ഷ്മാവില്ല. ശരിയോ തെറ്റോ? അങ്ങനെയുണ്ട്. അപ്പൊ പാണ്ഡവന്മാർക്ക് ആ കാര്യം നന്നായി. എന്തായാലും അമ്മ സന്തോഷമായിട്ട് അവിടെ രാമായണം വായിക്കാം, ഭാഗവതം വായിക്കാം, ഭാരതം വായിക്കാം, നാമം ചെല്ലാം. കുട്ടികളുണ്ട്, അമ്പലത്തേക്ക് പോകാം. കുട്ടികൾ കൈ പിടിച്ച് കൊണ്ടുപോകും. ആരെ? നമ്മുടെ കൂടെ അങ്ങനെ പൊക്കോളും. വിതുരപ്പൻ എപ്പോഴും ഉണ്ടാവും. എടുത്തമ്മേ എന്നും പറഞ്ഞ് എന്താ വേണ്ടു വെച്ചാൽ മുണ്ടും വീട്ടിൽ കിടക്കിടയ്ക്ക് വാങ്ങി കൊടുക്കും. അമ്മ എന്തായാലും അവിടെ രാജ്ഞിയെ പോലെ അമ്മ മഹാരാജ്ഞിയെ പോലെ കഴിയും. സന്തോഷം. അങ്ങനെ അന്ന് ഏൽപ്പിച്ച് പോന്നതാ പാണ്ഡവര്. ആ കുന്തിയച്ചപ്പങ്ങൾ എവിടെ ഉണ്ട് താമസിക്കണു? വിതുരരുടെ കുടുംബത്തെ. അച്ചോളം ഇവിടെ ഉണ്ടേ. അച്ചോളം എന്ന് കണ്ട് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ അങ്ങനെ ഇങ്ങോട്ട് ചെന്നാ തെക്കിനിയുടെ ഇറനാഴി ഇങ്ങോട്ട് കടന്നിട്ട് ആ തെക്കിനി തിണ്ണയുടെ അരി ഇങ്ങോട്ട് കടന്ന് കിഴക്കിനേക്ക് കടന്ന അതങ്ങോട്ട് നടക്കുമ്പോഴാണ് ആ വടക്കണിയുടെ വടക്കേ തൂണിന്റെ ചൂട്ടിലെ 4 തൂണിന്റെ ചൂട്ടിൽ രാമായണം വായിക്കാനാര്? കുന്തിദേവി. ഒന്നും കണ്ടിട്ടില്ലേ? പാവം ശ്രദ്ധ അത്രയ്ക്കുണ്ടേ. നമ്മളാച്ച വായിക്കാച്ച നാട്ടിലത്തെ ഒക്കെ അറിയുകയും ചെയ്യും, വായനയും നടക്കും. അങ്ങനെയല്ല, ഒന്നും അറിയണില്ലേ, ശ്രദ്ധ മുഴുവനും ഇതിലായിരിക്കണത്. അങ്ങോട്ടി അങ്ങോട്ട് ചെന്നു. ഭഗവാൻ ചെന്നു. ആ കാൽക്കലിക്ക് ഒറ്റ വീഴ്ച. ആരുടെ? കുന്തിദേവി നമ്മുടെ കാൽക്കലിക്ക് വീണു. വീണപ്പോ എന്താണ്ടായെന്നറിയോ? കുന്തിദേവി ഇങ്ങനെ എന്താണ്ടായ നിശ്ചല്യ നോക്കിയപ്പോ ഒന്നും മനസ്സിലാവില്ല. കാലിന്റെ പടത്തിന്റെ മുകളിൽ എന്തോ ഒരു മിനുസുള്ള സാധനം ഇങ്ങനെ എഴയണു. കാലിന്റെ പടത്തമ്മിലേ ഈ മിനുസുള്ളത് ഇങ്ങനെ എഴയാണ്. കുന്തിദേവി കണ്ണടയൊക്കെ എടുത്ത് തുടച്ച്, കണ്ണിന്റെ വെട്ടിത്തലയുണ്ട്, കണ്ണൊക്കെ തുടച്ച് നോക്കിയപ്പോ എന്താ കാലിന്റെ മുകളിൽ എഴയണതെന്നറിയോ? മയിൽപ്പീലി. കുറച്ചും കൂടി കീഴ്പ്പെട്ട് നോക്കിയപ്പം അങ്ങോട്ട് കീഴ്പ്പെട്ട് നോക്കിയപ്പം മഞ്ഞപ്പട്ട. ശിവ എന്തപ്പി കാണുന്നത്? സഹിച്ചില്ല. കുന്തിദേവി 2 കൈ ഇങ്ങോട്ട് പൊക്കിയിട്ട്
അതു പൊഴുതു കുന്തിയെ വന്ദിച്ചു മാധവൻ ആശീർവചനവും ചെയ്തിതു കുന്തിയും. ചെറുതാ പറഞ്ഞത് മഹാഭാരതാട്ടോ അത്. അതു പൊഴുതു കുന്തിയെ വന്ദിച്ചു മാധവൻ ആശീർവചനവും ചെയ്തിതു കുന്തിയും. ഭഗവാൻ കാൽക്കലെ നമസ്കരിച്ചപ്പം കുന്തിദേവി എന്ത് ചെയ്തു? ആശീർവചനവും ചെയ്തിതു കുന്തിയും. ആശീർവദിച്ചു. സ്വസ്തി ആയുഷ്മാൻ ഭവ ശതം ജീവ ശരതോ വർദ്ധമാനം. ആർക്കപ്പി ആയുസ് കൊടുത്തത്? കുന്തിദേവി. ലോകത്തിന്റെ ആയുസ് കൈവെള്ളയിലിട്ടിട്ട് ഇങ്ങനെയും പൊടിക്കണ ആൾക്ക്. പ്രപഞ്ചം തന്നെ ഇങ്ങനെ പൊടിച്ചുരുട്ടണ ആളാണ് ആര്? ഭഗവാനെ. എന്തായാലും പറഞ്ഞതിന് അർത്ഥം എന്താ ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങനെയാണ്. ഒന്നും പറയണ്ട. ഭഗവാനായിട്ടിരിക്കുമ്പോ ഒരു ഭഗവാനാവലുണ്ട്. ഒന്ന് മനുഷ്യനായാലോ ഒന്നും പറയണ്ട. ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. രണ്ടും ഒരേ സമയം കാണി. പേടിപ്പിക്കും ചെയ്യും, എന്നിട്ട് പ്രസാദിപ്പിക്കും ചെയ്യും. കണ്ടിട്ടില്ലേ? ഇപ്പൊ വിശ്വരൂപം കാണിച്ചു കൊടുത്ത് ഞെട്ടിയിട്ട് മുണ്ടലക്കാണ് കുളത്തിലാര്? ദുര്യോധനും കൂട്ടരും. ആ മുണ്ട് വിളക്കണില്ല. ശരിയല്ലേ ഇത്? അപ്പോഴാണ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? അച്ചോളെ ഉണ്ണിയാണ്, കണ്ണനാണ്. ആരെ കണ്ടോ? അവിടെ ഉണ്ണിയാ. അറ്റേക്കിലോ ആ പുകയൊന്നും ഇപ്പോഴും പോയിട്ടില്ല അവിടെ. ശരിയോ തെറ്റോ? ഇതാണ് ശ്രീകൃഷ്ണാവതാരത്തിന്റെ ഒരു വലിയ ഒരു ഭംഗി. എന്താല്ലേ പറഞ്ഞാൽ മതിയാക്കിയത്. ശ്രീകൃഷ്ണ ഭഗവാൻ അന്ന് കുന്തിദേവിയുടെ കാൽക്കല്. അതിന്റെ ശേഷം കുന്തിദേവി അമ്മ അപ്പൊ നല്ല ജാഗ്രതയിലാണ്. എന്താ ഇപ്പൊ ഒരു ലേശം അങ്ങോട്ട് എന്താണ്ടായി? ശ്രദ്ധപെശകായി. ശ്രദ്ധപെശകുണ്ടായതുകൊണ്ട് അപ്പൊ തന്നെ നമ്മൾ അങ്ങോട്ട് നമസ്കരിക്കല്ലേ വേണ്ടത്? ആരെ? ഭഗവാനെ. അല്ലാണ്ട് ഇങ്ങോട്ട് നമസ്കരിക്കാൻ പാടുണ്ടോ? പറ്റിപ്പോയി, അറിഞ്ഞില്ലേ? ആ പുസ്തകത്തിൽ എങ്ങനെയാ അല്ലേ സുന്ദരകാന്ഡം വായിക്കുക ചെയ്തു, ഒന്നും അറിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ശേഷം കുന്തിദേവി അതപ്പതാ നോക്കൂ. അന്നത്തേത് കഴിഞ്ഞു. അത് അന്നത്തെ അനുഭവമാണ്. അതിന്റെ ശേഷം ഇപ്പൊ നോക്കൂ, ഭഗവാന് തെക്കിനിയുടെ ഇടനാഴി ഇങ്ങോട്ട് കടന്നപ്പോഴേക്ക് ആര് കണ്ടു? കുന്തിദേവി കണ്ടു. ഇങ്ങോട്ട് വന്ന അപ്പം നമസ്കരിക്കും. എന്ത് ചെയ്യാം? അതിന്റെ മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് നമസ്കരിച്ചപ്പോൾ ഇങ്ങോട്ട് നമസ്കരിക്കില്ല. കുന്തിദേവി അവിടെ നിന്ന് ഭഗവാനെ കണ്ടപ്പോ ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തൊഴുതിട്ട് നമസ്യേ നമസ്കരിച്ചു. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായായവനികാച്ഛന്നം അജ്ഞാഭോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നട്ടോ നാട്യധരോ യഥാ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയ. കുന്തിദേവി പറഞ്ഞതാ നമസ്യേ നമസ്കരിക്കുകയാണ്. ആരെയാ നമസ്കരിക്കുന്നത്? അനിയന്റെ മകനെയാ. വാസ്തവ പറഞ്ഞ ബന്ധം കൊണ്ട് നോക്കുമ്പോ തന്റെ അനിയൻ വാസുണ്ണി. ആര്? വസുദേവരുണ്ണി മകനെ പോലെയാണ്. തന്റെ ഇളയ അനിയനാണ്. അപ്പൊ വസുദേവരെ കണ്ട മകനെ പോലെ വാസുണ്ണിയെ എന്താ അങ്ങനെ കൂടെ ചേർത്ത് പിടിച്ച മകനെ പോലെ കൊണ്ടടക്കണം ഉണ്ണിയുടെ മകനാണ് ആര്? ഭഗവാനെ. ഒന്നും കൂടി വാത്സല്യം കൂടും എന്നല്ലാതെ ബഹുമാനം കൂടാൻ വഴി സ്വാഭാവികമായിട്ടില്ല. പക്ഷെ കുന്തിയമ്മ എന്താ പറഞ്ഞത്? നമസ്യേ നമസ്കരിക്കണോ കേട്ടോ. ആരെ? പുരുഷം തു ആദ്യം. സാധാരണ പുരുഷനല്ല, ആദ്യൻ പുരുഷൻ ചെന്നർത്ഥം. പരമപുരുഷ ജഗദീശ്വര ജയ ജയ പങ്കജനാഭ മുരാരേ എന്ന് പറഞ്ഞില്ലേ സ്വാതിരുന്നാള്? എന്ന് മട്ടില് ആ പരമപുരുഷനായ ഭഗവാനെ പ്രപഞ്ചത്തിന്റെ ആദിയിലും അന്തത്തിലും നടുക്കും ഒടുക്കും എപ്പോഴും എന്നും നിറഞ്ഞു നിൽക്കുന്നതായ ആ പരമപുരുഷനായ ഭഗവാനെ പുരുഷം തു ആദ്യം ആദ്യനായ പുരുഷനെ നമസ്കരിക്കുകയാണ്. കഴിഞ്ഞു? ഇല്ല. ഈശ്വരം അങ്ങ് ജഗതീശ്വരനാണേ, ഭഗവാനാണ്. അങ്ങ് സംശയ ശ്രദ്ധിക്കണം കേട്ടോ. ഭഗവാൻ അവതാരമൂർത്തിയായിട്ട് ഭൂമിയില് ഇരുന്ന കാലത്ത് ഭഗവാന്റെ മഹിമ ആ മട്ടില് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു ചുരുക്കേ ഉണ്ടായിട്ടുള്ളൂ. പറയുന്നതൊക്കെ മനസ്സിലാവുന്നില്ലേ? അല്ല, മനസ്സിലാവുന്നില്ലേ? ഭഗവാൻ അവതാരമൂർത്തിയായിട്ട് ആ പ്രഭാവത്തോടു കൂടിയിട്ട് ലോകത്ത് ഇരുന്ന് വാണ കാലത്ത് ഭഗവാനെ ഭഗവാനായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ കൂട്ടര് കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ആ കുറച്ചുള്ളവരുടെ കൂട്ടത്തിൽ പ്രസിദ്ധയായ ഒരാളാണ് ആര്? ഈ അമ്മ. ആര്? കുന്തിദേവി അമ്മ. നോക്കണേ, നമ്മളൊക്കെ എങ്ങനെയാ വെച്ചാ കുറെ കാലം കഴിഞ്ഞാൽ നമുക്കൊക്കെ തോന്നും പശുവും ചെത്ത് പുളി പോയാലേ നമ്മൾ ഇറങ്ങുള്ളൂ. ശരിയല്ലേ? ഇതല്ല. അത് ആ കാലഘട്ടം. മഹതിയാണെന്നാ പറഞ്ഞത്. അനിയന്റെ മകനാന്നുള്ള കുറച്ച്
ആ ഒരു വാത്സല്യ കൂടുതലുകൊണ്ട് ഉണ്ടാവണ കുറച്ചിലൊന്നും കുന്തിയമ്മ കാണിച്ചില്ല. അതാ പറഞ്ഞത്. അങ്ങാര് ഈശ്വരനാണ്. പ്രകൃതേ പരം. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ അപ്പുറത്തിരിക്കുന്നതായ ജഗതീശ്വര ഭാവത്തെ ഈശ്വരം പ്രകൃതേ പരം. എന്നിട്ടോ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. അപ്പൊ ഈ ഭഗവാന്റെ മഹിമയെ കുറിച്ച് പറഞ്ഞിട്ട് അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം എന്ന് വെച്ചാൽ എന്താ അർത്ഥം അവിടെ? ഭഗവാനെ അങ്ങ് ജഗതീശ്വരനായ പ്രപഞ്ചത്തിന്റെ ഒക്കെ അല്ലെ പരമപുരുഷനായ ഭഗവാനാണ് എന്നൊക്കെ വിസ്തരിച്ച പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഭഗവാനും പ്രപഞ്ചത്തിന്റെ നാഥനും ജഗതീശ്വരനും പ്രകൃതിയുടെ അപ്പുറത്തിരുന്ന് പ്രകൃതിയെ പ്രവർത്തിപ്പിച്ച് അങ്ങനെ ഈ ചൈതന്യവത്താക്കി തീർക്കണ സാക്ഷാൽ ജഗതീശ്വരനൊക്കെയാണ് അങ്ങ്. എങ്കിലും ആർക്കും അലക്ഷ്യം കണ്ടാ മനസ്സിലാവില്ല. അലക്ഷ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടാൽ മനസ്സിലായി. നമുക്ക് ആർക്കെയും കണ്ടിട്ട് മനസ്സിലായി ഇവിടെ ഉണ്ട് ഭഗവാൻ, അവിടെ ഉണ്ട് ഭഗവാൻ എന്ന് ഇല്ല. അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം അലക്ഷ്യം. എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും ഇരിക്കണതാരാ? അകത്താരാ? ഭഗവാൻ. പുറത്താരാ? അകത്തും പുറത്തും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് ഭഗവത് സ്വരൂപം തന്നെയല്ലേ ഇരിക്കണത്. ഈ സ്വർണ്ണമാലയുടെ ഉള്ളിൽ എന്താ ഇരിക്കണേ? വെള്ളിയാ? സ്വർണം. പുറത്തോ? അതേപ്പോ നന്നായത്. ശരിയല്ലേ? മണ്ണിന്റെ ചട്ടിയെന്ന് കൂട്ടി ചട്ടിയുടെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ കൂട്ടാനുണ്ടെന്നൊക്കെ പറയും വേണമെങ്കിൽ. അതൊന്നും വെച്ചില്ല ഇല്ലേ? സ്വർണത്തിന്റെ വേറെ എന്തെങ്കിലും കോലായിക്കോട്ടെ. സ്വർണത്തിന്റെ കോലിന്റെ ഓട്ടുവിളക്കിന്റെ ഉള്ളിൽ എന്താ? മണ്ണാ? ഓട്. പുറത്തോ? ഓട്. വെള്ളിയെങ്കിലും ഓട്. നിശ്ചന്താർത്ഥം ഓട്ടുരുളിയാണെങ്കിലും ആ ഉരുളി എന്ന് പറഞ്ഞ വസ്തുവിന്റെ ഉള്ളിൽ പുറത്തൊക്കെ ഓട് തന്നെയാണ്. നിശ്ചാർത്ഥം ഓടാണ് ഉരുളിയായിട്ടും വിളക്കായിട്ടും കാണുന്നത്. സ്വർണ്ണാണ് മാലയായിട്ടും വളയായിട്ടും. എന്നുവെച്ചാൽ സകല ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും അങ്ങയുടെ മഹിമനെ പ്രകാശിച്ചിരിക്കണല്ലോ. എങ്കിലും സാധാരണ ലോകരങ്ങയുടെ മഹിമ അലക്ഷ്യം ആരും കാണാറില്ല. എന്താ കാണാത്തതിന്റെ കാരണം? അതിന് കാര്യം പറഞ്ഞു കൊടുത്തു. എന്താ ചേട്ടോ? ഒരു മറവിട്ടെ. അതാണ്. എന്താ മറവ്? മായായവനികാച്ഛന്നം. അതാണ്. എന്താ കാരണം? മായായവനികാച്ഛന്നം. മായയാകുന്ന യവനിക. യവനിക എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ? യവനിക മനസ്സിലാവില്ല. യവനിക എന്ന് ഈ തിരശീല എന്ന് കണ്ടോ? കഥകളിക്കൊക്കെ മുമ്പിൽ ഇങ്ങനെ പിടിക്കണേ ഒരു രണ്ടാളപ്പുറപ്പുറത്ത് നിന്ന് ഇങ്ങനെ പിടിക്കും. തിരശീലല്ല. അത് പണ്ടുണ്ടായിരുന്നപ്പോ അതും ഇല്ല. തിരശീല വേറെ കേട്ടോ. അത് വൈകുന്നേരം തിരി തിരക്കാൻ പണ്ടൊക്കെ. ഇപ്പൊ അത് തിരക്കേണ്ട അങ്ങാടിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവരില്ലേ പതിവ്. അതല്ല തിരശീല പറഞ്ഞങ്ങനെ തിരനോട്ടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ ഇങ്ങനെ പിടിക്കുക. അതാണ് അത്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ശുദ്ധ മലയാളം പറഞ്ഞ കർട്ടൻ. ഇപ്പൊ അത് പറഞ്ഞു വിളിച്ചാവണേക്കാൾ നല്ലത്. മനസ്സിലാവില്ലേ? ഈ നാടകത്തിന്റെ മുമ്പിൽ തൂക്കണേ സാധനമില്ലേ? അതാണ്. അതിന്റെ പിമ്പിലിരുന്നിട്ട് എന്ത് വേഷങ്ങളാണ് അതിന്റെ പിമ്പിലിരിക്കണത് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ലേ. ഈ ശീല പൊങ്ങിയാലേ മനസ്സിലാവുള്ളൂ. ശരിയല്ലേ? ഇത് ഇപ്പൊ മായയാകുന്ന കഥാപാത്രങ്ങളൊക്കെ പുറത്തേക്ക് പോകാനും അകത്തേക്കൊക്കെ വരാനും ആദ്യം എന്ത് ചെയ്യും? ഈ തുണി ഇങ്ങോട്ട് താഴ്ത്തും. തിരശീല താഴ്ത്തിയിട്ടാണ് കഥാപാത്രങ്ങള് വരിക പോവുക. അങ്ങനെയാണല്ലോ. എന്നിട്ട് തിരശീല ഇങ്ങോട്ട് പൊന്തിക്കുമ്പം ശ്രീരാമനും സീതയും അല്ലെങ്കിൽ ദുഷ്യന്തനും ശകുന്തളയും എന്നിട്ട് നാടകത്തിൽ പറയും ചെയ്യും ദുഷ്യന്തനും ശകുന്തളയും ഇരുന്നു കൊണ്ട് പ്രവേശിക്കുന്നു. പഴയ സംസ്കൃത നാടകത്തിലൊക്കെ മലയാളം തർജ്ജമ എഴുതുമ്പോൾ അങ്ങനെ എഴുതുക. ദുഷ്യന്തനും ശകുന്തളയും ഇരുന്നു കൊണ്ട് നമുക്ക് തോന്നുന്നു ഇരുന്നു കൊണ്ട് എങ്ങനെയാ പ്രവേശിക്കാൻ? നിരങ്ങി വരികയാണെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ നിരങ്ങി പറഞ്ഞ മുണ്ട് കീറുന്ന ഏർപ്പാടല്ലത്. ഇരുന്നു കൊണ്ട് പ്രവേശിക്കുക പറഞ്ഞാൽ ഈ കർട്ടൻ അങ്ങോട്ട് പൊന്തിക്കുമ്പം ഇവരിങ്ങനെ ഇരിക്കണ മട്ടിലാണ് നമ്മൾ കാണുന്നത്. അന്ന് ഇരുന്നും കൊണ്ട് പ്രവേശിക്കുക പറഞ്ഞത്. അർത്ഥം മനസ്സിലാവില്ലേ? നാടകത്തിലൊക്കെ ഒരു സാങ്കേതിക ഭാഷ, ടെക്നിക്കൽ ടേംസ് എന്ന് പറയും. മനസ്സിലായില്ലേ? അത്രയൊക്കെ മനസ്സിലായാൽ ചില സാങ്കേതിക പദങ്ങളുണ്ട്. അതാണ് ഇവിടെ മായായവനികാച്ഛന്നം. മായയാകുന്ന യവനികയുടെ പിമ്പിലിരുന്നിട്ടാണ് അങ്ങയുടെ ലീലകളെ. അതുകൊണ്ട് നമ്മളൊക്കെ എന്തുണ്ടാവില്ല? അജ്ഞാനികളായ നിങ്ങളൊക്കെ പാവ സ്ത്രീകളെ. അധോക്ഷജം അവ്യയം. അധോക്ഷജനും അവ്യയനുമായ അങ്ങയെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ല? എന്ന ലക്ഷ്യസേ കാണാൻ പറ്റുന്നില്ലേ? എന്താ നമ്മുടെ കണ്ണെങ്ങനെയാണ്? മൂഢദൃഷ്ടിയാണ്. മൂഢദൃഷ്ടി എന്താർത്ഥം? ഇതിപ്പോ എന്താ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഈ നിൽക്കണത് എന്താ? വിളക്ക് എന്നല്ലേ പറയുക. വാസ്തവത്തിൽ അത് ഓടല്ലേ? അത് ഉരുക്കിയിട്ട് ഒരു ഉരുളിയാക്കിയാൽ നമ്മൾ എന്താ പറയുക? അപ്പോഴും അത് ഓടല്ലേ? ഈ അളവ് ഓട അതിലില്ലേ? ശരിയല്ലേ? ഇത് നമ്മൾ ഉരുളി ഉരുക്കിയിട്ട് വലിയൊരു വാർപ്പാക്കി.
അപ്പൊ എന്താ പേര്? വാർപ്പ തന്നെ എന്റെ പേര്. ഉരുളി പോയി വാർപ്പ എന്ന് വെച്ചാൽ അർത്ഥം. അപ്പോഴും ആ അളവ് ഓട അതിലുണ്ട്. ഈ ഓട് തന്നെയാണ് വിളക്കാവണതും കിണ്ടിയാവണതും കിണ്ണാവണതും ഇല്ലേ, അതുപോലെ തന്നെ ഉരുളി ആവണതും ഒക്കെ. അപ്പൊ നമ്മള് പേര് മാറ്റി മാറ്റി പറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ പേര് പറയുന്നത് വസ്തുവിനോ രൂപത്തിനോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ പേര് പറയുന്നത് വസ്തുവിനോ രൂപത്തിനോ? വസ്തുവിനെ പേര് പറഞ്ഞ ശേഷം എങ്ങനെ കൊണ്ടുവന്നാലും ഓട് 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 എന്ന് പറഞ്ഞു, അങ്ങനെ പറയുന്നില്ലല്ലോ. ശരിയല്ലേ? മാല കൊണ്ടുവന്നു, അസല് മാല ഉരുക്കി വളയൊക്കെ കൊണ്ടുവന്നു. എന്ത് പറഞ്ഞു? അസല് മാല വളയത് മാല വളയ അല്ല, വളയാണ്. മാലയില്ല. മാല എവിടേക്കാ പോയത്? കോഴിക്കോട്ടേക്കാണ്. ആ മാലയുടെ രൂപത്തിൽ സ്വർണം നിന്നപ്പം മാല, സ്വർണം വളയുടെ ആകൃതിയിലായപ്പം വള, അത് കമ്മലിന്റെ ആകൃതിയിലായപ്പം കമ്മല്. ഇനിയിപ്പോ വേറെ എന്താ വെച്ചാൽ അതിന്റെ ആകൃതിയിലാവുമ്പോ അപ്പൊ നമ്മള് രൂപത്തിനാണ് എന്ത് പറയുന്നത്? പേര് പറയുന്നത് വസ്തുവിനല്ല. വസ്തുവിനെ പേര് പറയുന്ന ശേഷം എന്ത് പറയണം? സ്വർണം 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 എന്ന് പറയണം, ഇല്ലേ? ഇതിനിവിടെ വസ്തുവിനെ പേര് പറഞ്ഞാൽ ഓട് 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 അങ്ങനെയൊന്നും പറയാറില്ല. രൂപത്തിനാണ് പേര്. രൂപത്തിന് നമ്മൾ കൊടുക്കണതാണ് നാമം. അപ്പം രൂപം പോവുമ്പം എന്തും പോവും, നാമവും പോവും. അപ്പം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമവും രൂപവും. നാമവും രൂപവും പോയി എന്ത് ശേഷിക്കും? വസ്തു ശേഷിക്കും. ഒന്നും മനസ്സിലായില്ലല്ലോ? ഒന്നും മനസ്സിലാവണ്ട. അത് വേദാന്താണേ. നാമവും രൂപവും പോയാൽ എന്ത് ശേഷിക്കും? വസ്തു അവിടെ ശേഷിക്കില്ലേ? അതവിടെ ഓട് നമുക്ക് ഇല്ലേണ്ടേക്കാൻ പറ്റുമോ? മാല ഇല്ലേണ്ടേക്കാം, ഉരുക്കിയ മാല ഇല്ലേണ്ടേ. വള നമുക്ക് ഉരുക്കിയ ഇല്ലേണ്ടേ. ശരിയല്ലേ ഇത്? പക്ഷെ ഓടിന് ഇല്ലേണ്ടേക്കാൻ പറ്റുമോ? പറ്റില്ല. സ്വർണത്തിന് ഇല്ലേണ്ടേക്കാൻ പറ്റുമോ? ഇല്ല. വളയും മാലയൊക്കെ ഇല്ലേണ്ടേക്കാം. ശരിയല്ലേ ഇത്? ഒന്നിനെ വേറെ ഒന്നാക്കാന്നല്ലാതെ ഇല്ലേണ്ടേക്കാൻ നമുക്ക് പറ്റില്ല. ഈ പടാൻ പറഞ്ഞത് അങ്ങയുടെ മഹിമ നോക്കൂ. ലക്ഷ്യസേ മൂഢദൃശ. നമ്മുടെ കണ്ണ് ഈ മൂഢദൃഷ്ടിയാണ്. ഈ നാമരൂപങ്ങളെ കാണുന്ന കണ്ണിന്റെ പേരാണ് മൂഢദൃഷ്ടി. അങ്ങനെ പൊട്ടന്മാരാ നല്ല അർത്ഥം. നാമരൂപങ്ങളെ കാണുന്ന ആ ദൃഷ്ടിക്കാൻ എന്ത് പറയുന്നത്? ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഓരോന്ന് കാണും. ഇവിടെ ഇരിക്കുന്നത് ഭഗവത് സ്വരൂപമാണ്. അത് നമ്മൾ കാണില്ല. കാണുമോ? കാണില്ല. നമ്മൾ എന്ത് കാണും? പലതും കാണും. ഈ വിളക്ക് കാണണം, ഓട് കാണാതെ കിണ്ടി കാണണോ, കിണ്ണം കാണണോ, പലതും കാണണോ. ഓട് കണ്ടാൽ എല്ലാം ഓടാണെന്ന് മനസ്സിലാവും എന്ന് പറയും പോലെ മൂഢദൃഷ്ടികളായ ഞങ്ങൾക്കൊന്നും അങ്ങയുടെ മഹിമ മനസ്സിലാവില്ല. എങ്ങനെയെന്ന് വെച്ചിട്ടോ അങ്ങ് നടോ നാട്യധരോ യഥാ. ഇതുപോലെ നാട്യവേഷം ധരിച്ചു വന്നൊരു നടനെ പോലെ. എന്താ നാട്യവേഷം ധരിക്കുക എന്ന് പറഞ്ഞ നടന്മാരെ കണ്ടിരിക്കും. നടൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സിനിമ നടനെ തോന്നുക. അങ്ങനെയല്ലേ ഇപ്പൊ പുതിയ കാലത്ത് അങ്ങനെയല്ലേ തോന്നുന്നത്? സിനിമ നടനെ കേട്ടോ. സിനിമ നടനെയൊക്കെ നമുക്ക് എങ്ങനെ ഏത് പാതിരയ്ക്ക് 2:45 12:15 കണ്ടാലും നമുക്ക് മനസ്സിലാവും. അച്ഛനെയും അമ്മയൊക്കെ കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ഒന്നും കൂടി നോക്കേണ്ടി വരും. അതെപ്പോഴെങ്കിലല്ലേ കാണുള്ളൂ. ഇത് ആരെ? അച്ഛനെയും അമ്മയൊക്കെ. മറ്റത് ഇപ്പോഴും കാണുകയല്ലേ? ഇവിടെ തന്നെയല്ലേ താമസം, ഇവിടെ സിനിമാ കൊട്ടകയില്. അർത്ഥം ആ സിനിമയിലത്തെ നടൻ എന്ന് പറഞ്ഞ ഈ ഉദാഹരണം നേരെയാവില്ല. സിനിമയിലത്തെ നടൻ ഏത് സിനിമയിൽ എന്ത് കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോഴും ഇയാളാണ് അയാള് എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ന പേരുള്ള നടനാണ് ഈ സിനിമയിൽ ഇന്ന കഥാപാത്രമായിട്ട് അഭിനയിച്ചത് നമുക്ക് മനസ്സിലാവുമല്ലോ. കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളിയിൽ നമുക്ക് മനസ്സിലാവുമോ പെട്ടെന്ന് കണ്ടാല്? നല്ലോണം നിശ്ചലുള്ളവർക്കൊക്കെ മനസ്സിലാവും. നല്ലാതെ കണ്ട ഒരു വിധം ഉള്ളവർക്കൊന്നും ഇല്ലേ. എന്തല്ലേ ദുഷ്യന്തനായിട്ട് അഭിനയിച്ചപ്പോ എന്ത് ഭംഗിയായിട്ടാണ്. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേന്നാണ് ശകുന്തളയായിട്ട് വന്ന് ഇയാൾ തന്നെയാണ്. എന്താ ശകുന്തളയൊക്കെ കണ്ട തൊട്ട് നോക്കാൻ തോന്നിയ എന്തല്ലേ ശകുന്തളയൊക്കെ അമ്പമ്പോ മഹാകേവം തന്നെ. അത് കഴിഞ്ഞിട്ടോ ഒന്നും പറഞ്ഞ ശ്രീരാമനായിട്ട് അഭിനയിച്ചപ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയത്. അത് കഴിഞ്ഞിട്ട് പരശുരാമനായിട്ട് അഭിനയിച്ചിട്ട് എന്ത് ചെയ്തു? 2 സ്റ്റൂളാ മുറിച്ചത്. പരശുരാമന്റെ ക്രോധം കാരണം ഇല്ലേ. അത് കഴിഞ്ഞു ഹനുമാനായിട്ട് ഒരു ഡെസ്കും മുറിച്ച് 2 സ്റ്റൂളും മുറിച്ചു. അമ്പോ ഒന്നും പറയണ്ട. ഇതൊക്കെ ഒരാൾ തന്നെയാണേ. ശരിയല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാവുക ആരാ എന്താണെന്ന്. എന്തൊക്കെ വേഷങ്ങളാണ് ധരിക്കണത്, എന്തൊക്കെ കെട്ടണോ അഴിക്കണോ, കെട്ടണോ അഴിക്കണോ, ഓരോ വേഷം കെട്ട് അതഴിച്ച് അടുത്ത വേഷം കെട്ടുക. ഇങ്ങനെയാണ് ഭഗവാന്റെ മഹിമ. മത്സ്യാശ്വകച്ഛപ നൃസിംഹ വരാഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിന സ്ത്രിഭുവനം ച യഥാധുനേശ ഭാരം ഭുവോ ഹര യദോത്തമ വന്ദനം തേ. എന്താ പറഞ്ഞത്? ഇതൊക്കെ ഭഗവാന്റെ വേഷം കെട്ടി കഴിക്കലാണ്. ഇതൊക്കെ ഓരോന്നും മത്സ്യമായിട്ടും കൂർമായിട്ടും വരാഹായിട്ടും നരസിംഹായിട്ടും വാമനായിട്ടും പരശുരാമനായിട്ടും ശ്രീരാമനായിട്ടും ബലരാമനായിട്ടും എന്തൊക്കെ തരം വേഷം കെട്ടണോ അഴിക്കണോ കെട്ടണോ അഴിക്കണോ. എന്തല്ലേ നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലാവില്ലേ? അതുകൊണ്ടാണ് നമ്മൾക്ക് മാത്രല്ല എന്ത് തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം
പശ്യേ മഹിസ്ത്രീയ. നമ്മുടെ കാര്യം മാത്രല്ലേ, വലിയ വലിയ യോഗീശ്വരന്മാരായ മഹർഷീശ്വരന്മാർക്ക് പോലും എപ്പോഴും ഒന്നും ആരെ കാണാൻ സാധിക്കുന്നില്ല. ഭഗവാനെ അവര് എപ്പോഴെങ്കിലുമൊക്കെ കാണുള്ളൂ എന്നിരിക്കെ അമലാത്മന്മാരായ ശുദ്ധാത്മാക്കളായ മഹർഷിമാരുടെ കഥ പോലും ഇങ്ങനെയാണെന്നിരിക്കുക. ഒന്നേ പ്രാർത്ഥനയുള്ളൂ, ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട കഥം പശ്യേ മഹിസ്ത്രീയ, ഞങ്ങൾ പാവങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടോ ഭഗവാനെ അങ്ങയുടെ മഹിമ മനസ്സിലാവണു? ആര് തൊഴുതു? അതെന്താ പെണ്ണുങ്ങൾക്ക് പാവം എന്ന് പറയാൻ കാരണം? പെണ്ണുങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എന്നാ? അല്ല, അങ്ങനെയല്ല കേട്ടോ. പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. കുന്തിദേവിയമ്മയുടെ വിനയാണേ. ഞങ്ങൾക്ക് വേദല്യ, ശാസ്ത്രല്യ, ഉപനയനില്ല, മന്ത്രല്യ, യാഗല്യ, യജ്ഞല്യ, ഹോമല്യ, പൂജല്യ, ഇതൊന്നും ഇല്ലേ? അങ്ങനെയുള്ള ഞങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാവും? ഇതൊക്കെ ഉള്ള കൂട്ടരൊക്കെ തന്നെ എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ അത്ര. ആർക്ക്? മഹർഷിമാർക്ക്. പിന്നെ ഇതൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ കാര്യമോ? ആര്? എന്താ അല്ലേ കുന്തിദേവിയുടെ? വാസ്തവം പറഞ്ഞാലേ കുന്തിദേവിയമ്മയുടെ വിനയ അവിടെ ഇട്ടു. സ്ത്രീകൾക്ക് മനസ്സിലാവില്ല എന്നല്ല, ഈ ഭാഗവതം പുസ്തകം മറിച്ചു നോക്കിയാൽ ഭഗവാന്റെ മഹിമ നല്ലോണം അറിഞ്ഞു ഉപാസിച്ച് മനസ്സിലാക്കിയ ഒരു മുക്കാലും പെണ്ണുങ്ങളാ. മുക്കാലല്ല, മുഴുവനെയും വേണമെങ്കിൽ പെണ്ണുങ്ങളാന്ന് വേണമെങ്കിൽ പറയാം. ഗോപികമാരാരാ? സ്ത്രീകള്. ഈ പ്രഭജ്ഞിമാരാരാ? സ്ത്രീകള്. അങ്ങനെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയ പിന്നെ പെണ്ണുങ്ങളുടെ കഥയുള്ളൂ. അതിലേതെങ്കിലും ഒരു പുരുഷന്റെ പേര് പറയൂ. ഒന്നിനെ പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു വെള്ളിയാഴ്ച ഒരു നാരദര് വരും, ഇത്രയേ ഉള്ളൂ. എപ്പോഴെങ്കിലും. ശരിയല്ലേ ഇത്? രണ്ടാമത്തെ ഒരാളുടെ പേര് പറയൂ, നമ്മൾ കുറക്കാറായി നോക്കും. ശരിയോ തെറ്റോ? പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറയും, സ്ത്രീകൾക്ക് അങ്ങനെയാണ്. വേറൊരു സംഗതിയും കൂടി ഉണ്ട്. ഈ ഭഗവാനെ ഭജിക്കാനും ഭഗവത് ഭാവത്തെ ഉറപ്പിക്കാനും ഉപാസിച്ചുയരാനും പുരുഷന്മാരെക്കാളും തീവ്രതയും ശക്തിയും കൂടിയ സംവിധാനമാണ് ആര് കൊടുത്തത്? ഭഗവാൻ കൊടുത്തത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒന്നും അറിയില്ല. അതറിഞ്ഞ എന്താ കഥ അല്ലേ? പുരുഷന്മാരെക്കാളും അവർക്ക് ഭഗവാനെ വേഗം ഭജിക്കാൻ സാധിക്കും. ഉള്ളിലുറപ്പിക്കാനും കൊണ്ടു നടക്കാനും ഭജിക്കാനും ഭക്തിയോട് കൂടിയിട്ട് ഒക്കെ പ്രാപ്തിയുണ്ട് അവർക്ക്. വലിയ സൗകര്യം. ഭഗവാൻ അങ്ങനെ ഒരു മഹിമ തന്നിട്ട് ആനങ്ങളുടെ മാതിരിയൊന്നും കഠിനമായ യജ്ഞയാഗ ഹോമ പൂജാദികളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഗോപികമാര് യാഗം കഴിച്ചിട്ടാ അവരതൊന്നും അത്രയ്ക്ക് വലിയ വലിയ ശാസ്ത്രക്രിയകളൊന്നും ചെയ്തിട്ടില്ല. ശാസ്ത്രക്രിയല്ല, ശാസ്ത്രങ്ങളിൽ പറഞ്ഞ ക്രിയായോഗാദികളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഹൃദയത്തെ അവിടെ അങ്ങോട്ട് ഉറപ്പിച്ചു. ഇതിനെ ഈ ഉറപ്പിക്കാനല്ലേ ഈ ക്രിയകളൊക്കെ ചെയ്യണത്. പക്ഷെ ക്രിയൊന്നും ഇല്ലാണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഉറപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഉദാഹരണം പറയുമ്പോൾ ആരെ കുറിച്ച് പറയും? യഥാ വ്രജഗോപികാനാം. ഫോർ എക്സാമ്പിൾ, ആ യഥാന്ന് അർത്ഥം എന്താ? ഭക്തിയെ കുറിച്ച് നാരദ മഹർഷിയുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ് എന്ത്? ഭക്തി സാച അമൃതപ്രേമരൂപ. ഭക്തി എന്ന് പറഞ്ഞ അമൃതപ്രേമരൂപമാണ്. യഥാ വ്രജഗോപികാനാം. ഫോർ എക്സാമ്പിൾ, വ്രജഗോപികാനാം ഉണ്ടോ? അങ്ങനെ ഉദാഹരണം പറയണ സ്ഥലത്തേക്ക് ഇവരെത്തിയില്ലേ? വേറെ എന്റെ പേര് പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞതിന്റെ അടുത്ത് അങ്ങനെ സ്ത്രീകളുടെ മഹിമ വലിയ മഹിമയാണ്. തിരിച്ചറിയൂ വേണ്ടു. എന്ത്? ആനയ്ക്ക് എന്ത് മനസ്സിലായാൽ മതി? ഞാൻ പൂച്ചയാണെന്ന്. ഇപ്പൊ പൂച്ചയാണെന്ന് വിചാരിച്ചിട്ട് ആന നടക്കുന്നത്. ആന എന്ത് മനസ്സിലാക്കിയാൽ മതി? ഞാൻ ആനയാണെന്ന് മനസ്സിലാക്കിയാൽ തീരണ പ്രശ്നങ്ങളെ നാട്ടില് ഉള്ളു. കഷ്ടകാലം എന്ന് പറയട്ടെ, ആനയ്ക്ക് അത് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയെ മനസ്സിലാവുള്ളൂ. അന്നത്തെ കാര്യം ഒരു കൂട്ടൊക്കെയാണ്. ശരിയോ തെറ്റോ? അതുവരെ ആന ചെറിയ കണ്ടില്ല, ഇത്ര പോകുന്ന ആൾ ആനയും കൊണ്ട് നടക്കണു. വലിപ്പം കൊണ്ടൊരു ചേർച്ചയില്ല, സ്വഭാവം കൊണ്ടൊരു ചേർച്ചയില്ല, ആകൃതി കൊണ്ടൊരു ചേർച്ചയില്ല. ആകെ ഒരു ചേർച്ചയുള്ളത് നിറം കൊണ്ട് മാത്രമാണ്. കൊണ്ടിറക്കണോ ആനയും കൂടി ഇല്ലേ? എന്നിട്ടാണ് അടത്താനോ വലത്താനോ നെടുക്കാനൊക്കെ പറഞ്ഞു ആന എന്നിട്ട് തോട്ടിയൊന്ന് മുമ്പിലേക്ക് പിടിക്കും. വേണ്ട. ശരിയല്ലേ? ഒരേ ആനയ്ക്ക് ഇങ്ങോട്ടൊരു വെളിച്ചം വരാണ്ട് അന്ന് അങ്ങനെ പറക്കണാണൊക്കെ. ശരിയോ തെറ്റോ? മനസ്സിലാവില്ലേ? അപ്പൊ അവനവന്റെ വലിപ്പവും അവനവന്റെ മഹിമയും അവനവൻ എന്ന് തിരിച്ചറിയണോ അന്ന് എല്ലാ പ്രശ്നങ്ങളും തീരും. അത് തിരിച്ചറിയാത്രത്തോളം കാലം അടിമകളായിട്ടും അതല്ലാത്ത മട്ടിലും ആണായാലും പെണ്ണായാലും നടക്കും. അപ്പൊ അതുകൊണ്ട് അവനവന്റെ മഹിമകളും കഥകളും ബോധ്യവും തപസമ്പ്രദായവും ശക്തിയും പ്രഭാവവും തിരിച്ചറിയുക. അത്ര തന്നെയാണ്. അതിനാണ് നമ്മളിതൊക്കെ കുന്തിയമ്മ എന്താ പറഞ്ഞത്? കഥം പശ്യേ മഹിസ്ത്രീയ. ഞങ്ങള് പാവം സ്ത്രീകൾ എങ്ങനെ ഇതൊക്കെ കണ്ടറിയണു? അതുകൊണ്ട് ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ? ഭക്തിയോഗ വിധാനാർത്ഥം. ഭക്തിയോഗം, ഭക്തി ഉണ്ടാവാൻ ഇവിടുന്ന് അനുഗ്രഹിച്ചാൽ മതി. അത്രയേ ഉള്ളൂ.
അപ്പൊ കുന്തിദേവി ഇങ്ങനെ ചിന്തിച്ചു, വലിയ വലിയ യോഗീശ്വരന്മാര് മഹാത്മാക്കളൊക്കെ വെച്ചാൽ അവർക്ക് ഇങ്ങനെ വലിയ വലിയ സമ്പ്രദായങ്ങളും വേദസത്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്തുതിക്കാനും നമസ്കരിക്കാനും ഒക്കെ ഉള്ള കഥയും അതിനൊക്കെയുള്ള പ്രാപ്തിയുണ്ട്. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ലല്ലോ എന്ന് ആലോചിച്ചൊരു വേഷം, എങ്ങനെയാ ഒന്ന് നമസ്കരിക്കുക? ആര്? ഭഗവാനെ ഒന്ന് നമസ്കരിക്കണല്ലോ. കുന്തിദേവി എന്ത് ചെയ്തു? അതിനപ്പോ എന്താ, നമ്മുടെ കഥയിലങ്ങനെ നമസ്കരിക്കാമല്ലോ. കുന്തിദേവിയമ്മ 2 കൈ അങ്ങോട്ട് കൂപ്പി ആ കാൽക്കലയ്ക്ക് വേണ്ടിട്ട് ഭഗവാനോട് പറഞ്ഞു, അടിയ നിശ്ചല മാതിരി നമസ്കരിക്കണേന് ഇപ്പൊ എന്താ പറഞ്ഞു? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്ന് ചൊല്ലി തരാം. ഉറക്കം ചൊല്ലിക്കോളൂ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഉച്ച പോരാട്ടോ, ശബ്ദം പോരാ, ഉറക്കം ചൊല്ലൂ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഒന്നും കൂടി ഉറക്കം ചൊല്ലിക്കോളൂ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ മഹിമ കൃഷ്ണായ, കൃഷ്ണനാണ് അങ്ങ്. എന്തേ കൃഷ്ണൻ ഭഗവാനെ വിളിച്ച് നമസ്കരിച്ചതാണേ. കൃഷ്ണായ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയൂ? അതിന് ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം പറയുമ്പം ശങ്കരാചാര്യ സ്വാമികള് ഭാഷ്യത്തില് ഈ കൃഷ്ണൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയും. എങ്ങനെയാ വെച്ചിട്ട് അവർ പറയുക, ഭക്തജന പാപ ആകർഷണാൽ കൃഷ്ണ. എന്താണ്? ഭക്തജന പാപ ആകർഷണാൽ കൃഷ്ണ. ഭക്തജനങ്ങളുടെ പാപത്തെ വലിച്ചെടുക്കണോനായതുകൊണ്ടാണ് അത്രേ ഭഗവാൻ കൃഷ്ണൻ എന്ന് പേരുണ്ടായത്. വല്ലതും പിടുത്തം കിട്ടിയോ? എന്താ പറഞ്ഞത്? ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് തൊഴുമ്പം ഭഗവാൻ എന്ത് ചെയ്യും? നമ്മുടെ ആ പാപവാസന ഇങ്ങനെ വലിച്ചെടുക്കും. 2ാമത്തെ ദിവസം പോയപ്പോൾ പിന്നെയും വലിച്ചു, 3ാമത്തെ ദിവസം പോയപ്പോൾ പിന്നെയും വലിച്ചു. അങ്ങനെ എല്ലാ ദിവസവും പോകാൻ തുടങ്ങിയപ്പോ വലിച്ചെടുക്കാൻ ഒന്നുമില്ല എന്നായി, അങ്ങോട്ട് കൊടുക്കാൻ കടായി. അർത്ഥം മനസ്സിലാവുണ്ടോ? അതുകൊണ്ടാ പറയുന്നത് എന്നും ഭഗവാനെ നമസ്കരിക്കാൻ വരണം. എന്താ കാരണം? നമ്മൾ ദിവസവും വന്ന് തൊഴുമ്പോ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മുടെ ഉള്ളിലത്തെ കുറെ പാപവാസന ഉണ്ടാവില്ലേ, അതൊക്കെ അങ്ങോട്ട് വലിച്ചെടുക്കും. രാവിലെ ഇങ്ങോട്ട് വന്ന് നല്ലോണം ഒന്ന് തൊഴുതു പോയാൽ എല്ലാ വാസനയും പാപവാസനയും ഇങ്ങോട്ട് വലിച്ചെടുത്തുണ്ടാവും ഭഗവാൻ. പിന്നെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ലോണം ഉണ്ടാക്കൂല, അത് വൈകുന്നേരം തൊഴാൻ വരുമ്പോൾ ഭഗവാൻ അങ്ങോട്ട് വലിച്ചെടുക്കും. പിന്നെ നമ്മള് വൈകുന്നേരം തൊഴുതു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ രാവിലെ കുളിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി തൊഴുമ്പോൾ ഇതിങ്ങനെ അങ്ങനെ തൊഴാൻ നമ്മൾ വന്നില്ല, ഇതിങ്ങനെ ഉള്ളിൽ കെട്ടി 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 കടന്നിട്ട് ഒടുക്ക അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് തെറിക്കും. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നിത്യം 2 നേരം തരായാൽ ഭഗവാനെ തൊഴണം, നമസ്കരിക്കണം. അതാണ് ഭക്തജന പാപത്തെ ആകർഷിക്കുക, വലിച്ചെടുക്കണോനായതുകൊണ്ടാണ് ഭഗവാന് കൃഷ്ണൻ എന്ന പേരുണ്ടായത്. കഴിഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ട്? വാസുദേവായ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പണ്ട് ആ വസുദേവര് ആ കാരാഗ്രഹത്തിൽ കടന്ന് നരകിച്ച് വെള്ളവും വെളിച്ചവും നേരെ ശ്വാസവും വിടാനുള്ള പഴുതും ഇല്ല. ഇരുട്ട് നിറഞ്ഞ ആ കൂരിട്ട് നിറഞ്ഞ കിടക്കണ ആ കാരാഗ്രഹത്തിൽ നരകിച്ച കരിങ്കലിന്റെ ഉള്ളിലെ ചെറിയൊരു പഴുതിന്റെ ഉള്ളിൽ ഇങ്ങനെ നരകിച്ച കിടക്കണേ. നരകിച്ച കടന്ന കഷ്ടത്തിലായി എന്താ വേണ്ട നിശലിയാതെ അങ്ങനെ നരകിച്ചൊരു തരത്തിലും പുറത്തേക്ക് രക്ഷയില്ലല്ലോ എന്ന് വേദനിച്ചിരിക്കുമ്പോഴാണ് ഭഗവാനെ ആശ്രയിച്ചത്. അങ്ങനെ സർവാത്മന് ഭഗവാന്റെ തൃപ്പാദത്തെ ആശ്രയിച്ച് തൊഴുതും നമസ്കരിച്ചപ്പോ എന്താ ഉണ്ടായത്? ഭഗവാൻ തന്നെ ആ കാരാഗ്രഹത്തിൽ വന്ന് ആരെ അനുഗ്രഹിച്ചു? ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ടല്ലേ വസുദേവരെ അനുഗ്രഹിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞത്? എത്രയോ കാലമായിട്ട് വെളിച്ചം കാണാത്ത ആളാണ്, അത്ഭുത ബാലകന്റെ വെളിച്ചം ആ കാരാഗ്രഹത്തിൽ കണ്ടത്. അങ്ങനെ അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് നോക്കൂ. ഇല്ലച്ച ഭഗവാൻ ഈ കാരാഗ്രഹത്തിലൊക്കെ വന്ന് അവതരിക്കേണ്ട വല്ല കഥയുണ്ടോ? രാത്രി നല്ല പകലോ നല്ല വെളിച്ചത്ത് 4 ആളെ അറയോ വല്ല കൊട്ടാരത്തില് ഗംഭീരനായിട്ട് വന്ന് അവതരിച്ചാൽ മതിയായിരുന്നു പോരെ? അത് ചെയ്തില്ല. എന്താ ചെയ്യാഞ്ഞത്? പറ്റാത്തോണ്ടല്ലോ. നമ്മളൊക്കെ കഷ്ടത്തിലായിട്ടാണ് അങ്ങനെയൊക്കെ വന്നത്. ഭഗവാൻ അങ്ങനെ കഷ്ടത്തിലായ പരിപാടി ഇല്ലല്ലോ. എവിടെ വേണമെങ്കിലും എങ്ങനെയാവരുതേ, അതൊന്നും വേണ്ടാന്ന് നിരീക്ഷിച്ച് കാരാഗ്രഹത്തിലേക്ക് തന്നെ പാതിരാത്രിക്ക് പുറപ്പെടാൻ, മഴക്കാലത്ത് കൂരിട്ടത്ത് പുറപ്പെടാന്നൊക്കെ എന്തിനാ നിരീക്ഷിച്ചത്? അതായത് തൻ്റെ ഭക്തോത്തമനായ മഹാത്മാവ് കാരാഗ്രഹത്തിലാണ് കഷ്ടത്തിലായിട്ട് കിടക്കണത് വെച്ചാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ എന്ത് ചെയ്യണം? കാരാഗ്രഹത്തിൽ വന്ന് രക്ഷിക്കണ്ടേ? കിണത്തിലേക്ക് വീണയാളെ രക്ഷിക്കാൻ മാളികയമ്പയ്ക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? എന്ത് ചെയ്യണം?
കിണറ്റിലേക്ക് ഇറങ്ങിയാലല്ലേ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതന്നെ പ്രകാരം ഭഗവാൻ എന്നിട്ടോ കാരാഗ്രഹത്തിൽ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് മാത്രല്ല, പേരും മാറ്റിയെടുത്തേ വാസുദേവായ. കണ്ടോ, പിറ്റേന്ന് പേരെന്താണ്? വാസുദേവൻ 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 എന്ന് പേര്. അതുകൊണ്ട് അദ്ദേഹത്തിന് പേരും കൂടി ഉണ്ടാക്കി കൊടുത്തു. വാസുദേവൻ എന്ന് പറയുമ്പോൾ വാസുദേവന്റെ ഉണ്ണി, അദ്ദേഹത്തിന്റെ ഉണ്ണിയാണ്. നന്നായി. ആർക്കാ പേര് പോയത്? അച്ഛന്റെ പേരാണ്. അതാണ് വാസുദേവൻ എന്നും പറഞ്ഞ് നടന്ന അച്ഛന്റെ പേര് ലോകം മുഴുവൻ എത്തിച്ചു കൊടുത്തു. എന്നിട്ടോ കഴിഞ്ഞോ? ഇല്ല. ദേവകീ നന്ദനായ ദേവകീ ദേവിക്ക് നന്ദനനായി. എന്തേ നന്ദനൻ എന്ന് പറഞ്ഞാൽ? നന്ദനൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? നന്ദയതി ഇതി നന്ദന. നന്ദിപ്പിക്കുന്നവനാണ് നന്ദനൻ. മനസ്സിലാവില്ല? നന്ദയതി ആനന്ദയതി ഇതി. നന്ദയതി പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് നോക്കുമ്പോ എന്തായി? ആനന്ദയതി. ആനന്ദിപ്പിക്കണോനെയാണ് നന്ദനൻ എന്ന് പറയുക. അപ്പൊ മകൻ എന്ന് പറയുമ്പോൾ നന്ദനൻ എന്ന് പറയുന്നത് സന്തോഷിപ്പിക്കണോനായതുകൊണ്ടാണ്. നമ്മുടെ മക്കളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കും ഇല്ലേ? അതിനെ കണ്ടാൽ സന്തോഷം, മിണ്ടിയാൽ സന്തോഷം, കൊടുത്താൽ സന്തോഷം, ചിരിച്ചാൽ സന്തോഷം. മകൻ എന്ത് ചെയ്താലും മകൾ എന്ത് ചെയ്താലും എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവില്ലേ? അതിന്റെ കാരണം ഇതാണ്, ആനന്ദിപ്പിക്കണവനായതുകൊണ്ടാണ്. ഈ ദേവകീ ദേവി ആ കാരാഗ്രഹത്തിൽ നരകിച്ച 6 പുത്രന്മാരെ കല്ലിന്റെ മുകളിൽ തല്ലിക്കൊല്ലണത് കണ്ണുകൊണ്ട് കണ്ട ഒരമ്മയാണ് ആര്? ആലോചിച്ച് നോക്കൂ. വെറുതെ വല്ല വയ്യായ വന്ന് മരിച്ചു പോയതാച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം. പച്ചയ്ക്ക് നല്ല കുട്ടികളെ ആ അമ്മ ഇതൊക്കെ കണ്ട് മരവിച്ച് മനസ്സൊക്കെ തകർന്ന് ഒരു എന്താ പറയുക, മനുഷ്യ മനസ്സല്ലാണ്ടേ ഇരിക്കണോ വിഷമം കൊണ്ട്. ആരുടെ മനസ്സ്? ആ അമ്മയുടെ, ദേവകീ ദേവി അമ്മയുടെ. ആ ദേവകീ ദേവിയുടെ നമ്മുടെ ഹൃദയത്തിൽ ഒരു കാലത്തും ഒരു വെളിച്ചം ഉണ്ടാവും ഒരു പ്രതീക്ഷ ഒരാൾക്കും ഇല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് അയ്യോ അങ്ങനെ വയ്യല്ലോ, ഈ 6 എണ്ണത്തിന്റെയും കൂടി വിഷമം ഈ ഒന്നുകൊണ്ട് തീർക്കണം നിരീക്ഷിച്ചിട്ടാണ് ആര് ആ കൂരിരുട്ടത്തെ അമ്മയുടെ അടുത്തേക്ക് വന്നത്. ശരിയല്ലേ? ഇത് ദേവകിക്ക് മകനാവുകയല്ല ചെയ്തത്, നന്ദനനായി ദേവകീ ദേവിയെ ആനന്ദിപ്പിച്ചു. ആ ഒരു സാധനം ദേവകി ഇതുവരെ ആനന്ദം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ശരിയല്ലേ? അത് അങ്ങനെ ആ ഭഗവത് സ്വരൂപം മുമ്പിൽ കണ്ട് തന്റെ ആനന്ദസ്വരൂപനായിട്ട് തീർന്നു. അതുണ്ടായത്. ദേവകീ നന്ദനായ അവിടെ നിർത്താറുന്നു. മതി, മഴക്കാലൊക്കെ കഴിഞ്ഞോട്ടെ, അതാ വനി വിളിച്ചായിക്കോട്ടെ. എന്ത് നീ എന്റെ ആൾക്കാരെ അനുഗ്രഹിക്കാനേ മഴക്കാലാണ് കഴിഞ്ഞോട്ടെ. എങ്ങനെയപ്പൊ നനയില്ലേ മുട്ടൊക്കെ? ഇല്ലെങ്കിൽ തന്നെ നേരം വിളിച്ചാൽ ഇരുട്ടത്തിപ്പ് എങ്ങനെയാ എന്നൊക്കെ വിചാരിച്ചോ? നമ്മളൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് അപ്പൊ കഴിഞ്ഞ് ഒട്ടനെ വരെ 2 ആളെ അനുഗ്രഹിച്ച് കഴിഞ്ഞ് ഒട്ടനെ എന്ത് ചെയ്തു? അവിടുന്ന് പുറപ്പെട്ടത്. രാത്രി പോയി പുഴ കടന്ന് പോയിട്ട് കൊടുമഴയത്ത് കൊടയും വാങ്ങി പോയിട്ടാണ് അവിടെ ചെന്ന നന്ദഗോപകുമാരായ ധൃത്യനെ ഇവിടെ അനുഗ്രഹം കഴിഞ്ഞപ്പോ അവിടെ 2 ആള് കാത്തിരിക്കുന്നുണ്ട്. പുഴ കടന്ന് പോയിട്ട് നന്ദഗോപകുമാരായ. നേരം വിളിച്ചായപ്പോ പേരെന്നെ മാറി. വസുദേവന്റെ ഉണ്ണി വാസുദേവൻ എന്നായിരുന്നു രാത്രി പേര്. വിളിച്ചായപ്പോ പേരെന്താണ്? നന്ദഗോപകുമാരായ. നന്ദഗോപകുമാരൻ എന്ന് പേരും മാറി. ആലോചിച്ച് നോക്കൂ, അതല്ലേ ഉണ്ടായത്? അവിടെ കൊണ്ട് കഴിഞ്ഞു. ഇല്ല, യശോദമ്മയെ അനുഗ്രഹിച്ചു, നന്ദഗോപരെ അനുഗ്രഹിച്ചു, കഴിഞ്ഞില്ല. ഗോവിന്ദായ ചെതർഹം ഗോക്കളെ അനുഗ്രഹിച്ച് പശുക്കളെയൊക്കെ കൂടാൻ നടന്ന് തൊട്ടും തലോടിയും അവരുടെ കൂടെ കളിച്ചും ചിരിച്ചും ചാടിയും പാടിയും ഓടിയും എന്നും പറയണ്ട. നന്ദഗോപകുമാരൻ പിന്നെ ആരായിട്ട് തീർന്നു? ഗോവിന്ദായ നമോ നമ. അങ്ങനെ ഗോവിന്ദനായിട്ടും അങ്ങ് ശോഭിച്ചില്ലേ എന്ന് പറയുമ്പം എന്താ പറയേണ്ടത്? എങ്ങനെയാ ഒന്ന് നമസ്കരിക്കപ്പെടുത്തേടെ പാദത്തിൽ ഇക്കാച്ചത്ര വലിയ വിവരവും ഇല്ലല്ലോ എന്നാണ് വിഷു വേദനിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടിയത് താമരപ്പൂവാ. ആർക്ക്? കുന്തിദേവി അമ്മയ്ക്ക്. അങ്ങനെ ആവട്ടെ എന്നും വിചാരിച്ചു കുന്തിദേവി തൊഴുതിട്ടോ പറഞ്ഞു, നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. അങ്ങോട്ട് തൊഴുതു. എങ്ങനെ? നമ പങ്കജനാഭായ, പത്മനാഭസ്വാമിയായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുകയാണ്. നമ പങ്കജമാലിനെ, താമരപ്പൂവിന്റെ മാല അവിടുത്തെ കഴുത്തിൽ ഇങ്ങനെ കിടക്കണത്. നമ പങ്കജനേത്രായ, ആ താമരപ്പൂ പോലെ മനോഹരായിട്ടുള്ള നേത്രങ്ങള്. നമസ്തേ പങ്കജാഘ്രയേ, താമരപ്പൂ പോലെ മനോഹരമായ ആ പാദങ്ങള്. എങ്ങനെയാ നമസ്കരിക്കേണ്ട? പറ്റില്ലല്ലോ. അങ്ങോട്ട് നമസ്കരിച്ചു. നല്ല ചുമന്നിരിക്കുന്ന പാദം. ഭാരതത്തിൽ പറയും ബന്ധൂക സമമായ
ചെന്തള്ളീരടിയുള്ളോൻ ബന്ധുക്കളില്ലാത്തോർക്കു ബന്ധുവാകിയ കൃഷ്ണൻ അന്ധക കുലജാതൻ അന്തമാദിയോമില്ലാതുള്ളവൻ പരൻപുമാൻ. ഭഗവാന്റെ കഥേത് എങ്ങനെ ഏതുപോലെ ബന്ധുക സമമായ ചെന്തള്ളീരടിയുള്ളോൻ. ഒരു പൂ നമ്മുടെ ചെമ്പരത്തി പൂന്നാ പറഞ്ഞത്. ചൊക്ക ചൊക്ക അങ്ങനെ ഇരിക്കണ പാദങ്ങളാണേ. നമസ്തേ പങ്കജാഘ്രയേ ആ പറഞ്ഞതിന്റെ വിശദീകരണം അത്. നമസ്കരിച്ചു. അപ്പോഴാണ് കുന്തിദേവി ഇങ്ങനെ ചിന്തിച്ചു, എന്തായാലും ഓരോന്ന് ആലോചിക്കുമ്പോൾ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച കഥകൾ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തള്ളിക്കേറി വരികയാണേ. ആർക്ക്? കുന്തിദേവി അമ്മയ്ക്ക്. കുന്തിദേവി പറയുകയും ചെയ്തു. ഭഗവാനെ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പം യഥാ ഹൃഷീകേശ ഖലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാൽ. പറഞ്ഞു വരിക അച്ഛൻ. യഥാ ഋഷികേശ. പണ്ട് ആ ദേവകീ ദേവി ആ കാരാഗ്രഹത്തിൽ പെട്ട കിടക്കണ കാലത്ത് നരകിച്ച 6 മക്കളെയും കൊന്നു. അങ്ങനെ 6 മക്കളൊക്കെ മരിച്ചു പോയിച്ചാലും ഇല്ലേ ദേവകീ ദേവി അല്ലെ ആര് രക്ഷിച്ചു? ദേവകീ ദേവിയെ കൊന്നു? ഇല്ല, ദേവകീ ദേവിയെ രക്ഷിച്ചു. 6 മക്കളെയും രക്ഷിച്ചില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നാ തന്റെ കാര്യോ എന്തപ്പണ്ടായത്? വിമോചിതാഹം ച സഹാത്മജ വിഭോ. അങ്ങ് എന്നെയും രക്ഷിച്ചു, എന്റെ 5 മക്കളെയും രക്ഷിച്ചു. അങ്ങനെ നോക്കുമ്പം തോന്നുകയാണേ ഇവിടുന്ന് ഇപ്പം പെറ്റമ്മോട് കാണിക്കുന്നതിനേക്കാളും വാത്സല്യം ഈ അച്ഛബങ്ങളോട് കാണിച്ചുല്ലോ എന്ന് ആലോചിക്കുമ്പം ശരിയല്ലേ? ഇത് പെറ്റമ്മോട് ഇത്ര കാണിച്ചിട്ടില്ലേ? ആരുടെ കാണിച്ചത്? അതിലേറെ ഈ അച്ഛബങ്ങളോട് കാണിച്ചുല്ലോ എന്ന് ആലോചിക്കുമ്പോ ഇവിടുത്തെ ആ കാരുണ്യത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ കുന്തിദേവി ഇതങ്ങനെ ജീവിച്ചു പോണത്. എന്തൊക്കെ കഥ കടന്നു പോന്നോളാ അവള് പറയച്ചൻ. വിശാൽ മഹാഗ്നേഹേ പുരുഷാദ ദർശനാൽ അസൽ സഭായ വനവാസകൃച്ഛ്രത മൃധേ മൃധേ അനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേ രക്ഷിതാഃ. വിശാൽ ഭീമസേനെ വിഷം കൊടുത്തു കൊല്ലാൻ 2 തവണയാണ് നോക്കിയത്. എന്തല്ലേ കഷ്ടം. മഹാഗ്നേഹെ വാരണാവതത്തിൽ അരക്കില്ലത്തിലിട്ട് ചുട്ട് കൊല്ലാനാണ് നോക്കിയത്. എന്നിട്ട് എന്തുണ്ടായി? മരിച്ചോ? ഇല്ല. ഭീമസേനെ 2 തവണ വെള്ളത്തില് മുക്കി വിഷം കൊടുത്ത് ബോധം കെടുത്തി വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കി. എന്നിട്ടോ കയറി വന്നത് അങ്ങോട്ട് പോകുമ്പോൾ 1000 ആനയുടെ ശക്തി, ഇങ്ങോട്ട് വരുമ്പോൾ 10000 ആനയുടെ ശക്തി. നന്നായി മുക്കിയത്. എന്താ കാരണം? മറ്റേത് കൂടി കിട്ടി. ഈ നശിപ്പിക്കാൻ നോക്കുക എന്നല്ലാതെ കൂടണത് എന്താ? ഉശിരുത്സാഹം. എന്താല്ലേ. പിന്നെ മാത്രല്ല നോക്കൂ, അസൽ സഭായാഹ ആ ദുഷ്ടന്മാരുടെ സഭയിൽ വെച്ചിട്ട് ആ പാഞ്ചാലിയുടെ മുണ്ടഴിച്ച് വസ്ത്രഴിച്ച് അപമാനിക്കാൻ പുറപ്പെട്ട സമയത്ത് ഭഗവാനെ അങ്ങല്ലേ ഉണ്ടായത്? വേറെ ആരാ ഉണ്ടായത്? പാഞ്ചാലിയുടെ വസ്ത്രം ഇങ്ങനെ അഴിക്കണേ, അഴിച്ചഴിച്ച് എന്തല്ലേ ആരോട് പറയണു? ഭർത്താക്കന്മാരെ അടിമകളായില്ലേ, കാരണവന്മാരെ രക്ഷിക്കണേ പറഞ്ഞു. അവരൊന്നും പുറപ്പെട്ടില്ല. ഒടുക്കം ഇത് ഭഗവാനെ ശ്രീകൃഷ്ണ ദ്വാരകാവാസിൻ കൃഷ്ണ ഗോപീ ജനപ്രിയ കൗരവൈ പരിഭൂതാം മാം കിം ന ജാനാസി കേശവ. ഹേ നാഥ ഹേ രമാനാഥ. ഭഗവാനെ അങ്ങ് വന്ന് കാക്കണം. ആരുണ്ട്? എനിക്ക് വേറെ ആരുണ്ട്? അങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞങ്ങോട്ട് ഉറക്കാൻ നിലവിളിച്ചു. ഭഗവാൻ ദ്വാരകയിൽ എന്തോ ഒരു കൂട്ടം പണിയിലായിരുന്നു. ഭഗവാൻ പറഞ്ഞു, രുക്മിണി എത്താ വരണു കേട്ടോ, ഇപ്പൊ വരാട്ടോ, ഇപ്പൊ വരാ പറയാ, പിന്നെ വന്നിട്ട് പറയാം, നേരെ ഇപ്പോഴൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. ഭഗവാൻ ഇങ്ങോട്ട് വന്നു. പാഞ്ചാലിയോട് പറഞ്ഞു, പാഞ്ചാലിയെ പരിഭ്രമിക്കണ്ട, അവന്റെ മോഹം അങ്ങോട്ട് തീർന്നോട്ടെ, അവിടെ നിന്നോളൂ എന്നും പറഞ്ഞു. അങ്ങനെ സാരി ഇങ്ങനെ അഴിക്കുക. രാവിലെ 9 മണിക്ക് തുടങ്ങിയത്. ആര്? ദുശാസനൻ. ആരുടെ വസ്ത്രം? പാവം സാധു സ്ത്രീ ആരോരുമില്ല. ഭഗവാൻ ഇങ്ങനെ കയ്യെ പിടിച്ചു കൊടുത്തു. എവിടെന്നാ വസ്ത്രം ഇങ്ങനെ പോണത്? ഭഗവാന്റെ കയ്യിൽ നിന്നേ. ഇവൻ ഇങ്ങനെ അഴിച്ചു കൂട്ടണ്ടേ. പക്ഷെ എവിടെന്നാ പോണത്? ഭഗവാന്റെ കയ്യിൽ നിന്ന്. പാഞ്ചാലി ഉടുക്കാത്തതൊക്കെ അഴിച്ചു വാങ്ങിയേ. മനസ്സിലായില്ല അല്ലെ? പ്രയോഗം മനസ്സിലായില്ല. പാഞ്ചാലി ഉടുക്കാത്ത സാരിയൊക്കെ ആരഴിച്ചു? ഉടുത്തത് തൊടാൻ ആർക്ക് പറ്റിയില്ല? അതാര് കണക്കാക്കി? ആലോചിച്ച് നോക്കൂല്ലേ. അതാണ് ഒരു സ്ത്രീയുടെ മാനം പോലും ആരുടെ കയ്യിലാ കടന്നത്? ഭഗവാനാണ്. സമ്മതിച്ചില്ല. അങ്ങനെ ദുശാസനൻ സാരി അങ്ങോട്ട് അഴിച്ചത് എത്ര നേരം. അപ്പൊ ഇപ്പോൾ എന്ത് ജാതിയെ ചിറ്റിയിലാവോ? വല്ലാത്ത ജാതി. ഒന്നുകൊണ്ട് കഴിയുമ്പോഴേക്ക് തീർന്നു. അതടുത്തത് വരുന്നു, അതടുത്തത്. അങ്ങനെ കുട്ടക്കാര് 2-2.5 വരെ അഴിച്ചോട്ടോ. സാരി ഇങ്ങനെ കുന്നു പോലെ കിടക്കുക. തീരണമില്ല. ദുര്യോധന മനസ്സിലായി ഇതിപ്പോ കഷ്ടത്തിലാവുന്നു. കുട്ടക്കൻ ദുര്യോധന ഇടപെട്ടിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് അറിയൂ? സഹൃദയരെ, കലാപ്രേമികളെ,
സാരി അഴിക്കൽ പരിപാടി 3:30 വീണ്ടും ആരംഭിക്കും. ചോറുണ്ട് വന്നോളൂ. അങ്ങനെ പറഞ്ഞു വന്ന എന്താ വെച്ചോ, പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ച് അപമാനിക്കാൻ പുറപ്പെട്ടവരുടെ മുണ്ടല്ല, മുണ്ടിന്റെ അടിയത്തേതും കൂടി ആരഴിച്ചു? ആരാ നാണം കെട്ടത്? വാസ്തവത്തില് പാഞ്ചാലിക്ക് വല്ല നാണം? ഇന്നും നമ്മൾ പാഞ്ചാലി എന്ന് പറയുമ്പോൾ കയ്യ്, ദുശാസനം എന്ന് പറയുമ്പോൾ കയ്യ്, അതെന്താണെന്നറിയില്ല. അങ്ങനെ പോണത്. അങ്ങനെ പോണ്ടോ? പോവും. ഭാരതം വായിച്ചാൽ പോവും. സ്ത്രീകളുടെ നേരെ കിഞ്ചാതി കാണിക്കുമ്പോൾ അറിയേണ്ട കൈ ആരുടെ കയ്യിലും ഒന്ന് പൊങ്ങിപ്പോവും. എന്നുവെച്ചാൽ അർത്ഥം പാഞ്ചാലി എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് കുമ്പിട്ട് തൊഴാൻ തോന്നുന്നു. ഒരു വലിയ മഹതിയാണ്. കണ്ടറില്ലേ? അങ്ങനെ ഭഗവാൻ അതാണ്. ആ ഭഗവാന്റെ മഹിമയാണ് ചിന്തിച്ചത്. വനവാസകാലത്ത് എന്തൊക്കെ നരകം ദുരിതം ഉണ്ടായത്. എന്തൊക്കെ ഉണ്ണാൻ കഷ്ടത്തിലായി. അവനോന് ഉണ്ണാനിലായിട്ടല്ല, പാണ്ഡവന്മാരെ ബ്രാഹ്മണര് കുറെ പേരെ കൂടിയവരൊക്കെ ഉഷ്ണ് അവര് ഉണ്ണാനിലേണ്ട വിഷമിക്കുന്നത് കാണാൻ വേണ്ടി പാഞ്ചാലിക്ക് യുധിഷ്ഠിരനും പാണ്ഡവന്മാർക്കൊന്നും അത് കാണാൻ പറ്റില്ല. അവനോനുണ്ടല്ലാച്ച ഒരു വിഷമവും ഇല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ ലേശം കൊടുത്തില്ല വെച്ചാൽ അവര് വിശിക്കുമ്പോൾ നമുക്ക് സഹിക്കുമോ? പാഞ്ചാലി പറഞ്ഞു എന്താ ചെയ്യും? യുധിഷ്ഠിരൻ പറഞ്ഞു നോക്കട്ടെ. അങ്ങനെയാണ് ഭഗവാൻ മറ്റേ പാത്രം കൊടുത്തയച്ചത്. ഏതാ പാത്രം? അക്ഷയ കുക്കർ. ശരിയല്ലേ? എന്താ പാഞ്ചാലിയോട് പറഞ്ഞു വെക്കണ്ട, ഗ്യാസിന്റെ കുറ്റി വേണ്ട, വെക്കണ്ട, വിളമ്പിയാ മതി. ചട്ടുക കൊടുത്തു. നോക്കൂ, വെക്കേണ്ട വിളമ്പികളാണ് ആര്? വെച്ചാൽ തന്നെ വിളമ്പാത്തവരുടെ നാട്ടില് മനസ്സിലാവണില്ല. അർത്ഥം മനസ്സിലാവണില്ലേ? വെക്കാനും വിളമ്പാനും അങ്ങനെ ഒരാൾക്ക് കൊടുക്കില്ല എന്നുള്ള ബുദ്ധിയുള്ള ഈ ദുഷ്ടതയുള്ള നാട്ടിലാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പാഞ്ചാലി വെക്കാതെ വിളമ്പിയത്. കൊട്ടാരത്തിലിരിക്കുമ്പോൾ വെച്ച് വിളമ്പിയോള് ഇപ്പം വെക്കാതെ വിളമ്പി. അങ്ങനെയാ പണ്ടൊക്കെ. അങ്ങനെ കുറെ നമ്മൾ വെച്ച് വിളമ്പിയായി അങ്ങോട്ട് പുറപ്പെട്ടാ പിന്നെ എന്ത് ചെയ്യാം? വെക്കാതെ വിളമ്പാം. അങ്ങനെ ആവാത്തതിന്റെ കാരണം എന്താ ചോദിച്ചാലേ മറ്റേതില്ലാത്തോണ്ടായത്. ഞാൻ എന്തെങ്കിലും ആവട്ടെ, പറഞ്ഞ് തിരിഞ്ഞു കുത്തിപ്പിടെ എത്തിയില്ലേ? എന്നുവെച്ചാൽ അർത്ഥം എന്താണെന്നറിയൂ? ഭഗവാന്റെ അനുഗ്രഹം മാത്രല്ലേ. എന്താ പറയണത്? മൃധേ അനേക മഹാരഥാസ്ത്രം. യുദ്ധത്തിലൊക്കെ എത്ര ജാതി വലിയ വലിയ അസ്ത്രങ്ങളാ വന്നത്. ഓരോന്നോരോന്ന് ഇങ്ങനെ വരും. ആ കർണനൊരു നാഗാസ്ത്രം കണ്ട് അയച്ചു അർജുനനെ നെറ്റിയിപ്പിക്ക്. അർജുനൻ അറിഞ്ഞില്ലേ നെറ്റിയിപ്പിക്ക് വരുന്നത്. അർജുനൻ നോക്കി നിൽക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ അത് അവിടെ എടുക്കുമ്പോൾ എവിടെ അറിഞ്ഞതാ എന്ത് ഇത് നെറ്റിയിപ്പിക്കുള്ളതാണെന്ന്. ഭഗവാൻ അത് അള്ളവരലോണ്ട് ആ തേരിന്റെ തണ്ടൊന്ന് അങ്ങോട്ട് അമർത്തി കൊടുത്തു. അത് ചളിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നു. ഏത് തേര്? അസ്ത്രം കിരീടം കൊണ്ട് അങ്ങോട്ട് പോയി. അർജുനൻ ചോദിച്ചു ഇപ്പൊ എന്താ പോയത് ചോദിച്ചു. നല്ലോണം നോക്കാൻ പറഞ്ഞു. പോയപ്പോ തലയിൽ തൊപ്പിയും പോയി, കിരീടം കൊണ്ട് പോയി. അപ്പൊ അർജുനൻ ചോദിച്ചു അതിപ്പോ എങ്ങനെയാ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു അതിപ്പോ ഇങ്ങനെയാണെന്നും പറഞ്ഞു. ഒരു ഉശിരുണ്ടായി. അത് കാരണം എന്താ? കിരീടം തൊട്ടപ്പോ ഒരു ഉശിരുണ്ടായി. നോക്കൂ, അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ആ പണി ചെയ്തില്ല വെച്ചാൽ അവന്റെ ഇതൊന്നും ആരാ അറിയണില്ല. പാണ്ഡവന്മാര് പോലും അറിയാതെ അവരെങ്ങനെ ഉണ്ണിയോളെ നമ്മളിങ്ങനെ കുട്ടികളെ എങ്ങനെ ഒക്കത്ത് വെച്ച് കൊണ്ടിടക്കില്ല. കുട്ടി അറിയോ നമ്മൾ കുഴി ചാടിയത്? അറിയോ? നമ്മൾ കാലിന് മുള്ളു കുത്തിയത് അറിയോ? അറിയില്ല. നമ്മൾ കല്ലുമ്പിൽ കയറിയത് അറിയോ? അറിയില്ല. അതൊന്നും അറിയില്ല. ഒക്കെ അതുപോലെ ഒരു ദുഃഖവും ദുരിതവും അറിയാതെ ഇങ്ങനെ കൊണ്ട് നടന്ന ആ ഒരു മഹിമയില്ല. അത് ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്. എന്താപ്പതൊക്കെ ദ്രൗണ്യസ്ത്രദശ്ചാസ്മ ഹരേഭിരക്ഷിതാഹ. ആ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രം ഈ ഉത്തരയുടെ ഗർഭത്തേക്ക് കയറി ചെന്നിട്ട് ആ ഉണ്ണിയില്ലേണ്ടിയാക്കി നശിപ്പിക്കാൻ പുറപ്പെട്ട സമയത്ത് അതിപ്പോ നമ്മൾ കണ്ടതല്ലേ? ഇപ്പൊ ഇവിടെ കണ്ണിന്റെ മുമ്പിൽ കണ്ടതല്ലേ? എന്താ ഇപ്പൊ പറയണ്ടു? അതുകൊണ്ട് ഭഗവാനെ പറയച്ചാൽ ഈ അച്ചോൾക്ക് ഒന്നേ ഇവിടത്തോട് പറയാനുള്ളൂ. എന്തെന്ത് ദുരിതം ഇവിടെ ഉണ്ടാവുമ്പോഴും ഞങ്ങൾ ഉറക്കെ വിളിക്കും, ഭഗവാനേന്ന് വിളിക്കും. അപ്പൊ അങ്ങ് എന്ത് ചെയ്യും? ഓടിപ്പാഞ്ഞ് വന്ന് ഞങ്ങളെ നല്ലോണം അനുഗ്രഹിക്കും. അത് പതിവാണ്, ഉറപ്പാണ്, ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അങ്ങ് പോകുമ്പോ ആ തൃക്കൈ രണ്ടും ഒന്ന് ഇവിടേക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് അനുഗ്രഹിക്കണം. എന്താ വെച്ചോട്ടോ അനുഗ്രഹിക്കേണ്ടത്? ഈ കുന്തി ദേവിക്കും മക്കൾക്കും എന്നെന്നും ദുരിതേ ഉണ്ടാവണേ, ദുരിതം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് അനുഗ്രഹിക്കണേ. ഭഗവാൻ എന്താ ചൊല്ലേ പറയുന്നത്? എന്താ അനുഗ്രഹിക്കേണ്ടത്? വിപത സന്തോ നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. എപ്പോഴും എന്തുണ്ടാവണം? ആപത്തുണ്ടാവണം. അങ്ങനെ ആപത്ത് നിരന്തരം ഉണ്ടാവുമ്പോ എന്താ ഉണ്ടാവുക? ഉറക്ക വിളിക്കുമ്പോഴോ അങ്ങ് ഓടി വരുമ്പോഴോ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുമ്പോ മുമ്പിൽ അങ്ങോട്ട് കാണും. ആ കാഴ്ച ഒന്ന് കണ്ടാൽ അപുനർഭവ ദർശനം. കണ്ടോർക്ക് രണ്ടാമത് ജന്മില്ല. അങ്ങനെയുള്ള മഹിമയാണ് ഇവിടുന്ന്. അതുകൊണ്ട് അങ്ങയെ കുറിച്ച് പറയേശൻ ഈ അഹമ്മദിയായിട്ട് നടക്കണവരില്ലേ അവർക്കൊന്നും ജന്മൈശ്വര്യ ശ്രുതശ്രീഭിരേധമാനമദഃപുമാൻ നൈവാർഹത്യഭിധാതും വൈത്വാം അകിഞ്ചന ഗോചരം നമോ കിഞ്ചന വിത്തായ
നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. ഭഗവാനെ മോക്ഷസ്വരൂപ, അങ്ങേ നമസ്കരിക്കുക. അങ്ങ് ഇപ്പൊ എന്തിനേയും ഭൂമിക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും ഓരോന്നാ പറയുന്നത്. ഭൂമിയുടെ ഭാരം തീർക്കാനാണ്, ഭക്തന്മാരെ അനുഗ്രഹിക്കാനാണ്, അല്ല അസുര നിഗ്രഹം ചെയ്യാനാണ്, ദുഷ്ടന്മാരെ ഒതുക്കാനാണ്. അതല്ല അത്രേ, യുധിഷ്ഠിരനെ കേമത്തരം ചേർക്കാനാണ് അത്രേ. എന്താ ആരപ്പ അങ്ങയുടെ മഹിമ മനസ്സിലാക്കിയത്? ആർക്കും അറിയില്ലേ, ആരും അറിയില്ല അങ്ങയുടെ മഹിമ. എങ്ങനെ അറിയാനാണ്? അങ്ങയുടെ ഒന്നും ആർക്കും നിശ്ചയിച്ച പറയാൻ വയ്യ. അതുകൊണ്ട് അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട്, ഒരു ദർശനം കൊണ്ടും, ഒരു സ്പർശനം കൊണ്ടും പ്രപഞ്ചം തന്നെ എങ്ങനെയായിട്ട് തീരണോ? ഇമേ ജനപദാഃ ശ്രദ്ധാഃ സുപകൗഷധിവീരുധ വനാദ്രിനദ്യുതന്യന്തോ ഹേതന്തേ തവ വീക്ഷിതൈഃ. അങ്ങൊന്ന് നോക്കിയാൽ മതി, കരിഞ്ഞ മരം തളിർത്ത് പൂത്ത് കായ്ക്കും. അങ്ങൊന്ന് നോക്കിയാൽ മതി, സമുദ്രം ഇങ്ങോട്ട് പൊങ്ങി വരും. അങ്ങൊന്ന് നോക്കിയാൽ മതി, വറ്റിയ പുഴ ഇങ്ങനെ കവിഞ്ഞൊഴുകും. എന്തിപ്പ പറയണ്ടു? ഏതന്തേ ഏതന്തേ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അങ്ങയുടെ മഹിമയുണ്ട്. അതുകൊണ്ട് അടിയനൊരു പ്രാർത്ഥനയുള്ളൂ. എന്താ പ്രാർത്ഥന? അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ഛിന്ധേ ദൃഢം പണ്ഡുഷു വൃഷ്ണിഷു. ഈ ഞാൻ എൻ്റെ എന്നൊരു അഹന്താമമതയുടെ ബുദ്ധി അടിയൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് ഇല്ലാണ്ടാക്കണം. എൻ്റെ ഉണ്ണിയോള്, എൻ്റെ യാദവന്മാര്, എൻ്റെ പാണ്ഡവന്മാര് എന്നൊരു തോന്നൽ അതില്ലാണ്ടാക്കിയിട്ട് എൻ്റെ ഈ ഹൃദയം എപ്പോഴും ത്വയിമേ അനന്യ വിഷയാമതേ മധുപതേ സകൃൽ രതിമുദ്വഹദാദദ്ധാ ഗംഗേ ഊഖമുദന്യതി. ആ ഹൃദയം ഗംഗാനദി സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഒഴുകി 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 പോണ മാതിരി എൻ്റെ ഹൃദയം ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് പോണം. അടിയന്റെ പ്രാർത്ഥന അതുകൊണ്ട്. ശ്രീകൃഷ്ണ ഭഗവാനെ ഇങ്ങ് കേൾക്കണം. അടിയനൊരു പ്രാർത്ഥനയുള്ളൂ. അതെന്താ? ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷഭാവനിധൃപ്രാജന്യവംശദഹനാനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാർത്തിഹരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ.